Good evening, everyone. Welcome back to India's first animated live tuition. Okay, അപ്പോൾ ഇന്നലെ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഹാഫ് +1 ഫസ്റ്റ് 7 ചാപ്റ്റേഴ്സിന്റെ മാരത്തോൺ പോയിരുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ സെക്കൻഡ് ഹാഫിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഫസ്റ്റ് ഹാഫ് പോലല്ല, ഫസ്റ്റ് ഹാഫ് നമ്മൾ ക്രിസ്മസ് എക്സാമിന്, പിന്നെ ജനനി എക്സാമിന്, അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാമിന് പല തവണ കണ്ടതാണ് ഫസ്റ്റ് ഹാഫ്. ബട്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് കുറെ പ്രത്യേകതകളുണ്ടല്ലേ. യെസ്, നമ്മൾ ആകെ ആ എക്സാം കഴിഞ്ഞിട്ട് ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് മോഡലിന് മാത്രമേ ജസ്റ്റ് ഒന്ന് കണ്ടുള്ളൂ. നമ്മൾ ജസ്റ്റ് ചാപ്റ്റർ പഠിച്ചതേ ഉണ്ടായിരുന്നല്ലേ. പക്ഷെ എനിക്കറിയാം നിങ്ങൾ അത്രയും ക്ലാസ്സിലിരുന്ന് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പിന്നെയും പറഞ്ഞ് തറവായിട്ടുണ്ട് എന്നറിയാം. അപ്പൊ നമുക്ക് സെക്കൻഡ് ഹാഫിലേക്ക് ഇന്ന് പോവാം. റെഡി അല്ലേ? അപ്പം നോക്കിയിട്ട് എന്തോ യെസ് ഓർപ്പിച്ചെന്നു സിബിൻ സാറ്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും യൂട്യൂബിൽ ലൈവ് പോകുന്നുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇങ്ങനെ കണ്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ യൂട്യൂബിൽ ക്ലാസ്സിനിടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ കമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സൂമിൽ നമുക്ക് കമന്റ് ഓപ്ഷൻ ഉണ്ട്. സോ എല്ലാവരും നല്ല അലേർട്ട് ആയിട്ടിരിക്കുക. നമുക്ക് അവിടെ മാത്സ് മെഗാ മാരത്തോണിന്റെ പാർട്ട് 2 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ പാർട്ട് 2 നമ്മൾ ഏത് ചാപ്റ്റർ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് ചാപ്റ്റർ വെച്ചിട്ടാണ്? നമ്മുടെ സെക്കൻഡ് ഹാഫിലെ ഫസ്റ്റ് ചാപ്റ്റർ സീക്വൻസസ് ആൻഡ് സീരീസ്, ചാപ്റ്റർ 9 സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? നമുക്ക് ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ ഉള്ളൂ, അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇല്ല, ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് തിങ് എന്താണ്? nth term of a GP, yes, nth term of a GP an is equal to a into r raised to n minus 1, where a is the first term, r is the common ratio and n is the number of terms. അപ്പൊ r എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? കോമൺ റേഷ്യോ r ഒരു ഇവിടെ തന്നിട്ടുണ്ട്, ഓൾറെഡി നമ്മുടെ GP തന്നിട്ടുണ്ട്, AR സ്ക്വയർ AR2. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം either the second term divided by first term or the third term divided by second term or the fourth term divided by third term or the nth term divided by the n minus 1 term. ഒരു ടേം ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുൻപത്തെ ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we get the common ratio r. അപ്പോൾ ഇതാണ് നമ്മുടെ ജോമെട്രിക് പ്രോഗ്രഷൻ. ജോമെട്രിക് പ്രോഗ്രഷനിലെ സം ഓഫ് n ടേംസ് ഓഫ് എ GP. അപ്പോൾ GP നോക്കിക്കേ, കോമൺ റേഷ്യോ 1 ആണെങ്കിൽ, 3 കേസസ് ആണുള്ളത്. കോമൺ റേഷ്യോ r 1 ആണെങ്കിൽ, അതായത് a 1 ഇത് സീരീസ് തന്നിരിക്കുകയാണ്, 1,1,1,1 4,4,4,4 അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് n into a. n ടേംസ് ആണെങ്കിൽ n into a. ഇനി കോമൺ റേഷ്യോ ഇസ് നോട്ട് 1, ഇസ് നോട്ട് ഈക്വൽ ടു 1, ഇറ്റ് ഈസ് ഐദർ ലെസ് ദാൻ 1 ഓർ ഗ്രേറ്റർ ദാൻ 1. അപ്പൊ r കോമൺ റേഷ്യോ r ലെസ് ദാൻ 1, 1നെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താ ചെയ്യുന്നത്? 1ൽ നിന്നും അതിനെ കുറയ്ക്കാൻ ശ്രമിക്കും അല്ലെ. 1നെക്കാട്ടിലും ചെറുതാണെങ്കിൽ നമ്മൾ 1ൽ നിന്ന് കുറയ്ക്കും. അപ്പൊ നോക്കി എന്റെ സം എങ്ങനെയാ വരുന്നത്? സം ഓഫ് n ടേംസ് ഓഫ് ദ GP where the common ratio r is less than 1 is a into 1 minus r raised to n divided by 1 minus r. അതായത് ഡിനോമിനേറ്ററിൽ നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്താണ് ചെയ്തത്? 1 minus r. r is less than 1. ഇനി r greater than 1 ആണെങ്കിലോ 3, 3.5, 2.5, 1.5 അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താ? r 1.5 ഒക്കെ ആണെങ്കിൽ Sn sum of n terms is equal to the first term a into r raised to n minus 1 divided by r minus 1. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എന്താണ്? r ചെറുതാണെങ്കിൽ 1ൽ നിന്ന് കുറയ്ക്കും, r ഗ്രേറ്റർ ആണെങ്കിൽ 1 അതിൽ നിന്നും കുറയ്ക്കും. സോ ദിസ് ഇസ് ദ ബേസിക് ഇക്വേഷൻ. nth term sum of n terms of a GP. പിന്നെ ജോമെട്രിക് മീൻ, ഇതും വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ജോമെട്രിക് മീൻ ബി ദ ലാസ്റ്റ് ടേം, ഒരു സീരീസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം തന്നിട്ടുണ്ട്, അതിന്റെ ഇടയ്ക്ക് കുറച്ച് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലാസ്റ്റ് ടേം ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം a into r raised to n plus 1. നമ്മൾക്ക് ഇത് കണക്ട് ചെയ്ത് പഠിക്കാം. എന്താ? nth term of a GP an is equal to a into r raised to n minus 1 ആണ്. ഇവിടെ ചെറിയ വ്യത്യാസമുള്ളൂ. ലാസ്റ്റ് ടേം b is equal to ഇൻസേർട്ട് കുറച്ച് നമ്പേഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഇതിന്റെ ജോമെട്രിക് പ്രോഗ്രഷനിൽ കുറച്ച് നമ്പേഴ്സ് കുറച്ച് നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സിന്റെ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് such that the obtained series is a geometric progression എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ an എന്ന് പറഞ്ഞ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്തോളൂ. b is equal to into r raised to n plus 1 ആവും when we are finding the geometric mean. അപ്പോൾ അത് വെച്ചിട്ടും പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ചെറിയ പ്രോബ്ലം ഇത് വെച്ചിട്ട് ചോദിച്ചെങ്കിലേ ഉള്ളൂ. അരിത്മെറ്റിക് മീൻ, അരിത്മെറ്റിക് പ്രോഗ്രഷനെ നമ്മുടെ സിലബസിൽ നിന്ന് ഡിലീറ്റഡ് ആണ്. ബട്ട് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2. നമുക്കറിയാം മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറയുന്ന എല്ലാം എന്താണ്? അരിത്മെറ്റിക് മീൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 2 ആണ്.
like 2 terms ആണെങ്കിൽ divided by 2, 3 terms ആണെങ്കിൽ divided by 3. So first term plus last term divided by 2 is the mean, and geometric mean is equal to root of AB. Okay, series തന്നിട്ടുണ്ടെങ്കിൽ now നോക്കിക്കേ, ഇത് സിമ്പിൾ വൺ ആണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് nth term of a GP മാത്രമുള്ള nth term, sum of n terms and geometric mean, പിന്നെ insert question numbers. അപ്പൊ അത്രേ ഉള്ളൂ. കുഞ്ഞു പോർഷൻ ആണ്, കുഞ്ഞു ചാപ്റ്റർ ആണ്, കുറെ ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട്. Find the indicated terms of each of the sequences below whose nth terms are. അപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻഡിക്കേറ്റഡ് ടേംസ് കണ്ടുപിടിക്കണം. an is equal to n square divided by 2 raised to n തന്നിരിക്കുന്നു. ഒന്നും ചെയ്യണ്ട. എന്താ സംഭവം? a7 ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ എന്ത് ചെയ്യണം? n ന്റെ സ്ഥാനത്ത് 7 ഇടുക, വെറുതെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 raised to 7. ഇതാണ് ഇതിന്റെ ആൻസർ. സെക്കൻഡ് വണ്ണോ എന്തായിരിക്കും? n ന്റെ സ്ഥാനത്ത് 9 ഇടുക. an is equal to -1 raised to n minus 1 into n cube. കണ്ടുപിടിക്കേണ്ടത് a9 ആണ്. എന്ത് ചെയ്യുക? n ന്റെ സ്ഥാനത്ത് 9 ഇടുക, -1 whole raised to 9 minus 1 into 9 cube. 9 minus 1 is 8. Minus 1 raised to 8 is 1 itself. So the answer is 9 cube. അത് സോൾവ് ചെയ്തെടുക്കുക 9 cube എത്രയാണെന്നുള്ളത്. This is simple, right? Yes, വെറുതെ ഇൻഡിക്കേറ്റഡ് ടേംസ് ഇടാൻ മാത്രമേ ചോദിക്കാറുള്ളൂ. Then next one, sum of first 3 terms of a geometric progression. നിങ്ങൾ സൂം ക്ലാസ്സിൽ ഇരിക്കുന്നവരാരും പേടിക്കേണ്ട, നമ്മുടെ ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ബിക്കോസ് നമ്മൾ ക്ലാസ് ടൈമിൽ തന്നെ ചാപ്റ്റേഴ്സ് എടുപ്പിച്ചപ്പോൾ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത് പോയതാണ്. ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. സോ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് സ്പീഡിലൊന്ന് പറഞ്ഞു പോകുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ റെഫർ യുവർ നോട്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്സസ് കയ്യിലുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാം. സോ നോക്കിക്കേ, സം ഓഫ് ഫസ്റ്റ് 3 terms of a geometric progression. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ഇങ്ങനെയാണ് നമ്മുടെ GP സാധാരണ ഇരിക്കുന്നത്. 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം യെസ്, ഫസ്റ്റ് 3 terms AR സ്ക്വയർ, ഇതിന്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? a plus AR സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നത്? സം ഓഫ് ഫസ്റ്റ് 3 terms of a geometric progression 16 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദ സം ഓഫ് നെക്സ്റ്റ് 3 terms, AR സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് 3 terms ഏതൊക്കെയാ? AR ക്യൂബ് പ്ലസ് AR raised to 4 പ്ലസ് AR raised to 5. എത്രയാന്ന് പറഞ്ഞ 128 ആണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ടേം determine the first term, common ratio and sum to n terms of this geometric progression. അപ്പൊ എന്തൊക്കെയാ വെച്ചാൽ ഫസ്റ്റ് ടേം a കണ്ടുപിടിക്കണം, കോമൺ റേഷ്യോ r കണ്ടുപിടിക്കണം, സം ടു n terms of the geometric progression. ഓക്കെ, അപ്പൊ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ രണ്ട് ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. 2 equations, 2 unknowns. സോൾവ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം? സെക്കൻഡ് ഇക്വേഷനിൽ എന്താണ് കോമൺ ആയിട്ടുള്ളത്? യെസ്, സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ആർ സ്ക്വയർ, ഓക്കെ, ആർ ക്യൂബ് പുറത്തെടുക്കുക. AR ക്യൂബ് ആണ് കോമൺ, നമുക്ക് കണ്ടറിയാം. സെക്കൻഡ് ഇക്വേഷനിൽ AR ക്യൂബ് ആണ് കോമൺ. ബട്ട് ആർ ക്യൂബ് എന്തുകൊണ്ടാണ് പുറത്തെടുത്തത്? ഫസ്റ്റ് ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആർ ക്യൂബ് പുറത്തെടുത്തത്. എന്ത് വരും? a plus AR സ്ക്വയർ പ്ലസ് AR, യെസ്, a plus AR സ്ക്വയർ. I got confused. Okay, a plus AR square is equal to 128. So a plus AR square ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 16 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? So r cube is equal to 128 divided by 16. You will get a value, and r എന്ന് പറയുന്നത് അതിന്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും. സോ അപ്പൊ r കിട്ടി. r വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് a യുടെ വാല്യൂ കിട്ടും. ആൻഡ് r I think എത്ര വരും? 128 by 16, 4 വെച്ച് നോക്കിക്കുക, 32. 32 by 4 is എത്ര വരും? 8. സോ r is equal to 2 എന്ന് നമുക്ക് കിട്ടും. r is equal to 2 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ, സോ r2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? യെസ്, a into 1 plus r square is equal to 16 ആണ്. സോ r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 4 plus 2 is 6. 16 by 7 എന്ന് വരും. a is equal to 16 divided by 7 എന്ന് കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ r ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a is equal to 16 divided by 7 എന്ന് കിട്ടും. സോ എന്ത് ചെയ്യാം? പിന്നെന്താ ചോദിച്ചേ? a കിട്ടി, ഫസ്റ്റ് ടേം a കിട്ടി, കോമൺ റേഷ്യോ r കിട്ടി, സം ടു n terms of a GP. സോ കോമൺ റേഷ്യോ r is 2. r is 2 which is greater than 1. സോ r greater than 1 ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ അതാ, സം ടു n terms of a GP. a into r raised to n minus 1 divided by r minus 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സം ടു n terms of a GP എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ n ന്റെ സ്ഥാനത്ത് n തന്നെ കൊടുക്കുക, a യുടെ സ്ഥാനത്ത് 16 by 7 കൊടുക്കുക, ആൻഡ് r ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. ജസ്റ്റ് ദാറ്റ്. ഓക്കെ, അതായിരിക്കും ഫൈനൽ ആൻസർ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ മോഡൽ ക്വസ്റ്റ്യൻ പല തവണ ചോദിച്ചിട്ടുണ്ട്. സം ടു n ടേംസ് ഓഫ് ദ സീരീസ് 4 പ്ലസ് 44 പ്ലസ് 444 പ്ലസ് എക്സെട്ര. അല്ലെങ്കിൽ ചിലപ്പോൾ കോമൺ ചോദിക്കും സം ടു n ടേംസ് ഓഫ് ദി പ്രോഗ്രഷൻ എന്നും പറഞ്ഞ് ചോദിക്കും. ഓഫ് ദി പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ കോമേറ്റ് ചോദിക്കും. ഓഫ് ദി സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീരീസ് എന്താണ്, പ്രോഗ്രഷൻ എന്താണ് എന്നൊക്കെ ക്ലിയർ ആയിട്ട് ആ ഡിഫറൻസ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് കണ്ടതാണ്. സോ പ്രോഗ്രഷൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി വിത്ത് റെപ്രസെന്റഡ് യൂസിങ് കോമാസ്. ആൻഡ് സീരീസ് എന്ന് പറഞ്ഞാലാണ് 4 പ്ലസ് 44 പ്ലസ് 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 ഇട്ട് പോകുന്നത്. ഏത് ചോദിച്ചാലും യു ആർ യൂസിങ് ദ സെയിം മെത്തേഡ് ടു സോൾവ്. അപ്പൊ എന്താണ് 4 പ്ലസ്, ഇത് സ്പെഷ്യൽ കേസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന യൂഷ്വൽ ടെക്നിക്സ് ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. സോ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ചിലപ്പോൾ 7 പ്ലസ് 77 പ്ലസ് 177 ചോദിക്കും. അങ്ങനെ 5 പ്ലസ് 55 പ്ലസ് 555. സോ നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, ദിസ് ഇസ് നോട്ട് എ ജി പി, ദിസ് ഇസ് നോട്ട് എ ജോമെട്രിക് പ്രോഗ്രഷൻ. സോ ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്യാം, സം ഓഫ് n ടേംസ് ഓഫ് എ ജി പി എന്നും പറഞ്ഞ് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. വി കാനോട്ട് യൂസ് ദിസ് ഇക്വേഷൻ ഡയറക്ട്ലി. പക്ഷെ നമുക്ക് യൂസ് ചെയ്യേണ്ട എന്താ, ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. നോക്കിക്കേ, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം കാണുമ്പോൾ നമ്മൾ ജി പി ആണെന്ന് വിചാരിക്കും. 44 ഡിവൈഡഡ് ബൈ 4 is 11. 444 divided by 44 is not equal to 11. It's around 10 point something like that. Yes, it is not equal to 11. So this is not in a geometric progression. എല്ലാ common ratio are same അല്ലാത്തത് കൊണ്ട് we cannot use this equation directly. So നമ്മൾ ഈ പ്രോബ്ലം എന്താ ചെയ്തത്, ഈ പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം സീരീസ് എടുത്ത് അങ്ങോട്ട് എഴുതി 4 പ്ലസ് 44 പ്ലസ് 404. നമ്മുടെ ഉദ്ദേശം ഇതിനെ ഒരു ജി പി ആക്കി മാറ്റുക, ജോമെട്രിക് പ്രോഗ്രഷൻ ആക്കി മാറ്റുക. ക്രിസ്മസ് എക്സാമിന്റെ തലേ ദിവസം പഠിപ്പിച്ച പോർഷൻ ആണ് ഇത്. ഓക്കെ, സോ ലിസൺ, എന്താ ചെയ്തത്, ആഫ്റ്റർ ക്രിസ്മസ്, യെസ്, നമ്മൾ ന്യൂ ഇയറിന്റെ മുൻപ് ആ സമയത്ത് ന്യൂ ഇയറിന്റെ സമയത്ത് പഠിപ്പിച്ച പോർഷൻ ആണ്. ഓക്കെ, സോ ലിസൺ, 4 പ്ലസ് 44 പ്ലസ് 444 എന്ത് ചെയ്യാം, 4 കോമൺ ആണ്, പുറത്തെടുത്തു. 1 പ്ലസ് 11 പ്ലസ് 111 പ്ലസ് എക്സെട്ര എന്നാണ് എന്ത് ചെയ്തു, കോമൺ ഫാക്ടർ 4 പുറത്തെടുത്തു. ഇനി നമുക്ക് ഇതിനെ എങ്ങനെയെങ്കിലും ഒരു ജി പി ആക്കണം, ജോമെട്രിക് പ്രോഗ്രഷൻ ആക്കണം, വിച്ച് മീൻസ് ദേ ഹാവ് എ കോമൺ റേഷ്യോ. അപ്പൊ അതിനു വേണ്ടി ശ്രദ്ധിച്ചോ, ഏത് സീരീസ് വന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം. എൻറ്റയർ ടേമിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇനി ഈ ടേമിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 9 പ്ലസ് 99 പ്ലസ് 999 പ്ലസ് എക്സെട്ര. 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഇനി നോക്ക്, ഇനിയാണ് കളി. 4/9 ഇൻറ്റു 9 എങ്ങനെ എഴുതാം, 10 മൈനസ് 1 എന്ന് എഴുതാം. 99 എങ്ങനെ എഴുതാം, 100 മൈനസ് 1 എന്ന് എഴുതാം. 999 എങ്ങനെ എഴുതാം, 1000 മൈനസ് 1 എന്ന് എഴുതാം. ആൻഡ് സോ ഓൺ. ഇനി നോക്കിക്കേ, 4/9 ഇൻറ്റു 10, 100, 1000 എക്സെട്ര ഒരുമിച്ചാക്കി. 10 പ്ലസ് 100 പ്ലസ് 1000 പ്ലസ് എക്സെട്ര പ്ലസ് പിന്നെന്താ ഉള്ളേ, എല്ലാത്തിൻ്റെയും കൂടി ഒരു -1 ഉണ്ട്. 10 മൈനസ് 1, 100 മൈനസ് 1, 1000 മൈനസ് 1. എത്ര -1 ഉണ്ട്, -1 n ടൈംസ്. സം ടു n ടേംസ് ഓഫ് ജി പി അല്ലേ ചോദിച്ചിരിക്കുന്നത്. സോ n ടൈംസ് ആണ് സം ടു n ടേംസ് ഓഫ് ദ geometric progression. ഇനി നോക്കിയേ, 10, 100, 1000, 10,000 etc. They have a common ratio r which is 10. 100 by 10 is 10. 1000 by 100 is 10. 10,000 by 1000 is 10. So we have got a common ratio. അപ്പോൾ എന്തായിരിക്കും, യെസ്, ഇനി ഇതൊരു ജി പിയിലാണ്, ഇത് ഒരു ജി പിയിൽ ആണല്ലോ, തെറ്റുപറ്റാത്തൊരു കാര്യം. ഇത് ജി പി ആണ്, കോമൺ റേഷ്യോ ആർ കിട്ടി, ഫസ്റ്റ് ടേം എ ഇസ് 10. ഇനി സം ടു n ടേംസ് ഓഫ് എ ജി പി ഡയറക്ട്ലി ഇക്വേഷൻ യൂസ് ചെയ്യാം. ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞ് എഴുതാം. ആൻഡ് ഈ ഭാഗം നോക്കിക്കേ, ഈ ഭാഗം എന്താ, -1 n ടൈംസ് ഉണ്ട്. -1 n ടൈംസ് മീൻസ് വാട്ട്, -1 into n which is -n. ഇത് സെപ്പറേറ്റ് ആയിട്ട് പുറത്തെഴുതുക. അപ്പൊ എന്ത് വരും, 4/9 into a into r എത്രയാ, 10 raised to n -1 divided by 10 minus 1 എത്രയാ, 10 minus 1 is 9 minus n. So this is the final answer. Final answer ഒന്ന് നോക്കിക്കേ. യെസ്, എന്താ സംഭവിച്ചേ, ഇത്രയാണ് ഒരു ജി പി. 10, 100, 1000 എക്സെട്ര ആണ് ഒരു ജി പി. സോ ആ ജി പിയുടെ ഫസ്റ്റ് ടേം 10 ആണ്, കോമൺ റേഷ്യോ r 10 ആണ്. സോ വി യൂസ് ദ ഇക്വേഷൻ ഹിയർ 4/9 ഇൻറ്റു 4/9 ഔട്ട്സൈഡ് കടന്ന ആ ഒരു കോമൺ ഫാക്ടർ ആയിരുന്നു. പിന്നെ എന്ത് ചെയ്തു, ഫസ്റ്റ് ടേം a ഇൻറ്റു r 10 raised to n minus 1 by r minus 1. 10 minus 1 is 9. അത്രയും ആ കോമൺ റേഷ്യോടെ
പിന്നെ ഒരു സാധനം കൂടെ ഉണ്ട്, എന്താ? -1 n ടൈംസ് യൂസ് ചെയ്തേ. സോ -1 n ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് -n. ഇത് സെപ്പറേറ്റ് -1 മാത്രം. സോ ദിസ് വിൽ ബി ദ ഫൈനൽ ആൻസർ. ഇനിയിപ്പം തന്നിരിക്കുന്ന സീരീസ് 7+77+ ആണെങ്കിൽ ഈ 4ന്റെ സ്ഥാനത്ത് 7 വരും. 5+55+ എക്സെട്ര ആണെങ്കിൽ ഈ സ്ഥാനത്ത് 5 വരും. സോ ദാറ്റ്സ് ദ ഓൺലി ഡിഫറൻസ്. ഇതൊരു സ്പെഷ്യൽ കേസ് ആണ്. ഇത് അന്ന് മിസ്സാക്കിയവര് പെട്ടെന്നൊരു സ്ക്രീൻഷോട്ട് എടുത്തോ. യെസ്, ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, വരുന്നതാണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ +1 ഫോണിലേക്ക് അയക്കുക. ഓക്കെ, എഴുതിയെടുക്കാൻ സമയം വേഗം ഒരു സ്ക്രീൻഷോട്ട് എടുത്തോ. ഓക്കെ, ഫൈൻ. മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടേംസ് ഓഫ് ദി GP തന്നിട്ടുണ്ട്. GP തന്നിട്ടുണ്ടെങ്കിൽ we have the first term A is equal to 3, common ratio R is equal to 3/2 divided by 3, which is equal to 1/2, which is less than 1. So എന്താ ചോദിക്കുന്നത്? How many terms, the number of terms is the question, are needed to give the sum Sn is equal to 3069 divided by 512. Direct question ആണ്. ഇനി എന്താ ചെയ്യുന്നത്? So we have found that the common ratio R is equal to 1/2, which is less than 1. So our equation is Sn is equal to A into 1 minus R raised to n divided by 1 minus R. A into 1 minus R raised to n divided by 1 minus R. So Sn തന്നിട്ടുണ്ട് 3069 divided by 512. A എന്ന് പറയുന്നത് is 3. First term is 3. Common ratio R is 1/2. And we have to find the value of n. n ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓൾറെഡി ക്ലാസ്സിൽ ചെയ്യിച്ച പ്രോബ്ലം ആണ്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനലി യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് n. ഓക്കെ, സിമ്പിൾ ആണ്, direct question ആണ്. ഓക്കെ, sum of first 3 terms of a geometric progression is 13/12. ഇത് നമ്മൾ ക്ലാസ് ചെയ്താണെന്ന് ശ്രദ്ധിച്ചേ. ഫസ്റ്റ് 3 terms a plus ar plus ar square എന്ന് നമ്മൾ എഴുതി വെക്കാറുണ്ട്. First 3 terms is 13/12 and product is a into ar square is equal to -1. നോക്കിക്കേ, യെസ്, ഇത് നമ്മൾ ചെയ്തപ്പോൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമാണ്. a into ar square is equal to -1. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ആൻഡ് രണ്ട് അൺനോൺസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സോൾവ്. സോ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? ഫസ്റ്റ് ടേം a എടുക്കുന്നതിന് പകരം എന്തെടുക്കണം? ഫസ്റ്റ് ടേം a by r, സെക്കൻഡ് ടേം a and third term AR. Why? Because first term into second term into third term is equal to -1 എന്ന് പറയുമ്പോൾ R and R will get cancelled. We get a cube is equal to -1, which implies a is equal to -1 itself. We are considering only the real roots. ഈ ചാപ്റ്ററിൽ സീക്വൻസസ് ആൻഡ് സീരീസിൽ റിയൽ റൂട്ട്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇമാജിനറി നമ്പർ, കോംപ്ലക്സ് നമ്പർ ഒന്നും വേണ്ട. So cube root of -1 is -1. We are considering the real root. എന്നിട്ട് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a by r plus a plus ar is equal to 13/12 എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എന്താണ് മുമ്പേ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ എങ്ങനെയാ ചെയ്തേ? സം ഓഫ് ഫസ്റ്റ് 3 terms is this and the sum of next 3 terms is this. സോ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ a plus ar square എടുത്തു. പക്ഷേ ഇവിടെ ഒരിടം സം ചോദിച്ചിട്ട് രണ്ടാമത്തെ പ്രോഡക്റ്റ് ചോദിച്ചപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഫസ്റ്റ് ടേമിന് a by r എടുത്തു? നോക്കിയേ, a by r, the common ratio is still r. സ്റ്റിൽ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് r തന്നെയാണ്. a by r, നോക്കി, a by r we get the common ratio r, ar by a we get the common ratio r. Second term divided by first term is r and third term divided by second term is r. So എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എടുത്തത്? ബിക്കോസ് ഈ ആറും ക്യാൻസൽ ചെയ്ത് പ്രോബ്ലം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി. സോ എപ്പോഴാ പ്രോഡക്റ്റ് ഈസ് -1 അല്ലെങ്കിൽ പ്രോഡക്റ്റ് സം ഓഫ് ഫസ്റ്റ് 3 terms is this much and product of these 3 terms എന്ന് പറഞ്ഞിങ്ങനെ തരികയാണെങ്കിൽ you should go by this method. Okay, സം മാത്രം ചോദിക്കുന്നെങ്കിൽ a plus ar square. ഇനി സമ്മും പ്രൊഡക്റ്റും വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടേം ഷുഡ് ബി a by r. ക്ലിയർ? ഓക്കെ, എന്നിട്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് r ആൻഡ് ദ ടേംസും എഴുതണം. ടേംസ് ചോദിച്ചിട്ടുണ്ട്. സോ ആറിന് രണ്ട് വാല്യൂസ് കിട്ടും. ഐ തിങ്ക് -3/4 ആൻഡ് -4/3 സംതിങ് ലൈക്ക് ദാറ്റ്. സോ രണ്ട് വാല്യൂസ് കിട്ടും. രണ്ട് വാല്യൂസ് കിട്ടുമ്പോഴും എന്ത് ചെയ്യണം? ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ is equal to 13/12. a യുടെ വാല്യൂ -1 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് LCM ഒക്കെ എടുത്തു വരുമ്പോൾ യു ഗെറ്റ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആൻഡ് വെൻ യു സോൾവ് ദാറ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ എത്ര റൂട്ടാ? 2 റൂട്ട്. സോ 2 റൂട്ട് ഉണ്ട്. അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? r ന് 2 വാല്യൂസ് കിട്ടും. സോ r ന്
ഒരു വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം കണ്ടുപിടിക്കുക. രണ്ടാമത്തെ വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തേർഡ് ടേം കണ്ടുപിടിക്കുക. ഓക്കെ, that's also done in our class. Insert four numbers between 2 and 486 so that the resulting sequence is a geometric progression. നമ്മൾ പറഞ്ഞ സാധനം. സോ എന്ത് കഴിഞ്ഞു? n terms of a GP കഴിഞ്ഞു, sum to n terms of a GP കഴിഞ്ഞു, പിന്നെ geometric mean. Insert. So 486 is our last term B and first term A is equal to 2. നമ്മുടെ equation എന്താ? B is equal to A into R raised to n plus 1. How many numbers do we have to insert? 4 numbers. Insert 4 numbers, which means n is equal to 4. Therefore 486 is equal to 2 into r raised to 4 plus 1, which is 5. Solve this equation. Find the value of r. So the first term will be 2, second term will be 2 into r, third term will be 2 into r square, fourth term will be 2 into r cube, fifth term will be 2 into r raised to 4, and the sixth term is 2 into r raised to 5, which is 486. r ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സിമ്പിൾ. b is equal to a into r raised to n plus 1. ഇതാണ് insert 4 numbers between resulting sequences a geometric progression. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻസ് n term of a GP, sum to n terms of a GP, പിന്നെ സീരീസ് വരും 4 plus 444 plus GP അല്ലാത്ത സീരീസ് എന്നിട്ട് അതിന്റെ സം ചോദിക്കാറുണ്ട്, sum to n terms of a GP. sum to n terms എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ n നെ n തന്നെയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, വേറെ ഡെക്കറേഷൻ ഒന്നും ചെയ്യാൻ പോകരുത്, n എവിടെയെന്ന് അന്വേഷിക്കരുത്, ചോദിച്ചതിന് ആൻസർ ചെയ്യുക. ആൻഡ് ഇൻസേർട്ട് 4 numbers between, insert 3 numbers between എന്നൊക്കെ പറയും. സോ രണ്ട് നമ്പർ ഫസ്റ്റ് ടേം ആൻഡ് തരും, ലാസ്റ്റ് ടേം തരും. You have to find the common ratio r and n substitute ചെയ്യുക. n substitute ചെയ്തിട്ട് ഇവിടെ n substitute ചെയ്തിട്ട് വരും 486 243 243. So r raised to 5 is 243. I think r is equal to 3 or something like that. 3 or something. Yes, 3 maybe. Yeah. So substitute ചെയ്യുക. എന്നിട്ട് r ന്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ടേം into r ചെയ്യുക and you get the final answer like this. Okay, resulting sequence എടുത്ത് എഴുതാൻ മറക്കരുത്. Okay, find the sum to n terms of the geometric progression. So geometric progression, first term a is equal to root 7. The common ratio r is equal to root 21 divided by root 7, which is root of 21 divided by 7, which is root 3. Root 3 യുടെ വാല്യൂ എത്രയാ? Root 3 യുടെ വാല്യൂ is 1.73 something, which is greater than 1. So greater than 1 ആണെങ്കിൽ sum to n terms of a GP Sn is equal to a into r raised to n minus 1 divided by r minus 1. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് first term root 7 into r is root 3 raised to n minus 1 divided by root 3 minus 1. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഡിനോമിനേറ്ററിൽ ഇറാഷണൽ നമ്പർ നമ്മൾ കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? i യെ താഴെ കിടക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതേപോലെ തന്നെ ഇറാഷണൽ നമ്പർ വരുമ്പോഴും ഇതുപോലൊരു ഫോം വരുമ്പോൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മൾട്ടിപ്ലൈ വിത്ത് വാട്ട്? റൂട്ട് 3 പ്ലസ് 1. ഇതിൽ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്നോ അല്ലെങ്കിൽ റൂട്ടിന്റെ ഇത് വെച്ചിട്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. എന്ത് ചെയ്യാം? നടുക്കത്തെ സൈൻ പ്ലസ് ആക്കിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? റൂട്ട് 3 യുടെ സൈൻ മാറ്റി മൈനസ് ഇട്ടാലും കുഴപ്പമില്ല. യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. മൈനസ് ആൻഡ് മൈനസ് വിൽ ഗെറ്റ് ക്യാൻസൽ. സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, സോ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്റർ സോൾവ് ആയി പോകുന്നുള്ളൂ. 3 minus 1 is 2. Final answer will be root 7 into 3. Root 3 എന്ന് പറഞ്ഞാൽ എന്താ? Equal to 3 raised to 1 by 2. So നമുക്ക് എങ്ങനെ എഴുതാം? 3 raised to 1 by 2 into n is 3 raised to n by 2 minus 1 into root 3 plus 1 divided by a plus b into a minus b. A square minus b square. A square is root 3 square, which is root 3 minus b square is 1. So 3 minus 1 is 2. And this is the final answer. Sum to n terms എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ r കണ്ടുപിടിക്കുക. ഫസ്റ്റ് ടേം a എന്താണെന്ന് എടുത്തെഴുതുക. ഇതുപോലെ എപ്പോഴൊക്കെയാണ് നമ്മൾ കോംപ്ലക്സ് അല്ലെങ്കിൽ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ i വരുമ്പോൾ, അല്ലെങ്കിൽ റൂട്ട് 3 മൈനസ് 1 എന്നോ ഇറാഷണൽ നമ്പേഴ്സ് ഈ ഫോമിൽ വരികയാണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിപ്പോ -1 പ്ലസ് റൂട്ട് 3 എന്നാ. -1 മൈനസ് റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ you will get the same answer. Minus and minus will get cancelled. So you get the same answer. Okay, fine. Right. So ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന കാര്യം. I mean sequences and series എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന കാര്യം. Next is chapter 10 straight lines.
ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻസിൽ എന്തൊക്കെയാണ്? സ്ട്രെയിറ്റ് ലൈൻസിൽ ആകെ കുറച്ച് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. സ്ലോപ്പ് കണ്ടുപിടിക്കുക, പിന്നെ കുറച്ച് ഇക്വേഷൻസ്, ഡിഫറെന്റ് ഫോം ഓഫ് ഇക്വേഷൻസ്. എന്തിന്റെ ഇക്വേഷൻ? എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആൻഡ് ടു ഡിസ്റ്റൻസസ്. കഴിഞ്ഞു. അതാണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ ഒന്ന് ഡിസ്റ്റൻസ് ഫോർമുല. Distance between 2 points having coordinates x1, y1 and x2, y2 is PQ is equal to, if the points are P and Q, then PQ, the distance PQ is equal to square root of x2 minus x1 the whole square plus y2 minus y1 the whole square. അറിയാം. പിന്നെ സെക്ഷൻ ഫോർമുല നിങ്ങൾക്ക് ആവശ്യമില്ല. ഓക്കെ, then പിന്നെന്തോളെ മിഡ് പോയിന്റ് ഫോർമുല. മിഡ് പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? x1 plus x2 by 2 and y1 plus y2 divided by 2. അപ്പൊ ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? ഇപ്പം 2, 4 and 3, 6 are the coordinates. Okay, so 2, 3 and 4, 6 are the coordinates. So എന്ത് വരും? രണ്ട് നമ്പേഴ്സിന് നടുക്കത്തെ വാല്യൂ എടുത്ത് ഈസി ആയിട്ട് മിഡ് പോയിന്റ് അല്ലെങ്കിൽ ജസ്റ്റ് ആവറേജ് എടുക്കാം. മിഡ് പോയിന്റ് കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ half into x1 into y2 വേണം. നോക്കിക്കേ, 1, 2, 3, 2, 3, 1. 1, 2, 3. 1ൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഈസ് 2, നെക്സ്റ്റ് ഈസ് 3. 2ൽ സ്റ്റാർട്ട് ചെയ്താൽ 3, 1. 3ൽ സ്റ്റാർട്ട് ചെയ്താൽ 3, 1, 2. സോ ഇതാണ് x1, y2, y3. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമില്ല. സോ ഡോണ്ട് വറി. ഓക്കെ, സ്ലോപ്പ് ഓഫ് എ ലൈൻ. സ്ലോപ്പ് ഓഫ് എ ലൈൻ m is equal to tan theta. അപ്പോൾ ഒരു ആംഗിൾ തന്നിട്ട് എപ്പോൾ സ്ലോപ്പ് ചോദിച്ചാലും എന്ത് ചെയ്യാം? ആംഗിൾ തന്നിട്ട് സ്ലോപ്പ് ചോദിച്ചാലും tan theta. But provided what? The theta is taken from the positive direction of x-axis. y-axis എന്നൊരു ആംഗിൾ തന്നിട്ട് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഡയറക്ട്ലി കൊണ്ടുപോയി ടാൻ ആ ആംഗിൾ എഴുതി വെക്കരുത്. ദ ആംഗിൾ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് x-axis. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രോബ്ലം ഉണ്ട്, പറഞ്ഞുതരാം. Okay, so m is tan theta. ഇനി slope of a line, whether the line is acute or obtuse, the slope of a line എങ്ങനെ കണ്ടുപിടിക്കുന്നത്? Slope is always y by x. The y coordinate divided by the x coordinate, not coordinate. The y distance divided by എത്രത്തോളം ചെരിവുണ്ട്. നമ്മുടെ x ആക്സിസിൽ നിൽക്കുകയാണെങ്കിൽ 0 ആയിരിക്കും. സോ അതിൽ നിന്നും എത്രത്തോളം ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, എത്രത്തോളം ആംഗിൾ വേരിയേഷൻ ഉണ്ട്, എത്രത്തോളം ചെരിവുണ്ട്, ചെരിവല്ല സ്ലോപ്പ്. സോ എത്രത്തോളം ചെരിവുണ്ട് എന്ന് കാണിക്കാനാണ് the y direction divided by the x direction ആയിരിക്കും will be the slope always. എപ്പോഴും സ്ലോപ്പ് എന്ന് പറയുന്നത് y by x ആയിരിക്കും. സോ y എന്തായിരിക്കും? y ഈ ഡിസ്റ്റൻസ് ആണ് y2 minus y1 and x distance is x2 minus x1. Okay, ഇത് തരുന്ന പോയിന്റ്സിന്റെ yയും xഉം അതനുസരിച്ച് മാറും. y2 minus y1 and x2 minus x1 is the slope when two points are given. Okay, പിന്നെന്തായിരുന്നു? Two lines are parallel, then the slopes are equal. m1 is equal to m2. Two lines are perpendicular, then the product of the slopes is -1. m1 m2 is equal to -1. Parallel ആണെങ്കിൽ slopes are equal. Perpendicular ആണെങ്കിൽ the product of slopes is -1. Then angle tan theta is equal to, slope മാത്രം തന്നിട്ട് ആംഗിൾ ചോദിക്കുകയാണെങ്കിൽ tan theta is equal to magnitude of m2 minus m1 divided by 1 plus m1 m2. Tan theta is equal to magnitude of m2 minus m1 divided by 1 plus m1 m2. പിന്നെ various forms of equations of a line. ലൈൻസ് എങ്ങനെയൊക്കെ മാറി വരുന്നോ അതനുസരിച്ചിട്ട് ലൈൻസിന്റെ ഇക്വേഷൻ ഇത് വെച്ചിട്ട് അധികം ചോദിക്കാറില്ല. ഹൊറിസോണ്ടൽ ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസ്. ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ എന്തായിരിക്കും? x coordinate will be 0, y coordinate മാത്രമേ ഇക്വേഷൻ കാണുള്ളൂ. സോ y will be equal to plus a if it is above the x axis and y is equal to minus a if it is below the x axis. താഴോട്ട് മൈനസും മുകളിലോട്ട് പ്ലസും. അതേപോലെ വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് പ്ലസ്, ലെഫ്റ്റ് സൈഡിലോട്ട് മൈനസ്. അപ്പൊ x കോർഡിനേറ്റ് മാത്രമേ കാണുള്ളൂ, y കോർഡിനേറ്റ് will be 0. x is equal to b and x is equal to minus b. ഇനി ഇവിടെയാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോയിന്റും സ്ലോപ്പും തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പോയിന്റ് സ്ലോപ്പ് ഫോം. m is equal to y minus y naught divided by x minus x naught. Again, see, y by x ഫോമിലാണ്. സോ സ്ലോപ്പ് തന്നിട്ടുണ്ടെങ്കിൽ substitute the value for slope m and y is a variable and x is a variable. ഇക്വേഷൻ ചോദിച്ചാൽ അതിനകത്ത് എന്ത് കാണണം? x ഉം കാണണം, y ഉം കാണണം. ഇക്വേഷൻ ചോദിച്ചാൽ അതിൽ x ഉം കാണണം, y ഉം കാണണം. And x0 and y0 are the coordinates of that point. അപ്പോൾ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ x0 y0 കോർഡിനേറ്റ്, സ്ലോപ്പ് തന്നിട്ടുണ്ടായിരിക്കും. ഇക്വേഷൻ will be m is equal to y minus y naught by x minus x naught. 2 point ഫോം ആണെങ്കിൽ രണ്ടിലും പോയിന്റ് ആയിരിക്കും. യെസ്, രണ്ട് പോയിന്റിനെ കോർഡിനേറ്റ് തരും. അപ്പൊ ഇക്വേഷൻ അങ്ങനെ വരും. y minus y1 divided by x minus x1 is equal to y2 minus y1 by x2 minus x1. y minus y1 divided by x minus x1 is equal to y2 minus y1 by x2 minus x1. y by again y by x ഫോമിൽ y യും x ഉം എന്തായിരിക്കും? വേരിയബിൾസ് ആയിരിക്കും.
x1 y1 ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ് ആൻഡ് x2 y2 is the coordinate of the other point. ഇനി സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം y ഇന്റർസെപ്റ്റ് ആണെങ്കിൽ y ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് ആണെങ്കിൽ the equation is y is equal to mx plus c. x ആക്സിസിലുള്ള ഇന്റർസെപ്റ്റ് ആണെങ്കിൽ y is equal to m into x minus d. പോസിറ്റീവ് ഇന്റർസെപ്റ്റ് ആണെങ്കിൽ y is equal to mx plus c and y is equal to m into x minus d. x ഇന്റർസെപ്റ്റ്. ഇനി ഇന്റർസെപ്റ്റ് ഫോം x ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റും തന്നിട്ടുണ്ടെങ്കിൽ x ഇന്റർസെപ്റ്റ് a യും y ഇന്റർസെപ്റ്റ് b യും രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ x by a plus y by b is equal to 1. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഏതൊക്കെയായിരുന്നു? പോയിന്റ് സ്ലോപ്പ് ഫോം, 2.4 ഇന്റർസെപ്റ്റ് ഫോം, x ഇന്റർസെപ്റ്റ് y ഇന്റർസെപ്റ്റ്. കഴിഞ്ഞു. ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ. ഇനി ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈനിലേക്കുള്ളതാണെങ്കിൽ ഇക്വേഷൻ ഓഫ് എ ലൈൻ വിൽ ബി x. Equation of the line is ax plus by plus c is equal to 0. നമുക്കറിയാം ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ will be equation of a straight line is ax plus by plus c is equal to 0. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് p x1 y1 എന്ന് പറഞ്ഞൊരു പോയിന്റും ഈ ലൈനും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ the perpendicular distance d എന്ന് പറയുന്നത് is equal to modulus of ax1 plus by1 plus c divided by root of a square plus b square. ഇതിൽ ax plus by plus c ലൈനിന്റെ ഇക്വേഷൻ തരും. ലൈനിന്റെ ഇക്വേഷൻ ഉണ്ട് a b and c are constants. 3x plus 4y minus 5 is equal to 0. അങ്ങനെയൊക്കെ ഇക്വേഷൻ തരും. ആൻഡ് x1 y1 എന്താ? ഈ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. സോ x plus by plus c ഫോമിൽ തന്നെ കിടക്കുന്നു. അതിൽ x ന്റെ സ്ഥാനത്ത് x1 ഉം y യുടെ സ്ഥാനത്ത് y1 ഉം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ modulus root of a square plus b square ചെയ്താൽ you will get the distance between parallel lines. Parallel lines പ്രത്യേകത എന്താ? Their slope will be equal. Their x coefficient of x is equal, coefficient of y is equal. Constant മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. സോ രണ്ട് ഇക്വേഷൻ x plus by plus c is equal c1 is equal to 0 എന്നും ax plus by plus c2 is equal to 0 എന്നും പറഞ്ഞ് രണ്ട് ഇക്വേഷൻ, രണ്ട് പാരലൽ ലൈൻസിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് d is equal to modulus of c1 minus c2 by 1 ഇത് പടി root of 1 plus m square. ഇത് വെച്ചിട്ട് പ്രോബ്ലം ഇല്ല, ഇത് വെച്ചിട്ടാണ് പ്രോബ്ലം ഉള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് d is equal to modulus of c1 minus c2 or c2 minus c1. modulus ആയതുകൊണ്ട് you will get the positive magnitude divided by root of a square plus b square. a is the coefficient of x and b is the coefficient of y. ഈ രണ്ട് പാരലൽ ലൈൻസിനെ കോൺസ്റ്റന്റ് c1 ഉം c2 ഉം കോൺസ്റ്റന്റ്സ് മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. അതിന്റെ ഡിഫറൻസ് എടുക്കുക, മോഡുലസ് എടുക്കുക, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആയിരിക്കും the distance. ഓക്കെ, നമ്മൾ പഠിച്ച ഇപ്പൊ കണ്ട ഇക്വേഷൻസ് എല്ലാം കൂടി സമ്മറൈസ് ചെയ്താണ്. ഫസ്റ്റ് വൺ നമുക്കറിയാം ഡിസ്റ്റൻസ് ഫോർമുല, സെക്കൻഡ് വൺ മിഡ് പോയിന്റ് ഫോർമുല ടേക്കിംഗ് ദ ആവറേജ്, തേർഡ് വൺ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ, അതിന്റെ ആവശ്യം വരാറില്ല. Okay, then slope of a line m is equal to tan theta. Theta should not be equal to 90 degree. Why? Tan 90 is equal to infinity. That's why. Okay. ഇനി slope of a line രണ്ട് കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, രണ്ട് പോയിന്റിന്റെ കോർഡിനേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ y by x ഫോം, y2 minus y1 by x2 minus x1. ഇനി two lines parallel ആണെങ്കിൽ m1 is equal to m2, two lines perpendicular ആണെങ്കിൽ m1 m2 is equal to -1. And angle between two lines, tan of angle between two lines, tan theta is equal to modulus of m2 minus m1 by 1 plus m1 m2. ഇപ്പൊ കണ്ടതാണ്. യെസ്, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൽ ആകെയുള്ള ഇത്ര ഇക്വേഷൻസ് ഉള്ളൂ. ഹൊറിസോണ്ടൽ ആണെങ്കിൽ, ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ അതിന് y കോർഡിനേറ്റ് മാത്രമേ കാണുള്ളൂ, x കോർഡിനേറ്റ് will be 0 because it is parallel to x axis. ഓക്കെ, അപ്പൊ എന്ത് വരും? y is equal to a, y is equal to minus a. തിരിച്ച് വെർട്ടിക്കൽ ആണെങ്കിൽ x is equal to b, x is equal to minus b. Point slope form, point തരും, point is x0 y0 and slope is m. And equation of a line ചോദിച്ചാൽ ഏതൊക്കെയാണ്? Point slope form, 2.4, slope intercept form. ഇത് y intercept, ഇത് y interceptഉം ഇത് x interceptഉം. യെസ്, ആകെ 4 ഫോം. പോയിന്റ് സ്ലോപ്പ് ഫോം 2.4, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഫോർ y intercept and x intercept, then intercept form. 4 ഫോം ആണ് ഉള്ളത്. ഏതൊക്കെയാ? പോയിന്റ് സ്ലോപ്പ് ഫോം, പോയിന്റ് സ്ലോപ്പ് കണ്ടുപിടിക്കുക. പിന്നെ രണ്ട് പോയിന്റ് ഉണ്ടെങ്കിൽ y minus y1 by x minus x1 is equal to y2 minus y1 by x2 minus x1. പിന്നെ സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, y intercept c തന്നിട്ടുണ്ടെങ്കിൽ y is equal to mx plus c and x intercept ഉണ്ടെങ്കിൽ y is equal to m into x minus d. and intercept x interceptum y interceptum a യും b യും തന്നിട്ടുണ്ടെങ്കിൽ x by a plus y by b is equal to 1. distance from the line d is equal to ഇപ്പോ കണ്ടത് modulus of x1 plus b1 plus c divided by root of a square plus b square. and the next one, this one is the important one.
D is equal to modulus of C1 minus C2 divided by root of A square plus B square. അപ്പോൾ പ്രോബ്ലംസ് നമുക്ക് പെട്ടെന്ന് ഒഴിച്ചു നോക്കാം. എന്തൊക്കെയായിരുന്നു? If the angle between two lines is pi by 4, angle തന്നിട്ടുണ്ട്, and slope of one of the lines is 1 by 2, find the slope of the other line. നമുക്കറിയാം ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, tan theta എന്ന് പറയുന്നത് എന്തായിരിക്കും? Tan pi by 4. What is tan pi by 4? Tan 45 degree, which is equal to 1. So slope of one of the lines is 1 by 2. ഒരെണ്ണം തന്നിട്ടുണ്ട്, one of the lines, m1 or m2 ഇഷ്ടമുള്ള എടുക്കാം. Find the slope of other line. ഇതാണ് question. We have the equation tan theta is equal to modulus of m2 minus m1 or m1 minus m2. ഏതെടുത്താലും മോഡുലസ് ആയതുകൊണ്ട് no problem. Divided by 1 plus m1 m2. Substitute ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാണിച്ചു തരാം. Which implies tan theta 1 എന്ന് കിട്ടി. 1 is equal to modulus of m2 കണ്ടുപിടിക്കേണ്ടത്. m2 minus m1 is 1 by 2 divided by 1 plus m1 into m2. എന്ത് വരും? 1 is equal to modulus of, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് m2 minus 1 divided by 2 plus m2. ഓക്കെ, 2 2 ക്യാൻസൽ ആയിപ്പോ 2 plus m2. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? മോഡുലസ് ഓപ്പൺ ചെയ്യുമ്പോൾ we have two cases, പ്ലസ് ആൻഡ് മൈനസ്. കാരണം ഇതിന്റെ അകത്തൊരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന്റെ മോഡുലസ് പോസിറ്റീവ് വാല്യൂ ആണ്, ഇതിന്റെ അകത്തൊരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അതിന്റെ മോഡുലസ് പോസിറ്റീവ് ആണ്. സോ യു ഹാവ് ടു കൺസിഡർ ദ ടു കേസസ്. പോസിറ്റീവും നെഗറ്റീവും കൺസിഡർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അതാണ് ഈ ഒരു കാര്യത്തിലെ കീ പോയിന്റ്. എന്ന് വെച്ചാൽ എന്താ ഇതിന്റെ അർത്ഥം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ m2 minus 1 divided by 2 plus m2 is equal to 1. And ഈ കേസ് മാത്രം എഴുതിയാൽ പോരാ, മൈനസ് ഓഫ് m2 minus 1 divided by 2 plus m2 is equal to 1. ഈ രണ്ട് കേസും നിങ്ങൾ എഴുതണം. കാരണം മോഡുലസിന്റെ അകത്ത് ഇറ്റ് ക്യാൻ ബി ഐദർ എ പോസിറ്റീവ് വാല്യൂ ഓർ എ നെഗറ്റീവ് വാല്യൂ. പോസിറ്റീവിലും നെഗറ്റീവിലും ഉള്ള കേസസ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get the value of m2. That's a question. Next one. Without using Pythagoras theorem, show that the points, 3 പോയിന്റ് തന്നിട്ടുണ്ട്, 4 4 3 5, ജസ്റ്റ് നമ്മൾ റാൻഡം ആയിട്ട് വരച്ചു. ഓക്കെ, 4 4, യെസ്, നിങ്ങൾ ആരും പേടിക്കേണ്ട, അത് ക്വസ്റ്റ്യൻ അല്ല, അത് ടീച്ചറിന്റെ പേരാണ്. യെസ്, 4 4 3 5 ആൻഡ് ഇങ്ങനെയല്ല കേട്ടോ, ശരിക്കും -1 ആ കോർഡിനേറ്റ് ഒക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾ ചെരിഞ്ഞൊക്കെ വരും. ഓക്കെ, ജസ്റ്റ് 3 പോയിന്റ്സ് ഉണ്ട്. പൈതഗോറസ് തിയറം യൂസ് ചെയ്യാതെ we have to prove that these are the vertices of a right angle triangle. So right angle triangle ന്റെ വേറെ ഐഡന്റിറ്റി എന്താ? പൈതഗോറസ് തിയറം a square plus altitude square is equal to hypotenuse square എന്നല്ലാതെ ഒരു റൈറ്റ് ട്രയാങ്കിളിന് സ്വന്തമായിട്ടുള്ള മറ്റൊരു ഐഡന്റിറ്റി എന്താ? The angle opposite to the hypotenuse is 90 degree. അല്ലെങ്കിൽ one of the angles is 90 degree. അതാണ് റൈറ്റ് ട്രയാങ്കിളിന്റെ ബേസിക് പ്രോപ്പർട്ടി. സോ പൈതഗോറസ് തിയറി യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഫൈൻ. രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന് പ്രൂവ് ചെയ്യാം. ഹൗ ക്യാൻ വി പ്രൂവ്? രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ which means the product of their slopes is -1. രണ്ട് ലൈൻസ് തമ്മിൽ, ഇത് നമ്മൾ ക്ലാസ് ചെയ്ത് കേട്ടോ, നിങ്ങൾ ഞെട്ടിയ പോലെ ഇരിക്കാതെ. യെസ്, രണ്ട് ലൈൻസ് തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ അതിനർത്ഥം എന്താ? If two lines are parallel then their slopes are equal, and if two lines are perpendicular then the product of their slopes is equal to -1, and vice versa. എന്താണ് vice versa? If the product of the two slopes of lines are -1 is -1, then the two lines are perpendicular to each other. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ രണ്ട് ലൈനിന്റെ സ്ലോപ്പ് എടുക്കുക. if you are given the coordinates of 2 points, രണ്ട് പോയിന്റ്സിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ m1 is equal to ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് എടുക്കുക, y2 minus y1 by x2 minus x1. ഇത് സോൾവ് ചെയ്തു, ഒരു ലൈൻ എടുത്തു, അടുത്ത സ്ലോപ്പ് എടുത്തു, അടുത്തത് ഇതുപോലെ രണ്ട് പോയിന്റ് വെച്ചിട്ട് y2 minus y1 by x2 minus x1 ചെയ്തു. അങ്ങനെ മൂന്നിന്റെ എടുക്കുമ്പോൾ ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് you will get as -1. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കാണിക്കണോ? എന്നുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലാക്കി സോൾവ് ചെയ്യണ്ടല്ലോ.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, തലയടി, ഫൈൻ. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എടുക്കുക. 2 പോയിന്റ്സ്, നമുക്ക് 2 പോയിന്റ് തന്നിട്ടുണ്ട്. സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പോൾ സ്ലോപ്പ് എടുക്കുക, 2 സ്ലോപ്പ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ if you get the product as 1, then you can say that the given triangle is a right angle triangle. Next question, ഇതാണ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്താ ക്വസ്റ്റ്യൻ? Find the slope of the line which makes an angle of 30 degree with the positive direction of the y-axis measured anti-clockwise. കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. Slope of the line which makes an angle of 30 degree ആയിക്കോട്ടെ. നമ്മളോട് പറഞ്ഞു എന്താ? ടീച്ചർ പറഞ്ഞു ഓക്കെ 30 ഡിഗ്രി ആംഗിൾ എന്നിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് m is equal to tan theta എന്ന് പറഞ്ഞു. m is equal to tan 30 എന്ന് എഴുതി കഴിഞ്ഞാൽ you will get the wrong answer. Why? Because the line is making an angle of 30 degree with the positive direction of what? Positive direction of y-axis. ഈ സെന്ററിൽ കൂടെ പാസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. Yes, the line is making an angle of 30 degree measured anti-clockwise. Anti-clockwise x-axis അല്ലെങ്കിൽ സോറി y-axis നിന്ന് anti-clockwise 30 degree ആണ് മെഷർ ചെയ്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴാ m is equal to tan theta എന്ന് പറഞ്ഞത്? when the angle is measured from the positive direction of x-axis, always we start from the origin. പണ്ട് തൊട്ടേ ആംഗിൾ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ട്. ആംഗിൾ എവിടെ നിന്ന് തുടങ്ങുന്നു? ഒരു ബേസ് ലൈൻ വരയ്ക്കുന്നു, അതിൽ കൊണ്ടുപോയി പ്രൊട്രാക്ടർ വെച്ചിട്ടാണ് നമ്മൾ എപ്പോഴും ആംഗിൾ മെഷർ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? So our baseline is always the x-axis. X-axis-ൽ നിന്ന് മാത്രമേ anti-clockwise direction മെഷർ ചെയ്യാവുള്ളൂ. Clockwise direction മെഷർ ചെയ്താൽ it is a negative angle. Anti-clockwise direction മെഷർ ചെയ്താൽ it is a positive angle. So tan theta എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ മുതൽ ഇവിടം വരെ it is 90 degree. So m is equal to tan of 90 plus 30. Tan of 90 plus 30, not tan 30, tan of 90 plus 30. 120. ഡയറക്റ്റ് ആയിട്ട് ടീച്ചർ എന്താ 120 എഴുതാഞ്ഞത്? Why? Because tan of 90 plus 30, tan 120 നമുക്കറിയില്ല. tan of 90 plus 30, ASTC and Paise rule. എത്ര ചാപ്റ്ററിലാണ് ASTC and Paise rule ആവശ്യം വരുന്നത്? So 90 plus 30 is second quadrant. Second quadrant-ൽ tan positive or negative? Tan is negative. Tan negative അല്ലേ? Yes. എന്നെ കൺഫ്യൂഷൻ ആക്കാതെ. Yes, ASTC. Tan is negative and then pi by 2. Pi by 2, 90 degrees pi by 2. So it's not a multiple of pi, it's a multiple of pi by 2. അതിനർത്ഥം സെയിം അല്ല. പൈ ആണെങ്കിൽ സെയിം, പൈ 2 പൈ 3 പൈ എക്സെട്ര ആണെങ്കിൽ സെയിം ആയിരിക്കും. അല്ലെങ്കിൽ പൈ ബൈ 2 മൾട്ടിപ്പിൾ ആണെങ്കിൽ കോഫങ്ഷൻ ആയിരിക്കും. സോ പൈ ആണെങ്കിൽ സെയിം പൈസ, അല്ലെങ്കിൽ കോഫങ്ഷൻ. കോഫങ്ഷൻ ഓഫ് ടാൻജന്റ്, ടാൻജന്റ് കോട്ട് ടാൻജന്റ്. കോഫങ്ഷൻ ഓഫ് ടാൻജന്റ് is cotangent, which is cot 30. So minus cot 30 ആണ്. What is minus cot 30? Minus tan 30 is 1 by root 3. So cot 30 will be minus root 3. This is the answer. Okay, done. Simple one. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. Next question. Find the equation of the line which makes intercepts -3 and 2 on the x and y axis respectively. So x intercept തന്നിട്ടുണ്ട്, y intercept തന്നിട്ടുണ്ട്. സന്തോഷം. x by a plus, first of all നിങ്ങൾ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ബേസിക് ഇക്വേഷൻ എഴുതണം. The equation of a line which makes an x-intercept of a and y-intercept of b. The equation of a line which makes an x-intercept of a and y-intercept of b is x by a plus y by b is equal to what? എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതിയിട്ട് here in the place of a we have -3, that is x-intercept. In the place of b, y-intercept we have 2 എന്ന് പറഞ്ഞിട്ട് മാത്രമേ ബാക്കി എഴുതാവുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ എഴുതുമെന്ന് എനിക്കറിയാം. യെസ്, ഓക്കെ. ഇനി എന്ത് ചെയ്യണം? ഇവിടെ വരെ എഴുതിയിട്ട് വെക്കരുത്. ബാക്കി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്ത് ചെയ്യുക? എൽസിഎം എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. x plus by plus c is equal to 0 എന്ന ഫോമിൽ എഴുതുക. This is the form of our standard equation. ഒരു ലൈനിന്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ you should always follow this rule, not rule exactly, this format. Okay, ax plus by plus c is equal to 0 എന്ന ഫോമിൽ എഴുതുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം ഓപ്പൺ ആക്കി ഇങ്ങനെ വേണം എഴുതി വെക്കാൻ. Okay, next question. The vertices of triangle PQRR, 3 vertices തന്നിട്ടുണ്ട്. Find the equation of the median through the vertex R. അപ്പോൾ എന്താണ്? ട്രയാങ്കിൾ PQR. P എവിടാ? 2 1ൽ P, 2 1ൽ P യും Q എവിടാ? -2 3ൽ. Yes, Q is here. -2 3ൽ Q ഉം and R is at 4 5. ഇച്ചിരി ദൂരെയാ R.
4 5 R. So this is our triangle. PQR is our triangle. Yes. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ചോദിച്ചതാ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ മീഡിയൻ ത്രൂ ദി വെർട്ടെക്സ് R. വെർട്ടെക്സ് R ഏതാ? വെർട്ടെക്സ് R ഇത് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച പ്രോബ്ലം വരച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇരുന്നത്. യെസ്, ദിസ് ഇസ് അവർ എക്സ് ആക്സിസ്, ദിസ് ഇസ് അവർ വൈ ആക്സിസ്. ഇനി ത്രൂ ദ വെർട്ടെക്സ് R, അപ്പോൾ PQR S എന്നൊരു പോയിന്റ് കൊടുക്കാം. S X, X0, Y0 എന്ന് പറഞ്ഞൊരു പോയിന്റ് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താ അതെന്തിനാ പോയിന്റ് കൊടുത്തത് ഇപ്പൊ പറഞ്ഞുതരാം. യെസ്, ഇക്വേഷൻ ഓഫ് ദ മീഡിയൻ ത്രൂ ദി വെർട്ടെക്സ് R. മീഡിയൻ എന്ന് പറഞ്ഞത് വെർട്ടെക്സ് R കൂടെ പോകുന്ന മീഡിയന്റെ ഇക്വേഷൻ ആണ്. ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആണല്ലോ. സോ മീഡിയന്റെ പ്രത്യേകത എന്താ? മീഡിയൻ എന്ന് പറഞ്ഞാൽ അത് ഇന്റർസെക്ട് ചെയ്ത ആ ലൈനിനെ രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് മിഡ് പോയിന്റ് ആയിരിക്കും. ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും ഈ മീഡിയൻ ഇന്റർസെക്ട് ചെയ്യുന്നത് ഈ ലൈനിന്റെ മിഡ് പോയിന്റിലായിരിക്കും. which means ഈ ലൈനിനെ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഫൈൻഡ് ദ മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? x1 + x2/2 y1 + y2/2. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞെന്താ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നടുക്കത്തെ കഷ്ണമാണ്. -2 ന്റെയും 2 ന്റെയും നടുക്കാരാ? നമ്പർ ലൈനിൽ -2 ന്റെയും 2 ന്റെ നടുക്ക് 0, 3 ന്റെയും 1 ന്റെയും നടുക്കാരാ? 1 ന്റെയും 3 യുടെ നടുക്ക് 2. ഡയറക്ട്ലി അങ്ങനെ നിങ്ങൾ ചെയ്യണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. ഫോർ എക്സാം യു ഷുഡ് യൂസ് ദി ഇക്വേഷൻ x1 + x2/2 and y1 + y2/2. നടുക്കുള്ളതാണ് മിഡ് പോയിന്റ്. സോ ഇതിന്റെ കോർഡിനേറ്റ്സ് കിട്ടി. എന്തിനാ ഇതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചത്? ഈ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മീഡിയന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി ഹാവ് ദ കോർഡിനേറ്റ്സ് ഓഫ് R which is 4 5. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിന്റെ മീഡിയൻ എന്ന് തന്നിട്ടുള്ള സ്ഥിതിക്ക് ഇതിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ 2 പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യൂസിങ് 2.4 you can write the equation for this line, the line RS. എഴുതത്തില്ലേ? ഇത് ക്ലാസ് ചെയ്ത 2.4 വെച്ചിട്ട് എന്താണ് y - y0, സോറി y0 അല്ല, y - y1 by x - x1 is equal to y2 - y1 by x2 - x1. Again y by x ഫോമിലാണ് കിടക്കുന്നത്. Substitute x1 y1 is equal to 0 2 and x2 y2 is equal to 4 5 and finally you have to write in the form of x plus by plus c is equal to 0. അങ്ങനെ മാത്രമേ ഒരു സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതി അണ്ടർലൈൻ ചെയ്യാവുള്ളൂ. എങ്ങനെയാ? x plus by plus c is equal to 0 ഫോമിൽ മാത്രമേ എഴുതി അണ്ടർലൈൻ ചെയ്യാവുള്ളൂ. Okay, next question. Distance of the point from the line. Direct question. പക്ഷേ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവരെല്ലാ ക്വസ്റ്റ്യനും സിമ്പിൾ ക്വസ്റ്റ്യൻ തരുന്നത്. പക്ഷേ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം ഡിസ്റ്റൻസ് ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്തു. d distance from a point to a line ax1 plus by1 plus c divided by root of a square plus b square എന്ന് പറഞ്ഞ് എഴുതി. എങ്ങനെ എഴുതിയേ? എപ്പോഴാണ് എഴുതിയത്? when the equation of the line is ax plus by plus c is equal to 0. സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ ഇതാണ്. ഈ ഫോമിലാണെങ്കിൽ മാത്രമാണ് എക്കും ബിക്കും കൊണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താ? 12 × x + 6 is equal to 5 × y - 2. സോ നമ്മൾ ആദ്യം അതിനെ കഴുകി വൃത്തിയാക്കി എടുക്കണം. എങ്ങനെ എടുക്കുന്നത്? 12 × x + 6 open the bracket 12x plus 12 × 6 12 × 5 60 72 72 is equal to 5y - 10. ഇനി എന്താ ചെയ്യണ്ടേ? 12x minus 5y plus 82 is equal to 0. എന്ത് ചെയ്തു? ax plus by plus c is equal to 0 ഫോമിലാക്കി. 5y അപ്പുറത്തോട്ട് കൊണ്ടുപോയി -10 അപ്പുറത്തോട്ട് കൊണ്ടുപോയി 72 plus 10 is equal to 82 എന്ന് കിട്ടി. ഇങ്ങനെ എഴുതിയിട്ട് മാത്രമേ എയുടെ സ്ഥാനത്ത് 12x plus by plus c is equal to 0 എന്നാണല്ലോ. a is equal to 12, b is equal to -5, c is equal to 82. പിന്നെ x1 ന്റെ സ്ഥാനത്ത് x1 y1 is equal to -1 1. ഇതാണ് ആ പോയിന്റിന്റെ കോർഡിനേറ്റ്സ്. x1 y1 is equal to -1 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നു, മോഡുലസ് എടുക്കുന്നു, you get the distance. പ്രത്യേകം ശ്രദ്ധിക്കുക, ax plus by plus c is equal to 0 എന്ന് പറഞ്ഞ ഫോമിൽ ആണെങ്കിൽ മാത്രം ആണ് ഈ കേസ്. മറക്കരുത്. സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് ഈ ചാപ്റ്റർ മാത്രമല്ല കോണിക് സെക്ഷനിൽ വരുന്ന ചാപ്റ്ററിലാണെങ്കിലും സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റിയിട്ട് മാത്രമേ നിങ്ങൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുള്ളൂ. അവിടെ കൊണ്ടുപോയി തെറ്റിക്കരുത്. ഓക്കെ. Okay, done? Yes. Next question. Consider the following diagram. Consider it. Okay. Find equation of a line passing through the midpoint of AB and perpendicular to AB. അപ്പോൾ ഒരു ലൈൻ AB തന്നിട്ടുണ്ട്, അതിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് 2 3 and 4 1 തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടേ? ലൈൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് AB. Let it be something like that. Okay. Passing through the midpoint and perpendicular to AB.
പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? പെർപെൻഡിക്കുലർ എന്ന് കണ്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ പ്രോഡക്റ്റ് ഓഫ് their slopes is equal to -1. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ലൈനിന്റെ ലെറ്റ് ബി സി ഡി, ഈ ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇത് മിഡ് പോയിന്റ് ആണ് എന്നറിയാം. മിഡ് പോയിന്റ് ഓഫ് എ ബി ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട് യു ഗെറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദിസ് പോയിന്റ്. ഈ പോയിന്റ് മിഡ് പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കിട്ടും മിഡ് പോയിന്റ് തിയറം വെച്ചിട്ട്. 2 4 ഇടയ്ക്ക് 3, 3 1 ഇടയ്ക്ക് 2. സോ 3 2 എന്ന് പറയുന്ന കോർഡിനേറ്റ് കിട്ടും. ആൻഡ് ഫസ്റ്റ് വണ്ണിന്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? m1 എങ്ങനെ കണ്ടുപിടിക്കാം? എ ബിയുടെ സ്ലോപ്പാ. എ ബിയുടെ സ്ലോപ്പ് m1 is equal to y2 minus y1 by x2 minus x1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതിന്റെ സ്ലോപ്പ് m1 m2 കിട്ടും. ആൻഡ് m1 m2 is equal to -1 എന്നുള്ള സംഭവത്തിൽ കൊണ്ട് എന്നുള്ള ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഗെറ്റ് ദ വാല്യൂ ഓഫ് m2. m2 ന്റെ വാല്യൂ കിട്ടും. ദാറ്റ്സ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ cd നമുക്ക് കിട്ടും. cd കിട്ടും. അപ്പോൾ കോർഡിനേറ്റും കിട്ടി, സ്ലോപ്പും കിട്ടി, പോയിന്റ് സ്ലോപ്പോ. ഓക്കെ, അപ്പം ഇതിനൊന്നും ഒരു ഡയറക്റ്റ് സൊല്യൂഷൻ അല്ല. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ, എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്തൊക്കെ തന്നിട്ടുണ്ടോ അത് വെച്ചിട്ട് നമ്മളോട് ചോദിച്ചതിലേക്ക് എങ്ങനെ എത്താം. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ അറിയാവുന്ന പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം, പിന്നെ ഇന്റർസെപ്റ്റ് ഫോം. ഇന്റർസെപ്റ്റ് ഫോം ആണ് പല ഫോം ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിന്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചാൽ മാത്രം നമുക്ക് ഡയറക്ട്ലി ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ തന്നിരിക്കുന്ന ലൈനിൽ നിന്നും സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് സ്ലോപ്പ് ഈസ് -1 ആണ്. സോ ഫസ്റ്റ് വണ്ണിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു, അത് യൂസ് ചെയ്ത് സെക്കൻഡ് വണ്ണിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചു, സി ഡിയുടെ ഒരു പോയിന്റ് കണ്ടുപിടിച്ചു. ദ പോയിന്റ് 32 lies on CD. സോ പോയിന്റ് കിട്ടി, സ്ലോപ്പും കിട്ടി. യൂസിംഗ് പോയിന്റ് സ്ലോപ്പ് ഫോം വി ക്യാൻ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ലൈൻ CD. ഓക്കെ, മുമ്പേ ചെയ്ത ക്വസ്റ്റൻ ആയിട്ട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതും ക്ലാസ് ചെയ്യിപ്പിച്ചാണ്, വിഷമിക്കേണ്ട. ഓക്കെ, the slope of a line through the point. Direct question. Slope m is equal to y2 minus y1 by x2 minus x1. First one. Then find the equation of the line passing through the point -3 5 and perpendicular to the line through the points 2 5 and -3 6. ഇപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ സിമിലർ ആയിട്ടുള്ളതാണ്. പെർപെൻഡിക്കുലറും ആണ്, പാസിംഗ് ത്രൂ ദ പോയിന്റ് തന്നിട്ടുണ്ട്. നമുക്ക് മിഡ് പോയിന്റ് പോലെ കണ്ടുപിടിക്കേണ്ട. സോ ലൈൻ 2 5നും -3 6നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ആൻഡ് പാസിംഗ് ത്രൂ -3 5 എന്ന് പറഞ്ഞൊരു പോയിന്റ് പാസ് ചെയ്യുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ, ഈ ലൈനിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. പോയിന്റ് ഉണ്ട്, m1 m2 is equal to -1 എന്ന കണ്ടീഷൻ വെച്ചിട്ട് we can find the slope of this line. Again point slope form. Similar question. Okay. Find the points on x-axis whose distances from the line is equal to 1 are 4 units. So point on x-axis, what is the speciality of a point on x-axis? x0 അല്ലെങ്കിൽ a0 ഇതായിരിക്കും x ആക്സിസിലുള്ള ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്. x coordinate is x, y coordinate is 0 because there is no height. Y coordinate is 0. So x ആക്സിസിലുള്ള പോയിന്റിന്റെ പ്രത്യേകത x0 ആയിരിക്കും. ഇനി ഡിസ്റ്റൻസ്, അപ്പൊ പോയിന്റ് ഉണ്ട്, x0 എന്ന് പറഞ്ഞ പോയിന്റും ഈ ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ ലൈൻ എന്താണ്? പോയിന്റ് ആൻഡ് എ ലൈൻ d is equal to magnitude of ax1 plus by1 plus c divided by root of a square plus b square. What do you have to note here? x by 3 plus y by 4 is equal to 1 എന്നാണ്. d യുടെ വാല്യൂ 4 തന്നിട്ടുണ്ട്. d യുടെ വാല്യൂ 4 തന്നിട്ടുണ്ട്. and x by 3 plus y by 4 is equal to 1 ആണ് നമ്മുടെ ഇക്വേഷൻ. എങ്ങനെ എഴുതണം? we have to write in standard form. Standard form എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവിഷൻ ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് എന്ത് വരും? 4x plus 3y minus 12 is equal to 0. ഇതായിരിക്കും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇവിടെയാണ് എക്സിന്റെ സ്ഥാനത്ത് എക്സും വൈയുടെ സ്ഥാനത്ത് 0യും, ബിക്കോസ് the y coordinate is 0. എക്സിന്റെ സ്ഥാനത്ത് എക്സും വൈയുടെ സ്ഥാനത്ത് 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d 4 യൂണിറ്റ്സ് തന്നിട്ടുണ്ട് and you get the value of x. Okay, clear? എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ആക്സിസിലെ പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ x0 ആയിരിക്കും. എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ആണെങ്കിൽ ഇറ്റ്സ് കോർഡിനേറ്റ് ഈസ് x0. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ ഡിസ്റ്റൻസ് ഫോമിൽ വെച്ചിട്ട് ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ആൻഡ് എ ലൈൻ, ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. പോയിന്റ് ആണ് x0 എന്ന് പറഞ്ഞ കോർഡിനേറ്റ്. സോ ഡിസ്റ്റൻസ് 4 യൂണിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡൺ. ഓക്കെ, those are the main topics from the chapter straight lines. So next chapter is conic sections. Conic sections laga 4 conics. First, sir. Yes, first one is circle. Circle ന്റെ പ്രത്യേകത എന്താ?
center HK and a point P having coordinates x, y ആണെങ്കിൽ and radius r, yes, radius r ആണെങ്കിൽ the equation of the circle is x minus h the whole square plus y minus k the whole square is equal to r square എന്നായിരിക്കും ഇക്വേഷൻ, സർക്കിളിന്റെ ഇക്വേഷൻ. Then we learned about parabola. പരാബോളയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്? Set of all points in a plane that are equidistant from a fixed line and a fixed point. പരാബോളയുടെ പ്രത്യേകത എന്താ? Equidistant from a fixed point called focus and fixed line called directrix or directrix. അപ്പോൾ അതാണ് പരാബോള. പരാബോളയ്ക്ക് എന്തൊക്കെയുണ്ട്? ഡയറക്ട്രിക്സ് ഉണ്ട്, ഫോക്കസ് ഉണ്ട്, ആക്സിസ് ഉണ്ട്, വെർട്ടെക്സ് ഉണ്ട്. പരാബോള ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ്. നോട്ട് ജസ്റ്റ് പരാബോള, എലിപ്സ് ആണെങ്കിലും ഹൈപ്പർബോള ആണെങ്കിലും എല്ലാവരും എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് അല്ല, എക്സ് ഓർ വൈ ആക്സിസ്, ഓക്കെ, ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഇനി ഫോർ ഫോം സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് പരാബോള. y square is equal to 4x minus 4x, x square is equal to 4ay minus 4ay. പ്രത്യേകത എന്താ? y square is equal to 4ax ആണെങ്കിൽ നോക്കിക്കേ, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് x is equal to minus a ആയിരിക്കും. ഞാൻ പറഞ്ഞു ഫോക്കസ് എവിടെ വരും? മറ്റേ വായിക്കാത്ത പല്ല് പോലെ എപ്പോഴും പരാബോള എങ്ങോട്ടാണോ അതിന്റെ അകത്തായിരിക്കും ഫോക്കസ് ഇരിക്കുന്നത്. സോ എക്സ് കോർഡിനേറ്റ് ആണെങ്കിൽ a0, y കോർഡിനേറ്റ് ആണെങ്കിൽ 0a വരും. സോറി, എക്സ് ആക്സിസിൽ ആണെങ്കിൽ a0, y ആക്സിസിൽ ആണെങ്കിൽ 0a എന്ന് വരും. പിന്നെ രണ്ടാമത്തെ കാര്യം, പരാബോള എവിടെയാണോ അതിന്റെ തൊട്ട് പുറകിലായിരിക്കും ഡയറക്ട്രിക്സ്. പരാബോള എവിടെ ഇരിക്കുന്നു അതിന്റെ തൊട്ട് പുറകിൽ ഡയറക്ട്രിക്സ് ഇരിക്കും. ആൻഡ് ഇക്വേഷൻ ഓൾസോ ഹാസ് സം സിമിലാരിറ്റീസ്. എന്താണ്? നോട്ട് സിമിലാരിറ്റീസ്. ഓക്കെ, പരാബോളയുടെ ഇക്വേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ നെഗറ്റീവ് ആയിരിക്കും. പരാബോള വൈയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഡയറക്ട്രിക്സ് എക്സിൽ സ്റ്റാർട്ട് ചെയ്യും. പരാബോള പോസിറ്റീവ് 4x ആണെങ്കിൽ ഡയറക്ട്രിക്സ് വിൽ ബി മൈനസ് a. ഓക്കെ, ഇതാണ് വ്യത്യാസം. പരാബോളയുടെ എന്താണോ പരാബോളയുടെ ഇക്വേഷൻ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ട്രിക്സിനുള്ളത്. പരാബോളയുടെ ഇക്വേഷൻ പോസിറ്റീവ് ആണെങ്കിൽ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ നെഗറ്റീവ്. പരാബോളയുടെ ഇക്വേഷൻ വൈയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എക്സിൽ സ്റ്റാർട്ട് ചെയ്യും. ഇതൊക്കെയാണ് നിങ്ങൾക്ക് മാറിപ്പോകാതിരിക്കാനുള്ള ഹിന്റ്സ്. ഓക്കെ, സെക്കൻഡ് കേസ് y square is equal to minus 4x. minus 4x ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ഡയറക്ട്രിക്സ് ഇക്വേഷൻ x is equal to plus a എന്നായിരിക്കും. ആൻഡ് ഫോക്കസ് തിരിഞ്ഞു വന്നു minus a0. പിന്നെ മൂന്നാമത്തെ കേസ് x square is equal to 4ay. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്രിക്സ് y is equal to minus a. ആൻഡ് ഫോർത്ത് വൺ x square minus 4ay ആണെങ്കിൽ ഡയറക്ട്രിക്സ് y is equal to 4a. ഇതാണ് 4 കേസ്. ലാറ്റിസ് റെക്ടം. യെസ്, ലാറ്റിസ് റെക്ടം എന്ന് പറയുന്നതാണ് ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന പരാബോളയിൽ n പോയിന്റ്സ് ഉള്ള സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെന്റ് ആണ് ലാറ്റിസ് റെക്ടം. The lattice rectum of a parabola is equal to 4a. പരാബോളയ്ക്ക് മാത്രമേ 4a ഉള്ളൂ. എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം is 2b square by a. ഇവിടെ b ഇല്ല. നോക്കിക്കേ, പരാബോളയ്ക്ക് b എന്ന് പറഞ്ഞ മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, ട്രാൻസ്വേഴ്സ് ആക്സിസ്, കോൺജുഗേറ്റ് ആക്സിസ് ഇങ്ങനെ ഒരു കോൺസെപ്റ്റും ഇല്ല. So the length of lattice rectum is 4a. But എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും എന്തുണ്ട്? മേജർ ആക്സിസ്, മൈനർ ആക്സിസ്, എയും ബിയും സിയും വരെ ഉണ്ട്. സോ ഹിയർ ദ ഫോക്കസിന്റെ കോർഡിനേറ്റ് ആണ് a0 അല്ലെങ്കിൽ 0a എന്ന് പറയുന്നത്. സോ length of distance from the center to the focus ആണ് a എന്ന് പറയുന്നത്. and the length of lattice rectum is equal to 4a. അങ്ങനെയാണെങ്കിൽ എലിപ്സിന്റെ പ്രത്യേകത എന്തായിരിക്കും? set of all points in a plane sum of whose distances from two fixed points is a constant. so sum of two fixed points, foci ഉണ്ട് f1 and f2. sum of distances from two fixed points. അപ്പോൾ സർക്കിളിന്റെ പ്രത്യേകത എന്താണ്? ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നും കോൺസ്റ്റന്റ് ഡിസ്റ്റൻസിലോട്ടുള്ള ഒരു പോയിന്റ്, ലൈക്ക് ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ലോക്കസ് ആയിരിക്കും എന്ത്? സർക്കിൾ എന്ന് പറയുന്നത്. ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നും ഫിക്സ്ഡ് ഡിസ്റ്റൻസ് എടുത്ത് പോയിന്റ്സ് എല്ലാം കൂടെ പ്ലോട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് എ സർക്കിൾ. എലിപ്സ് ആണെങ്കിൽ, സോറി, പരാബോള ആണെങ്കിൽ ഫിക്സ്ഡ് പോയിന്റും ഫിക്സ്ഡ് ലൈനും തമ്മിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കും. എലിപ്സ് ആണെങ്കിൽ രണ്ട് ഫിക്സ്ഡ് പോയിന്റ്സ് തമ്മിലുള്ള സം, നോട്ട് ഫിക്സ്ഡ് പോയിന്റ്സിൽ നിന്നുള്ള സം ഈക്വൽ ആയിരിക്കും. ഹൈപ്പർബോള ആണെങ്കിൽ രണ്ട് ഫിക്സ്ഡ് പോയിന്റ്സിൽ നിന്നുള്ള ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും. ഇത് ഇത്രയും പറയാൻ കാരണം സർക്കിളിന് മാത്രം ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം കൂടിയാണ്. സോ എലിപ്സ്, ഇതാണ് എലിപ്സ്. എലിപ്സിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. ടെർമിനോളജീസ് എന്തൊക്കെയാണ്? മേജർ ആക്സിസ്. സോ വെർട്ടെക്സ് എവിടെയാണ്? ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് വെർട്ടെക്സ്. സോ വെർട്ടിസസ് ഉണ്ട് എ ആൻഡ് ബി. മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? മേജർ ആക്സിസ് എന്ന് പറയുന്നത് the longest one is the major axis and the shortest one is the minor axis. Second thing, major axis എല്ലാണ് എല്ലാ മേജർ ആക്സിസിലാണ്. ഫോക്കായി,
വെർട്ടെക്സ്, സെന്റർ എല്ലാം മേജർ ആക്സിസിലാണ്. മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം മാത്രമേ ഉള്ളൂ. ഭരണപക്ഷമാണ് നമ്മുടെ മേജർ ആണ് നമ്മുടെ ഭരണപക്ഷം. ഫുൾ എല്ലാ കാര്യങ്ങളും മേജറിന്റെ കൂടെയാണ്. ഫോക്കൈ, വെർട്ടെക്സ്, സെന്റർ എവറിത്തിങ് ഇസ് ഓൺ ദ മേജർ ആക്സിസ്. ബട്ട് മൈനർ ആക്സിസിന്റെ ആകെയുള്ള ഒരു കാര്യം എന്താ? ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ മേജർ ആക്സിസ്. മേജർ ആക്സിസിനോട് എതിർത്ത് നിൽക്കുന്ന ഒരാൾ എന്ന റോൾ മാത്രമേ മൈനർ ആക്സിസിന് ഉള്ളൂ. ഇൻ ദ കേസ് ഓഫ് എൻ എലിപ്സ് ഒരിക്കലും ഫോക്കായി ഒരു സാധനം കൊണ്ട് മൈനർ ആക്സിസിൽ വെക്കരുത്. എല്ലാം മേജർ ആക്സിസിലാണ്. ഓക്കെ, so midpoint of line segment joining the foci is called the center of the ellipse. Line segment through foci major axis ഏതാണ്, minor axis ഏതാണെന്ന് അറിയാം. Major axis is represented by 2a. okay, center ൽ നിന്ന് vertex വരെ ഉള്ളത് a, so 2a, length of major axis is 2a. minor axis ഏതായിരിക്കും? perpendicular to the major axis, so 2b വരും ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. see, center ൽ നിന്നുള്ള ലെങ്ത് 2b and foci, distance between the foci is 2c. length of major axis 2a, length of minor axis 2b, distance between the two foci is 2c and length of semi major axis is semi minor axis b. അത് ഇമ്പോർട്ടന്റ് അല്ല. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെമി മേജർ സെമി മൈനർ ഇതും മാറിപ്പോകരുത്. എലിപ്സ് കഴിഞ്ഞ് ഹൈപ്പർബോളയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊന്നും മാറിപ്പോകരുത്. സോ എന്താണ് a square is equal to b square plus c square. നമുക്കറിയാം എലിപ്സിന്റെ ഔട്ടർ മോസ്റ്റ് വെർട്ടെക്സ് ഇരിക്കുന്നത് രണ്ട് എൻഡിലാണ്. മേജർ ആക്സിസിന്റെ എൻഡിലാണ് വെർട്ടെക്സ് ഇരിക്കുന്നത്. സോ ദാറ്റ് ഇസ് എ ലോങ്സ്റ്റ് സൈഡ്. അതിന്റെ അകത്താണ് ഫോക്കൈ വരുന്നത്. സോ എ സ്ക്വയർ ഇസ് ഇക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് ആയിരിക്കും. സോ പരാബോളയ്ക്ക് മാത്രമേ നമ്മൾ ഫോക്കസിനെ എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. എലിപ്സിനും ഹൈപ്പർബോളയ്ക്കും ഫോക്കസ് ഇസ് ഡിനോട്ടഡ് യൂസിംഗ് ദ ലെറ്റർ സി. ഓക്കെ, യെസ്. ഓക്കെ, ആൻഡ് എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു സി ബൈ എ. ഇത് ഈ ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇതില് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഇല്ല, ലൈവ് ആണ് മിസ്റ്റർ കിരൺ. ഓക്കെ, ഈസ് ഈക്വൽ ടു സി ബൈ എ. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. സി ബൈ എ. സി എന്താണ്? ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ഫോക്കൈ. ആൻഡ് എ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു വൺ ഓഫ് ദ വെർട്ടീസസ്. അത് തന്നെയാണ് മേജർ ആക്സിസിന്റെ ഹാഫ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. എലിപ്സ് ആണെങ്കിലും ഹൈപ്പർബോള ആണെങ്കിലും എന്താണെങ്കിലും എക്സെൻട്രിസിറ്റി ഈസ് ഈക്വൽ ടു സി ബൈ എ ആണ്. സോ ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ഇക്വേഷൻ തന്നിട്ട്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ തന്നിട്ട് ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് ആൻഡ് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. So you can use the equation directly. So ellipse ആണെങ്കിൽ a square is equal to b square plus c square. ഇനി സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് x square by a square plus y square by b square is equal to 1. എപ്പോൾ? when the major axis is along the x axis. major axis x axis ആണെങ്കിൽ a നോക്കിക്കേ, a c എല്ലാവരും ഇരിക്കുന്നത് മേജർ ആക്സിസിലാണ്. മൈനർ ആക്സിസിൽ ആകെയുള്ളത് എന്താ? മൈനർ ആക്സിസിന്റെ കോർഡിനേറ്റ്സ് മാത്രമേ ഉള്ളൂ. സോ x square by a square plus y square by b square is equal to 1. and the other one is x square by b square plus y square by a square is equal to 1. so ellipsന്റെ കാര്യത്തിൽ എല്ലാം സം ആണ്, പ്ലസ് ആണ് അല്ലെ? എലിപ്സിന്റെ ബേസിക് ഡെഫിനിഷൻ എന്താ? രണ്ട് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ സം ഈക്വൽ ആണെന്നാണ്. സോ ഫുൾ സം പ്ലസ് മാത്രമേ എലിപ്സിന്റെ കേസിലുള്ളൂ. ഹൈപ്പർബോളയുടെ കേസിലാണ് എന്ത് വരുന്നത്? മൈനസ് വരുന്നത്. ഓക്കെ, എലിപ്സിന്റെ കേസിൽ ഫുൾ പ്ലസും ഹൈപ്പർബോളയുടെ കേസിലെ മൈനസ് വരുന്നുള്ളൂ. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിക്കുമ്പോൾ രണ്ട് കേസ് പഠിച്ചാലും എന്താ? മേജർ ആക്സിസ് അല്ലെങ്കിൽ എക്സ് ആക്സിസ് ആണെങ്കിലും മേജർ ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ് ആണെങ്കിലും രണ്ടും പ്ലസ് ആണ്. വ്യത്യാസം വരുന്ന അവിടെ എയും ബിയും ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. കോൺസ്റ്റന്റ്സ് ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. സോ മേജർ ആക്സിസ് അലോങ് ദ വൈ ആക്സിസ് ആയി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ. എന്താണ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ? എക്സ് ആക്സിസിൽ ഏതാണോ ഉള്ളത് അതിന്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ ഇവിടെ ബി നോക്കിക്കേ, ഇവിടെ എക്സ് ആക്സിസിൽ എ ആയിരുന്നുള്ളത്. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ഇവിടെ എക്സ് ആക്സിസിൽ ബി ആണുള്ളത്. സോ എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇനി ലാറ്റസ് റെക്ടം, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഇസ് ഈക്വൽ ടു 2b സ്ക്വയർ ബൈ a. ലാറ്റസ് റെക്ടത്തിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഇസ് പാസിംഗ് ത്രൂ ദ ഫോക്കൈ. രണ്ടെണ്ണം ഉണ്ട്, പാസിംഗ് ത്രൂ ദ ഫോക്കൈ ആൻഡ് ഹൂസ് എൻഡ് പോയിന്റ്സ് ലൈ ഓൺ ദി എലിപ്സ്. ഹൈപ്പർബോള വന്നപ്പോൾ പേരൊക്കെ ചെറുതായിട്ട് മാറി. മേജർ ആക്സിസിന് പകരം ട്രാൻസ്വേഴ്സ് ആക്സിസും മൈനർ ആക്സിസിന് പകരം കോൺജുഗേറ്റ് ആക്സിസും എന്ന കോൺസെപ്റ്റ് ആയി. ആൻഡ് ഹൈപ്പർബോള is a set of all points in a plane, the difference of whose distances from two fixed points in the plane is a constant. അതായത് എലിപ്സ് ആണെങ്കിൽ രണ്ട് പോയിന്റിന്റെ ഡിസ്റ്റൻസ് തമ്മിലുള്ള രണ്ട് പോയിന്റിൽ നിന്നുമുള്ള ഡിസ്റ്റൻസിന്റെ സം ഈക്വൽ ആണെങ്കിൽ ഇറ്റ്സ് an ellipse, ഡിഫറൻസ് ഈക്വൽ ആണെങ്കിൽ ഇറ്റ്സ് എ ഹൈപ്പർബോള. ആൻഡ് ഒരു പോയിന്റും ഒരു സ്ട്രെയിറ്റ് ലൈനും തമ്മിലുള്ള അവരിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ ഇറ്റ്സ് എ പരാബോള. ആൻഡ് വെറുതെ ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇറ്റ്സ് എ സർക്കിൾ. ഇത് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ പഠിച്ചതാണ്. അങ്ങനെ ചോദിക്കാറുണ്ട് പ്രോബ്ലംസ്. ഓക്കെ,
സോ എന്താണ് പ്രത്യേകത? സെന്റർ ഉണ്ട്, വെർട്ടെക്സ് ആസ് യൂഷ്വൽ. ഹൈപ്പർബോള ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് വെർട്ടെക്സ്. സോ നമുക്കറിയാം ഹൈപ്പർബോള അകത്തോട്ട് ഒതുങ്ങിയാണ്ടിരിക്കുന്നത്. സോ എ വിൽ ബി സ്മോളർ. എ സ്മോളർ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും പ്രത്യേകത? എ ഇസ് ദ ലെങ്ത് ഓഫ് 2a is the length of transverse axis, 2b is the length of conjugate axis, and 2c is the distance between the foci. Okay, distance between two foci 2c, distance between two vertices, അല്ലെങ്കിൽ length of transverse axis എന്ന് പറയുന്നത് 2a. The thing, relationship between a, b and c, ഇതാണ് തിരിഞ്ഞു പോകുന്നത്. c square is equal to a square plus b square. In the case of ellipse, a square is equal to b square plus c square. കാരണം എന്താ? അവിടെ a square ആണ് ഏറ്റവും വലുത്. നമ്മൾ എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പഠിക്കുമ്പോൾ എങ്ങനെയാ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്നാണ് പഠിക്കുന്നത്. ഹൈപ്പോട്ടന്യൂസിൽ ഏറ്റവും വലിയ സൈഡ്, സോ ലോങ്ങസ്റ്റ് സൈഡിന്റെ സ്ക്വയർ ആണ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ സ്ക്വയർസ് ഓഫ് ഷോർട്ടസ്റ്റ് സൈഡ്സ്. ഇവിടെയും അത് തന്നെ ഓർത്താൽ മതി. എലിപ്സിന്റെ ഏറ്റവും വലുത് മേജർ ആക്സിസിന്റെ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇക്വേഷൻ അങ്ങോട്ടും കൊണ്ട് മാറിപ്പോത്തില്ല. എലിപ്സിലെ ഏറ്റവും വലുത് എ ആ അല്ലെ? ഇനി അറ്റത്തായിരിക്കുന്നത്. വെർട്ടിസസ് രണ്ടും എലിപ്സിന്റെ അറ്റത്താണ് വെർട്ടിസസ് ഇരിക്കുന്നത്. മൈനസ് എ സീറോയും ഇരിക്കുന്നത്. സോ ഇതിന്റെ അകത്താണ് ഫോക്കൈ വരുന്നത്. ആരൊക്കെയാ ഫോക്കൈ വരുന്നത്? ഇതിന്റെ അകത്താ. മറ്റേ മൈനർ ആക്സിസ് ഇവിടെയൊക്കെ ആയിട്ട് വരും. പക്ഷേ ഹൈപ്പർബോള വരുമ്പോ എന്താ സംഭവിക്കുക? ഹൈപ്പർബോള വരുമ്പോ ഫോക്കൈ ആയിരിക്കും പുറത്ത് കിടക്കുന്നത് അല്ലേ? ഫോക്കൈ പുറത്ത് കിടപ്പുണ്ട്. പക്ഷെ എന്ത് പറ്റി? എ അകത്തായിപ്പോയി, ചെറുതായിപ്പോയി. മൈനസ് എ സീറോയും എ സീറോയും. ഓക്കെ, മൈനസ് എ സീറോ എ സീറോ. സോ ഇതിൽ എ ചെറുതാണ്. ദ ലോങ്ങസ്റ്റ് സൈഡ് c square is equal to a square plus b square ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ the longest distance is a, so a square is equal to b square plus c square. ഇല്ല, ഇതാണ് കൺഫ്യൂഷൻ ഒഴിവാക്കാനുള്ള മാർഗം. നിങ്ങൾക്ക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ലോങ്ങസ്റ്റ് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു സം ഓഫ് ദ സ്ക്വയർസ് ഓഫ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. സോ എലിപ്സിൽ എ ആയിരിക്കും പുറത്ത്, സോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഹൈപ്പർബോള ആണെങ്കിൽ സി ആയിരിക്കും പുറത്ത്, സി ആയിരിക്കും ദ ലോങ്ങസ്റ്റ് വൺ. സോ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വരും. യു നോ വാട്ട് ഈസ് എ, യു നോ വാട്ട് ഈസ് ബി, യു നോ വാട്ട് ഈസ് സി in the case of ellipse and hyperbola. Eccentricity as usual, E is equal to c divided by a എന്നാണ് എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ. Then standard equation നോക്കിക്കേ, ഇവിടെ x square by a square minus y square by b square is equal to 1. ഹൈപ്പർബോള വരുമ്പോഴാണ് the difference of 2 points, the difference of distances from 2 points എന്നതാണ് നമ്മുടെ ഹൈപ്പർബോളയുടെ ബേസിക് ഡെഫിനിഷൻ തന്നെ. So difference is equal to 1, x square by a square. x ആക്സിസിൽ a ആണെങ്കിൽ x square by a square, then y square by b square. y ആക്സിസിൽ b ആണെങ്കിൽ y square by b square is equal to 1. ഇനി തിരിച്ച് the transverse axis is along the y axis ആണെങ്കിൽ എന്ത് സംഭവിക്കും? എയും ബിയും അല്ല ഇന്റർചേഞ്ച് ചെയ്യുന്നത്. ആരാ? എക്സും വൈയും ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. y square by a square, again y എവിടാണോ അതിന്റെ കൂടെ a. so y square by a square minus x square by b square is equal to 1. എലിപ്സിനാണെങ്കിൽ എയും ബിയും ഇന്റർചേഞ്ച് ചെയ്യും. മേജർ ആക്സിസ് along മേജർ ആക്സിസ് along x ആക്സിസ്, മേജർ ആക്സിസ് along y ആക്സിസ് ആകുമ്പോൾ വ്യത്യാസം എന്താ? x square by a square plus y square by b square is equal to 1 ഉം രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? x square by b square plus y square by a square. സോ അവിടെ കോൺസ്റ്റന്റ്സ് ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്, ഇവിടെ എക്സും വൈയും ആണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത്. That's the difference for hyperbola. Again, the length of lattice rectum is same as that of ellipse, which is 2b square divided by a, where b is the distance or the semi-distance of the conjugate axis and a is the semi-distance of the transverse axis. So ഇത് നമ്മൾ അന്ന് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ എഴുതിയതാണ്. പരാബോള സർക്കിളിന്റെ ഇക്വേഷൻ x minus h the whole square plus y minus k the whole square is equal to r square ആണ്. സർക്കിളിന്റെ ഇക്വേഷൻസ് are ലോഗോ ജസ്റ്റ് ഒന്ന് പറയും ലോഗോ എന്നെ യെസ് രണ്ടും കളഞ്ഞു. യെസ് x minus h the whole square plus y minus k the whole square is equal to r square. ഓക്കെ, ലൈവ് ആയതുകൊണ്ട് കുഴപ്പമില്ല കളയണ്ട. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ക്ലാസ് ടൈമിൽ നമ്മൾ എഴുതിയെടുത്താണ്. സോ നിങ്ങൾ ആരും പേടിക്കേണ്ട. ഒരുമിച്ച് ഇത്ര നേരം നമ്മൾ കണ്ട കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് എഴുതാണ്. സോ ദിസ് ഇസ് ദ കേസ് ഓഫ് പരാബോള. പരാബോളയുടെ 4 കേസസ് ആകുമ്പോൾ ലാറ്റിസ് റെക്ടം സെയിം 4a, ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ അങ്ങനെ വരുന്നു, സിമെട്രിക് അബൌട്ട് വിച്ച് ആക്സിസ്, ഏതൊക്കെ ക്വാഡ്രന്റിൽ ലൈ ചെയ്യുന്നു അത് നിങ്ങൾക്ക് പരാബോള വരയ്ക്കുമ്പോൾ അറിയാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ y square is equal to 4x ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിലും ഫസ്റ്റിലും ഫോർത്തിലും ആയിരിക്കും. ക്വാഡ്രന്റ് ഒക്കെ അറിയാലോ, അത് ചോദിക്കാറില്ല അങ്ങനെ. സോ പേടിക്കണ്ട. ഇപ്പൊ നമ്മൾ കണ്ട പോയിന്റ്സ് ജസ്റ്റ് ടേബിൾ ഫോമിലാക്കി എഴുതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എലിപ്സിന്റെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ക്ലാസ് വെച്ചപ്പോൾ 4k along x axis 4k along y axis ആ ഇക്വേഷനുള്ള വ്യത്യാസം, ടേബിൾ കമ്പാരിസൺ എല്ലാം നമ്മുടെ ക്ലാസ് ടൈമിൽ ഈ ടേബിൾ വരച്ചിട്ടുള്ളതാണ്. സിമിലർലി ഫോർ ദ കേസ് ഓഫ് ഹൈപ്പർബോളയ്ക്കും
ഫോക്കൈ ഓൺ എക്സ് ആക്സിസ് ആൻഡ് ഫോക്കൈ ഓൺ വൈ ആക്സിസ്. രണ്ട് കേസസ് ആണെങ്കിൽ ഇക്വേഷൻ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ട്രാൻസ്വേഴ്സ് ആക്സിസ് ടു എ, കോൺജുഗേറ്റ് ആക്സിസ് ടു ബി, വെർട്ടിസസ് എങ്ങനെ വരും? എക്സ് ആക്സിസിലാണെങ്കിൽ a0, വൈ ആക്സിസിലാണെങ്കിൽ 0a. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം 2b സ്ക്വയർ ബൈ a, ഫോക്കൽ ഡിസ്റ്റൻസ് ഈസ് 2c. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. So let's move on to the problem. Consider the circle C with the equation x square plus y square minus 4x plus 6y minus 12 is equal to 0. ഒരു കടാർക്കടിയുടെ ഇക്വേഷൻ ആണ്. Find the center and radius of the circle C. So സർക്കിളിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട് x square plus y square minus 4x plus 6y minus 12 is equal to 0. നമ്മൾ പഠിച്ചിങ്ങനെയൊന്നുമല്ല, നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? x minus h the whole square plus y minus k the whole square is equal to r square. ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ. കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ എങ്ങനെയാ കംപ്ലീറ്റ് ചെയ്യുന്നത്? എക്സ് ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുക. എക്സ് സ്ക്വയർ, ഈ തന്ന ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6y is equal to 12. കോൺസ്റ്റന്റ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. ഇനി എന്താ ചെയ്യണ്ടേ? കംപ്ലീറ്റ് ദ സ്ക്വയർ മെത്തേഡ്. എന്ത് വരും? എക്സ് മൈനസ് ഇസ് ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലാക്കാൻ എക്സ് സ്ക്വയർ മൈനസ് 2ab 2ax പ്ലസ് ബി സ്ക്വയർ എന്ന സംഭവമാണ് വേണ്ടത്. ഇവിടെ 2ab സ്ഥാനത്ത് 2ab അല്ലെങ്കിൽ 2bx വേണ്ട, 2ab സ്ഥാനത്ത് എന്തുണ്ട്? 4x ഉണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 2ab അല്ലെങ്കിൽ എ സ്ക്വയർ മൈനസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണെങ്കിൽ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. സോ എയുടെ സ്ഥാനത്ത് എക്സ് ആണ് അല്ലേ? എയുടെ സ്ഥാനത്ത് എക്സ് ആണ്. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ മൈനസ് സംതിങ്. സോ എയുടെ സ്ഥാനത്ത് എക്സ് ആണ്. സോ 2xb is equal to 4x. x ക്യാൻസൽ ആയി. പിന്നെ എന്ത് കിട്ടി? വിച്ച് ഇംപ്ലൈസ് b is equal to 4 എന്ന് കിട്ടി. b equal to 4 no, b equal to 2 എന്ന് കിട്ടി. 4 divided by 2 which is equal to 2 എന്ന് കിട്ടി. b യുടെ വാല്യൂ 2 കിട്ടി കഴിഞ്ഞാൽ you have to complete the square. എങ്ങനെയാ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നേ? x സ്ക്വയർ മൈനസ് 4x ഉണ്ട് പ്ലസ് b സ്ക്വയർ. b സ്ക്വയർ is 4. 2 സ്ക്വയർ is 4. അതുപോലെ തന്നെ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്താ ചെയ്യണ്ടേ? 12ന്റെ കൂടെ 4 ആഡ് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്തൊക്കെ ആഡ് ചെയ്യുന്നുണ്ടോ അതെല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്തിരിക്കണം ഫോർ ബാലൻസിങ് ദ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ കേസ് y സ്ക്വയർ പ്ലസ് 6y പ്ലസ് സംതിങ് വേണം. എന്താണ്? 2ab യുടെ സ്ഥാനത്ത് യു ഹാവ് 6y. സോ എയുടെ സ്ഥാനത്ത് y. സോ എന്ത് വരും? 2yb is equal to 6y. yയും yയും ക്യാൻസൽ ആവും. 2b is equal to 6 and b is equal to 3. b 3 ആണെങ്കിൽ b square is equal to 9. So y square plus 6y plus 9. അപ്പോൾ ഇവിടെയും 9 കൊണ്ട് ആഡ് ചെയ്തു. നമ്മൾ ചെയ്ത ഓൾറെഡി ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലം കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ്. സോ ആഡ് ചെയ്തു. ഇനി a minus b whole square ഫോമിൽ എഴുതുക. a plus b whole square ഫോമിൽ എഴുതുക. കോൺസ്റ്റന്റ് is I think yes it is 25. so 5 square എന്ന് വരും. അപ്പോൾ എന്ത് വരും? x minus 2 x minus 2 whole square plus y plus 3 whole square is equal to 25 which is 5 square എന്ന് വരും. ഇതായിരിക്കും നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പോൾ ആ ഇക്വേഷൻ കിട്ടി. x minus 2 whole square plus y plus 3 whole square is equal to 5 square is the equation of the circle. ഇനി സെന്ററും റേഡിയസും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സെന്റർ ഈസ് 2 minus 3 y minus 3 x minus h the whole square plus y minus k the whole square is equal to r square എന്നാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. സോ ഇവിടെ y minus 3 whole square y minus k the whole square ആണെങ്കിൽ y plus 3 will be y minus 3 the whole square. സോ അതുകൊണ്ടാണ് k എന്ന് പറയുന്നത് -3ഉം h എന്ന് പറയുന്നത് 2ഉം x minus h the whole square. ഇനി r ന്റെ സ്ഥാനത്ത് r is equal to 5, r square is equal to 5 square, so r is equal to 5. Center and radius കിട്ടി. Now what's the second part of the question? Find the equation of another circle which is concentric with the circle C and double the radius of C. So എന്താ പറഞ്ഞിരിക്കുന്നത്? Equation of another circle. Fine. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം which is concentric with the circle C. What do you mean by concentric? Yes. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. 2 minus 3 അല്ലായിരുന്നോ? 2 minus 3 and 5. Okay. So
ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ കോൺസെൻട്രിക് സെയിം സെന്റർ, they have the same center. Okay, concentric circle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yes, വേറൊരു സർക്കിൾ ഉണ്ട്, but the two circles have a common center, they share a common center. അതാണ് കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് ഒരു സർക്കിൾ ഉണ്ട്, നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ is x minus 2 the whole square plus y plus 3 the whole square is equal to 5 square എന്ന് പറഞ്ഞ് നമുക്കൊരു സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ട്. They are asking for the equation of another circle which is concentric with the circle C. So this is a circle C and double the radius of C. അതായത് സെയിം സെന്റർ ആണ്, റേഡിയസ് മാത്രം ഡബിൾ ആയി. What is the radius of our first circle? R is equal to 5i. So for the second circle the radius R is equal to 10i. This is the only difference. 2 into 5 which is 10, double the radius. They have the same center, they have different radius. So the what do you mean by center? Like the coordinates of the center is hk, which is 2 minus 3. So equation എങ്ങനെ വരും? x minus 2 the whole square plus y plus 3 the whole square is equal to 10 square എന്ന് വരും. This is the only change. Okay. Next question. Find the equation of the circle. Find the equation of the circle passing through the points ordered pair 4, 1 and 6, 5 whose center is on the line 4x plus y is equal to 16. So എന്താ തന്നിരിക്കുന്നത്? സർക്കിളിന്റെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേഷൻ ഓഫ് എ സർക്കിൾ പാസിംഗ് ത്രൂ ദി പോയിന്റ്സ്. സോ സർക്കിൾ ആണ്, സർക്കിളിൽ രണ്ട് പോയിന്റ്സ് ഉണ്ട്, സർക്കിളിൽ രണ്ട് പോയിന്റ്സ് കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഒന്ന് 4, 1 ആൻഡ് ഒന്ന് 6, 5. റാൻഡം ആയിട്ട് എഴുതുകയാണ്. 6, 5 ഒരിക്കലും സെക്കൻഡ് ക്വാഡ്രന്റിൽ വരില്ല. യെസ്, 4, 1 ആൻഡ് 6, 5 രണ്ട് പോയിന്റ്സ് കൂടെ ഈ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ട്. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദീസ് ടു പോയിന്റ്സ് ഹൂസ് സെന്റർ ഈസ് ഓൺ ദി ലൈൻ. സോ ഒരു ലൈൻ ഉണ്ട്, 4x plus y is equal to 16 എന്ന് പറഞ്ഞ ലൈൻ ഉണ്ട്. ആ ലൈനിലാണ് ഈ സർക്കിളിന്റെ സെന്റർ ഇരിക്കുന്നത്. സോ പാസിംഗ് ത്രൂ ദീസ് ടു പോയിന്റ്സ് ആൻഡ് the center of the line, the center of the circle is on the line 4x plus y is equal to 16. So ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് x minus h the whole square plus y minus k the whole square is equal to r square എന്നാണ് നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കേസ് the point passes through the circle passes through the point ordered pair 4, 1. സർക്കിൾ 4, 1 ൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. which means പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ x ന്റെ സ്ഥാനത്ത് 4 ഉം y യുടെ സ്ഥാനത്ത് 1 ഉം. സോ 4, 1 ൽ കൂടെ പാസ് ചെയ്യുവാണെങ്കിൽ it means 4 minus h the whole square plus 1 minus k the whole square is equal to r square. ഇനി പിന്നെയും പറയുകയാണ്, the circle passes through 6, 5. 6, 5 ൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. which means x, y ൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. which means 6 minus h the whole square plus 5 minus k the whole square is equal to r square. Okay, 5 minus k the whole square is equal to r square. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സെന്റർ ഈസ് ഓൺ ദ ലൈൻ 4x plus y is equal to 16. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടി. തേർഡ് കേസ് എന്താ? സെന്റർ ഈസ് hk. അറിയാലോ, സർക്കിളിന്റെ സെന്റർ ഈസ് hk. ഇനി ഇത് പാസ് ചെയ്യുന്നതിലെ കൂടെയാ സെന്റർ ഈസ് ഓൺ ദ ലൈൻ 4x plus y is equal to 16. അതിനർത്ഥം എന്താ? ഒരു പോയിന്റ് ആ ലൈനിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? The point satisfies the equation. അതായത് hk എന്ന് പറഞ്ഞൊരു പോയിന്റ് ഒരു ലൈനിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം x ന്റെ സ്ഥാനത്ത് h ഉം y യുടെ സ്ഥാനത്ത് k യും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. The point satisfies the equation of the line. So എന്ത് വരും? 4h plus k is equal to 16 എന്ന ഇക്വേഷൻ നമുക്ക് കിട്ടും. We have 3 equations and 3 unknowns, h, k and r. 3 ഇക്വേഷൻ ഉണ്ട്, 3 unknown ഉണ്ട്. സോൾവ് ചെയ്യുക, you will get the equation. So you will get the values of h, k and r. h ഉം k യും r. ഇത് ഇച്ചിരി വലിയ പ്രോബ്ലം ആണ്, നമ്മൾ ക്ലാസ് ചെയ്തതാണ് ക്ലാസ്സിൽ. സോ h ഉം k യും r ഉം 3ന്റെ വാല്യൂ കിട്ടും. ആൻഡ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ you have the equation x minus h the whole square plus y minus k the whole square is equal to r square is the equation of this circle. Next question. Parabola y square is equal to ax which passes through the point ordered pair 1, 2 has focus at. അപ്പോൾ നമുക്കറിയാം പരാബോളയുടെ ഇക്വേഷൻ എന്താ? y square is equal to 4ax എന്നാണ് നമ്മുടെ ഇക്വേഷൻ, പരാബോളയുടെ ഇക്വേഷൻ. ആൻഡ് ഇറ്റ് പാസസ് ത്രൂ ദി പോയിന്റ് 1, 2. പോയിന്റ് 1, 2 ൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? Again the same thing, the point satisfies the equation of the parabola. So എന്താണ്? y യുടെ സ്ഥാനത്ത് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2 square is equal to 4a into 1.
which means 4 is equal to 4a and a is equal to 1. Yes, 4 is equal to 4a and a is equal to 1 എന്ന് നമുക്ക് കിട്ടി. Okay, fine. Sorry, wait. Y square is equal to ax എന്നാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എന്താ? Y square is equal to ax എന്നാണ് നമ്മുടെ ഇക്വേഷൻ. Okay. Yes. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ. Y square is equal to ax. So ഇക്വേഷനിൽ കൊണ്ട് x ന്റെ y യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ we got a is equal to 4, but that is not the focus. Question എന്താ? The focus is at what എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചു ഫോക്കസ് എന്ന് പറയുന്നത് a ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് എഴുതി വെക്കരുത്. എപ്പോഴാ ഫോക്കസ് a? y square is equal to 4ax എന്ന് പറഞ്ഞ ഇക്വേഷനിലാണ് we have the focus a. അല്ലേ? ഇവിടുത്തെ ഇക്വേഷൻ എന്താ? y square is equal to ax എന്നാണ് നമ്മുടെ ഇക്വേഷൻ. So in the place of 4a we have a. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്യാപിറ്റൽ a കൊടുക്കാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ a ആണ്. y square is equal to 4ax and a is the focus. Capital A is the focus. ഇനി നോക്കിക്കേ, y square is equal to ax എന്നാണ് നമ്മുടെ ഇക്വേഷൻ. സോ we have എന്താ നമുക്കുള്ളത്? 4a യുടെ സ്ഥാനത്ത് we have a which is equal to 4. 4a യുടെ സ്ഥാനത്ത് നമുക്ക് 4 ഉണ്ട്. സോ what is a? a is equal to 4 by 4 which is equal to 1. ഇതും ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. y square is equal to ax എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ y square is equal to 4ax എന്നാണ്, where a is the focus. സോ നമുക്ക് സ്മോൾ a 4 എന്ന് കിട്ടി. അതായത് എന്താണ്? സ്മോൾ a is equal to 4. 4യുടെ സ്ഥാനത്ത് 4 into ക്യാപിറ്റൽ എയുടെ സ്ഥാനത്താണ് നമുക്ക് 4 കിട്ടിയത്. നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ a. സോ എന്ത് ചെയ്തു? 4a is equal to 4. സോ a is equal to 4 divided by 4 which is equal to 1. നമ്മുടെ കോമൺ ഇക്വേഷൻ ആയിട്ട് ക്രൈറ്റീരിയ ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ എലിപ്സ് x square divided by 25 plus y square divided by 9 is equal to 1. A and B are foci of ellipse and BC perpendicular to AB. Find the coordinates of foci. Find the length of sides of triangle ABC. എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, കൺസിഡർ ദ എലിപ്സ്. എലിപ്സ് തന്നിരിക്കുന്നുണ്ട്. എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. x square by a square plus y square by b square is equal to 1. A and B are foci of the ellipse. എയും ബിയും എന്താണ്? അത് foci of the ellipse. And BC is perpendicular to AB. Perpendicular ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. Find the coordinates of foci. എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. Find the length of sides of triangle ABC. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ x square by നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം. This is major axis along the x-axis. So x square by a square plus y square by b square is equal to 1 എന്നാണ് നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷൻ. In the place of a square we have 25, which means a is equal to square root of 25 and that is 5. In the place of b square we have 9. So we get b is equal to square root of 9 which is 3. So a is equal to 5 and b is equal to 3 കിട്ടിയെങ്കിൽ for an ellipse a square is equal to b square plus c square. അതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ഫോക്കസ് കിട്ടും. ഫോക്കസ് എന്താ? c is equal to root of 5 square minus 3 square. c യുടെ വാല്യൂ 4 എന്ന് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 4 5 പൈതഗോറിയൻ ട്രിപ്ലറ്റ് ആണ്. സോ c യുടെ വാല്യൂ 4 എന്ന് കിട്ടും. Since it lie on the x axis, 4 0 and minus 4 0 will be the coordinates of foci. അപ്പോൾ ഫോക്കൈ കിട്ടി, എയുടെ പോയിന്റ് കിട്ടി, എയുടെ കോർഡിനേറ്റും കിട്ടി, ബിയുടെ കോർഡിനേറ്റും കിട്ടി. -40 and 40 എന്ന് നമുക്ക് കിട്ടി. നെക്സ്റ്റ്, ഫൈൻഡ് ദി ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC. സോ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് കിട്ടി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി യൂസിംഗ് ദ ഡിസ്റ്റൻസ് ഫോർമുല വി ക്യാൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് AB. ഡിസ്റ്റൻസ് ഫോർമുലയുടെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് AB എന്ന് പറയുന്നതായിരിക്കും 2c അല്ലേ ലെങ്ത്. -4 to 0 is 4 units and 0 to 4 is 4 units. So AB will be 8 units. Total length, the length AB is equal to 2 into length of foci. Distance between the foci അല്ലേ? So എന്താ 2 into 4 which is equal to 8 units എന്ന് കിട്ടും. ഇനി BC എങ്ങനെ കണ്ടുപിടിക്കുന്നത്? BC എന്ന് പറഞ്ഞാൽ എന്താ? ലാറ്റിസ് റെക്ടത്തിന്റെ ഹാഫ് ആണ്. സോ ലാറ്റിസ് റെക്ടം വരുന്നെങ്കിൽ ഇവിടെ വരെ കണ്ടിട്ട് ലാറ്റിസ് റെക്ടത്തിന്റെ ഹാഫ് ആണ്. We know that length of lattice rectum is equal to 2b square by a. അതിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ b square by a വരും. So BC will be b square by a. What is b square? B square is 9
and a is 5, not 25. This is a square and this is b square. So b square is 9 and a is 5. So 9 by 5 will be bc. ഇനി ac കണ്ടുപിടിക്കണം. എന്തുണ്ട്? We have the Pythagoras theorem. Pythagoras theorem വെച്ചിട്ട് root of ab square plus bc square will give us ac, and that is the length of side ac. Okay, ഇതും ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. 4k കണ്ടുപിടിക്കണമെങ്കിൽ we have this equation. a യും b യും ഉണ്ടെങ്കിൽ c കണ്ടുപിടിക്കാം. 4k യുടെ കോർഡിനേറ്റ്സ് ആണ് അത്. പിന്നെ 2c എന്ന് പറയുന്നതായിരിക്കും എന്ത്? എ ബി ലെങ്ത്. ആൻഡ് എല്ലാ സൈഡും കണ്ടുപിടിക്കാൻ പറയുന്നുണ്ട്. ഫോക്കസിൽ കൂടെ പാസ് ചെയ്യുന്ന എന്തായിരിക്കും? ലാറ്റസ് റെക്ടം ആയിരിക്കും. സോ അതിന്റെ ഹാഫ് ആണ് ബി സി എന്ന് പറയുന്നത്. സിൻസ് ദ ആംഗിൾ ബി ഇസ് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ട് പൈതഗോറസ് തിയറം വെച്ചിട്ട് എ സിയുടെ ലെങ്തും കണ്ടുപിടിക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ. ലെറ്റ് S and S dash be the foci of the ellipse. Ellipse വരയ്ക്കാം. Foci of the ellipse. അപ്പം എലിപ്സിന്റെ ഫോക്കൈ ആണ്. ഏതൊക്കെയാണ്? സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ കണ്ട അതേ ക്വസ്റ്റ്യൻ സിമിലർ ആണ്. എസും എസ് ഡാഷും ഫോക്കൈ ഓഫ് ദ എലിപ്സ് x square by 25 plus y square by 16 is equal to 1. A will be 5 and B will be 4. Root of 25 which is 5 and B will be root of 16 which is 4. So C എത്ര ആയിരിക്കും? A square 25 ഉം B square 16 ഉം ആണെങ്കിൽ A is equal to 5 and B is equal to 4. Now C square is equal to root of A square minus B square, which is root of 25 minus 16, which is root of 9, and that is equal to 3. 3, 4, 5. Again Pythagorean triplet ആണ്. ഒന്ന് 5 ഒന്ന് 4 ആണെങ്കിൽ മറ്റേത് 3 ആയിരിക്കും. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞവർക്കുണ്ട്. ബട്ട് നിങ്ങൾ ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതാണ് ഇപ്പൊ പറഞ്ഞത്. Now let P be a point on the ellipse. Let it be any point. ഏത് പോയിന്റ് ആയാലും പ്രശ്നമില്ല. കാരണം എന്താ? ഫോക്കയിൽ നിന്നും ഉള്ള ഡിസ്റ്റൻസിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെയാണ് നമുക്ക് എലിപ്സ് കിട്ടിയത്. സോ ഇറ്റ് ക്യാൻ ബി ഹിയർ, ക്യാൻ ബി എനിവേർ. സോ നമുക്ക് ഈ പോയിന്റ് കൺസിഡർ ചെയ്യാം. ദ ഡിസ്റ്റൻസ് വിൽ ബി സെയിം. സോ നമുക്ക് അഗൈൻ ഇത് 90 ഡിഗ്രി എന്ന രീതിയിൽ എടുക്കാം. ദാറ്റ് ഈസ് ദ ലാറ്റിസ് സ്ട്രക്ചറിന്റെ ഹാഫ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഇനി പി എസ് പ്ലസ് പി എസ് ഡാഷ് മുമ്പേ ചെയ്ത അതേ പ്രോബ്ലത്തിന് സിമിലർ ആണ്. ഇപ്പൊ പറഞ്ഞ കോൺസെപ്റ്റ് മനസ്സിലായോ? പി ഒരു പോയിന്റ് എന്നാ പറഞ്ഞിട്ടുള്ളൂ. എലിപ്സിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ്. സോ ഏതെങ്കിലും ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇതിന്റെ 90 ഡിഗ്രി ആയിട്ടുള്ള ഈ പോയിന്റിനെ നമുക്ക് എടുക്കാം. കാരണം എന്താ? ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് എലിപ്സ് ഈസ് the distances from the two foci, the sum of distances from the two foci is the same. So ഇവിടുന്ന് രണ്ട് പോയിന്റ് എടുത്ത് ജോയിൻ ചെയ്താലും അതിന്റെ സമ്മും ഇവിടുന്ന് രണ്ട് ലൈൻ വരച്ച് ജോയിൻ ചെയ്താലും അതിന്റെ സമ്മും എല്ലാം സെയിം ആയിരിക്കും ഫോർ ദ കേസ് ഓഫ് എലിപ്സ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കൺവീനിയന്റ് ആയിട്ട് നമ്മൾ 90 ഡിഗ്രിയിലുള്ള പോയിന്റ് എടുത്തു. ആൻഡ് പി എസ് പ്ലസ് പി എസ് ഡാഷ് മുമ്പേ ചെയ്ത പ്രോബ്ലം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. പി എസ് പ്ലസ് പി എസ് ഡാഷ് ഇതിന്റെ കോർഡിനേറ്റ്സ് കിട്ടും, സിയുടെ കോർഡിനേറ്റ്സ് കിട്ടി. പിന്നെ പിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ 2b square by a half ആൻഡ് എസ് കിട്ടി, എസ് ഡാഷ് കിട്ടി, പി കിട്ടി. പി എസ് പ്ലസ് പി എസ് ഡാഷ് നിങ്ങൾക്ക് എഴുതാം. ആൻഡ് ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് എസ് ആൻഡ് എസ് ഡാഷ് ഓൾറെഡി കണ്ടുപിടിച്ചു. ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടം ഈസ് 2b square by a. ഓക്കെ, കത്തിയൊന്നും ഞാൻ നോക്കിയതാ. Find the coordinates of foci, vertices, length of transverse and conjugate axis, and eccentricity of the hyperbola. Simple question, basic question ആണ്. x square by a square minus y square by b square is equal to 1. a ഉണ്ട്, b ഉണ്ട്, c coordinates of foci കണ്ടുപിടിക്കുക. Major axis is along the transverse axis is along the x axis. So foci കണ്ടുപിടിക്കാൻ അറിയാം. c is equal to എന്താണ്? root of a square plus b square ആയിരിക്കും. vertices a യും പിന്നെ coordinates a യും പിന്നെ length of transverse axis 2a, length of conjugate axis 2b, eccentricity is equal to c by a. Direct c യുടെ വാല്യൂ മാത്രം കണ്ടുപിടിച്ചാൽ മതി. ബാക്കി ഇക്വേഷൻസ് അറിയാമെങ്കിൽ you can solve this question. Simple question, direct question. Next one. ഇതാണ് നമ്മൾ ക്ലാസ്സിൽ ചെയ്ത നമ്മൾ പറഞ്ഞ ആ പ്രോബ്ലം. എന്തായിരുന്നു? Let a12 be a fixed point and p be a variable point in the same plane. So fixed point ഉണ്ട്, a12 എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ട്. ആൻഡ് p be a variable point in the same plane. P can be any point. P moves in the plane in such a way that its distance from A is always a constant. A യിൽ നിന്ന് കോൺസ്റ്റന്റ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഇറ്റ് ഈസ് എ സർക്കിൾ. ഇത് നമ്മുടെ ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലമാണ്, ഓർക്കുന്നുണ്ടോ? യെസ്. എ എന്ന് പറഞ്ഞൊരു പോയിന്റിൽ നിന്നും P ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോയിന്റിൽ നിന്നും അല്ല, ഒരു വേരിയബിൾ പോയിന്റ് ആണ്, ഒരു വേരി ചെയ്യുന്ന പോയിന്റ് ആണ് P. And P is moving in a plane in such a way that the distance from A is always a constant. So ഈ distance equal ആയിരിക്കും P
പി ഇവിടെ വന്നിരുന്നാൽ ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും, എല്ലാ ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. സോ വി ഗെറ്റ് എ സർക്കിൾ. ഇനി എന്താ ചോദിച്ചേ, പി ഇസ് എ പോയിന്റ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. പി എവിടെയാ? 3,5 3,5 ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ പാത്ത് ട്രേസ്ഡ് ബൈ പി. അതായത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പി ഫോളോ ചെയ്യുന്ന ലോക്കസ് നമ്മൾ വരയ്ക്കുമ്പോൾ വി ഗെറ്റ് എ സർക്കിൾ. സോ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാണ് സർക്കിളിന്റെ ഇക്വേഷൻ. വി ഹാവ് ദ സെന്റർ എച്ച് കെ വിച്ച് ഇസ് 1 2. പിന്നെ എന്ത് ചെയ്യണം? 1 2 വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കിട്ടും. ആൻഡ് ദ സെക്കൻഡ് തിങ്ങിൽ എന്താ? 3,5 എന്ന് പറയുന്നത് ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. വിച്ച് മീൻസ് ദ പോയിന്റ് സാറ്റിസ്ഫൈസ് ദ ഇക്വേഷൻ. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് 3ഉം വൈയുടെ സ്ഥാനത്ത് 5ഉം ഇട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 3 minus 1 the whole square plus 5 minus 2 the whole square is equal to r square. ഇത് സോൾവ് ചെയ്യുമ്പോൾ you get the value of r and finally you write x minus 1 the whole square plus y minus 2 the whole square is equal to r ന്റെ വാല്യൂ കണ്ടുപിടിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, r square. ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. ഇത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് സർക്കിൾ ആണെന്ന് മനസ്സിലാക്കാനുള്ള ഇതാണ് വേണ്ടത്. ഫിക്സ്ഡ് പോയിന്റ് ആണ്. പി എന്ന് പറഞ്ഞ വേരിയബിൾ പോയിന്റ് മൂവ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം എ ഇസ് ഓൾവേസ് കോൺസ്റ്റന്റ് which means it is a circle. ഇനി എലിപ്സ് ആണെങ്കിലോ 2 പോയിന്റ്സ് തരും. സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം ദ 2 പോയിന്റ്സ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റന്റ്. ഇനി പരാബോള ആണെങ്കിലോ ഒരു ഫിക്സ്ഡ് പോയിന്റും ഉണ്ട്, ഒരു ഫിക്സ്ഡ് ലൈനും ഉണ്ട്. അവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ഹൈപ്പർബോള ആണെങ്കിലോ 2 ഫിക്സ്ഡ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതാണ് ബേസിക് കോൺസെപ്റ്റ്. സോ ദോസ് ആർ ദ മെയിൻ തിങ്സ്. 4 എലിപ്സ്, സർക്കിൾ, 4 കോണിക്സ്, സർക്കിൾ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഇത് 4ന്റെ ഇക്വേഷൻസ്, സ്റ്റാൻഡേർഡ് ഇക്വേഷൻസും വേരിയേഷൻസും വൃത്തിയായിട്ട് പഠിക്കുക. Then we move on to our 12th chapter which is Introduction to 3-dimensional Geometry. ഇതിലാകെ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഫോർമുല മാത്രമേ പഠിക്കാനുള്ളൂ. ഡിസ്റ്റൻസ് ഫോർമുല ഓൾറെഡി നിങ്ങൾക്കറിയാം. അതിനു മുൻപേ എന്താണ്? ഒരു പോയിന്റ് പി സ്പേസിൽ ഇരിക്കുകയാണെങ്കിൽ എക്സ് കോർഡിനേറ്റ് ഈസ് എ, വൈ കോർഡിനേറ്റ് ഈസ് എക്സ് കോർഡിനേറ്റ് ഈസ് എക്സ്, വൈ കോർഡിനേറ്റ് ഈസ് വൈ ആൻഡ് സെഡ് കോർഡിനേറ്റ് ഈസ് സെഡ്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ചോദിക്കുന്നത്. ഇത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഏത് ഒക്ടന്റിലാണ്? നമ്മളൊരു സ്പേസ് ആണെങ്കിൽ സ്പേസിന് 3 പ്ലെയിൻ, എക്സ് വൈ പ്ലെയിൻ, വൈ സെഡ് പ്ലെയിൻ ആൻഡ് എക്സ് സെഡ് പ്ലെയിൻ, 3 പ്ലെയിൻ തമ്മിൽ ഇന്റർസെക്ട് ചെയ്തിട്ട് എന്ത് സംഭവിക്കുന്നു? നമുക്ക് 8 ഒക്ടൻസ് കിട്ടാറുണ്ട്. വി ഗെറ്റ് 8 ഒക്ടൻസ്. ആൻഡ് 8 ഒക്ടൻസിലും നമ്മുടെ എക്സിന്റെയും വൈന്റെയും സെഡിന്റെ സൈൻ ആണ് പ്ലസ് മൈനസ്. ഇത് എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരുന്നു. പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. ഇത് നിങ്ങൾ ഇങ്ങനെ ബൈഹേർട്ട് പഠിക്കാതെ എന്ത് ചെയ്യണം? ജസ്റ്റ് ക്വാഡ്രന്റ് വൈസ് നോക്കുക. റൈറ്റ് സൈഡിലോട്ട് നോക്കുക. എക്സ് ആണെങ്കിൽ പ്ലസ് മൈനസ്, പിന്നെ തിരിച്ചിട്ട് മൈനസ് പ്ലസ് ആയി, പിന്നെ എഗെയിൻ സെയിം റിപ്പീറ്റേഷൻ, പ്ലസ് മൈനസ് പിന്നെ മൈനസ് പ്ലസ്. വൈ ആണെങ്കിലോ 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ്. സെഡ് ആണെങ്കിൽ 4 പ്ലസ് 4 മൈനസ്. സോ 1 2 4 ക്രൈറ്റീരിയ ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ എക്സിന് മാത്രം തിരിഞ്ഞും മറിഞ്ഞും വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. പ്ലസ് മൈനസ് വരില്ല. പ്ലസ് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് മൈനസ് മൈനസ് പ്ലസ്. വൈക്ക് കുഴപ്പമില്ല. 2 പ്ലസ് 2 മൈനസ് 2 പ്ലസ് 2 മൈനസ്. സെഡോ 4 പ്ലസ് 4 മൈനസ്. സോ ഇത് ഇങ്ങനെ നിങ്ങൾ എഴുതിയിട്ട് ചെയ്താൽ മതി. ഇത് ബൈഹാർട്ട് പഠിക്കാൻ നിൽക്കേണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഏത് ക്വാഡ്രന്റ് ആണെന്ന് അറിയാൻ വേണ്ടി. ഇനി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്, എയ്ത്ത് ഈ ഒരു ഓർഡറിൽ വരും ക്വാഡ്രന്റ് വൈസ്. ഓക്കെ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞ 2 പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ ആയിരിക്കും ഡിസ്റ്റൻസ്. അതറിയാം. ഇനി ക്വസ്റ്റ്യൻസ് നോക്കിക്കേ. കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ. ഫിഗർ തന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് പി ക്യൂ. പി ക്യൂ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ വി ഷുഡ് ഗെറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പി ആൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ക്യൂ. ഇത് തമ്മിലുള്ള ഇവരുടെ രണ്ടുപേരുടെയും കോർഡിനേറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് പി ക്യൂ. സോ പി എവിടെ ഇരിക്കുന്നത്? പി ഇരിക്കുന്ന സ്പേസിലാണെന്ന് അറിയാം. ദിസ് ഇസ് അവർ x ആക്സിസ്, ദിസ് ഇസ് അവർ y ആക്സിസ് ആൻഡ് ദിസ് ഇസ് അവർ z ആക്സിസ്. ഇതാണ് z ആക്സിസ്. സോ പി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. എക്സ് ആക്സിലേക്ക് നോക്കാം. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് ഒരു ആക്സിസിലും അല്ല ഇരിക്കുന്നത്, പ്ലെയിനിലും അല്ല ഇരിക്കുന്നത്. ആക്സിസ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എക്സ് ആക്സിസ് ഇരിക്കണം, ഇല്ലെങ്കിൽ വൈ ആക്സിസ് ഇരിക്കണം, ഇല്ലെങ്കിൽ സെഡ് ആക്സിസ് ഇരിക്കണം. ഒരു ആക്സിസിലും അല്ല ഇരിക്കുന്നത്. ഇനി പ്ലെയിനിലാണോ? അല്ല. ഇതാണ് വൈ സെഡ് പ്ലെയിൻ. വൈ സെഡ് പ്ലെയിനിലാണ് നമ്മുടെ എസ് ഇരിക്കുന്നത്. നോക്കിക്കേ, ഈ ഫിഗർ ഒന്ന് ക്ലിയർ ആയ സെറ്റാ. ഇതാണ് നമ്മുടെ വൈ സെഡ് പ്ലെയിൻ. വൈ സെഡ് പ്ലെയിനിൽ ഇരിക്കുന്ന പോയിന്റ് ആണ് എസ്. ഇവിടുന്ന് ഇത്രയും ദൂരത്തിലാണ് പി ഇരിക്കുന്നത്. ഇനി എക്സ് വൈ പ്ലെയിൻ നമ്മുടെ ഫ്ലോർ, ഞാൻ പറഞ്ഞായിരുന്നു ക്ലാസ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നമ്മുടെ ഭിത്തിയുടെ ആ ഒരു കോർണർ വെച്ചിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇതാണ് എക്സ് വൈ പ്ലെയിൻ, നമ്മുടെ ഫ്ലോർ, തറ. ഫ്ലോറിലാണോ പി ഇരിക്കുന്നത്? അല്ല, എക്സ് വൈ പ്ലെയിനിലും അല്ല ഇരിക്കുന്ന. അവിടെ നിന്നൊരു ഹൈറ്റ് ഉണ്ട്, പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ഇനി
എക്സെറ്റ് പ്ലെയിൻ, ഒരു വോള്, വീട്ടിലെ ഭിത്തിയുടെ ഒരു വോള്, എക്സെറ്റ് പ്ലെയിൻ. ആ പ്ലെയിനിലാണോ പി ഇരിക്കുന്നത്? അല്ല, അവിടുന്ന് ഡിസ്റ്റൻസ് ഉണ്ട്. സോ എക്സ് ഡിസ്റ്റൻസും ഉണ്ട്, വൈ ഡിസ്റ്റൻസും ഉണ്ട്, സെഡ് ഡിസ്റ്റൻസും ഉണ്ട്. ഇനി എക്സ് ഡിസ്റ്റൻസ്, എക്സ് കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ കൂടെ ഉള്ളതാണ് എക്സ് ഡിസ്റ്റൻസ്. എത്ര യൂണിറ്റാ? 3 യൂണിറ്റ്. എക്സ് ആക്സിസിൽ കൂടെ ഉള്ളത് 3 യൂണിറ്റ്. ഇനി ഈ പിക്ക് വൈ ആക്സിസിൽ കൂടെ നോക്കിക്കേ, വൈ ആക്സിസ്, അതായത് സെൻട്രൽ നിന്നും ഇത്രയും ദൂരം മാറി, വൈ ആക്സിസിൽ കൂടെ ഇത്രയും ദൂരം മാറിയാണ് പി ഇരിക്കുന്നത്. എത്ര ദൂരം മാറി? 4 യൂണിറ്റ്സ് മാറിയാണ് പി ഇരിക്കുന്നത്. 4 യൂണിറ്റ്സ് മാറിയാണ് പി ഇരിക്കുന്നത്. സോ വൈ കോർഡിനേറ്റ് ഈസ് 4. സെഡ് കോർഡിനേറ്റ് എന്തായിരിക്കും? സെഡ് കോർഡിനേറ്റ് ഇസ് ദ ഹൈറ്റ്. എക്സ് വൈ പ്ലെയിനിൽ നിന്നുള്ള എത്ര ഹൈറ്റ് ആണ്? എത്രയാണ് ഹൈറ്റ്? ഹൈറ്റ് ഈസ് 5 യൂണിറ്റ്സ്. സോ ദ കോർഡിനേറ്റ്സ് ഓഫ് പി ഇസ് 3, 4, 5. ഇനി ക്യൂ എവിടെ ഇരിക്കുന്നത്? ക്യൂ ഇരിക്കുന്ന വൈ ആക്സിസിലാണ്. കണ്ടാൽ അറിയാം, വൈ ആക്സിസിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ്സ് എക്സ് കോർഡിനേറ്റ് ആൻഡ് സെഡ് കോർഡിനേറ്റ് ഈസ് 0. വൈ കോർഡിനേറ്റ് മാത്രമേ കാണുള്ളൂ. വൈ ആക്സിസിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈ കോർഡിനേറ്റ് മാത്രം, എക്സ് ആക്സിസിൽ ഇരുന്ന് കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് മാത്രം, സെഡ് ആക്സിസിൽ ഇരുന്ന് കഴിഞ്ഞാൽ സെഡ് കോർഡിനേറ്റ് മാത്രം. 2 ഡയമെൻഷൻ പഠിച്ചപ്പോൾ എന്തായിരുന്നോ അത് തന്നെയാണ് 3 ഡയമെൻഷനിലും. 2 ഡയമെൻഷനിൽ എങ്ങനെയാണ്? എക്സ് ആക്സിസിൽ ഇരിക്കുന്നതാണെങ്കിൽ x0 ആയിരിക്കും അതിന്റെ കോർഡിനേറ്റ്സ്. എക്സ് കോർഡിനേറ്റ് മാത്രമേ കാണുള്ളൂ, വൈ കോർഡിനേറ്റ് കാണില്ല. സെയിം ഇൻ ദ കേസ് ഓഫ് 3 ഡയമെൻഷൻ. സോ അതിന്റെ വൈ കോർഡിനേറ്റ് എത്ര വരും? വൈ ആക്സിസിലേക്ക്. സോ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് ഒറിജിനിൽ നിന്നും 4 യൂണിറ്റ്സ് മാറിയാണ് വൈ ആക്സിസിൽ ഇരിക്കുന്നത്. സോ 0, 4, 0 will be the coordinate of Q. Now using distance formula you can find the distance PQ. Root of x2 minus x1 the whole square. Okay. Plus y2 minus y1 the whole square plus z2 minus z1 the whole square. Next question. Show that the points, 4 points are vertices of a parallelogram. So what is the speciality of a parallelogram? Parallelogram ആണെങ്കിൽ 4 points തന്നിട്ടുണ്ട്. A, B, C, D. A, B, C, D തന്നിട്ടുണ്ട്. We have to prove that these are the vertices of a parallelogram. Parallelogram ആണെങ്കിൽ opposite sides are equal and parallel. So, parallel എന്നുള്ള കേസ് അവിടെ നിൽക്കട്ടെ. ഈക്വൽ എന്ന കേസ് നമുക്ക് ഇവിടെ എടുക്കാം. കാരണം എന്താ? പാരലൽ എന്നുള്ള കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സോ ദ സൈഡ് എ ഡി വിൽ ബി ഈക്വൽ ടു ബി സി ആൻഡ് ദ സൈഡ് എ ബി വിൽ ബി ഈക്വൽ ടു ഡി സി. സോ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് എ ബി, ബി സി, സി ഡി, എ ഡി 4 കണ്ടുപിടിക്കുക. 4 കണ്ടുപിടിച്ചിട്ട് യു വിൽ ഗെറ്റ് ദ 2 sides to be equal, which means that the 4 points are the vertices of a parallelogram. ഇനി അങ്ങനെ ഈക്വൽ ആയിട്ട് കിട്ടിയില്ലെങ്കിൽ you have made a mistake while doing calculation. Okay. Next question. Equation of a set of points such that. Okay. അപ്പം equation ആണ് വേണ്ടത്. ഇവിടെ വേണ്ടത് equation ആണ്. അപ്പോൾ ഒരു set of points. Let us take the points. ഒരു പോയിന്റിന് പേര് കൊടുക്കുക. P x y z എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണ്. Such that its distance from the points A 3, 4, minus 5. 3, 4, minus 5 and B minus 2, 1, 4. So A 3, 4, minus 5 ഉം B minus 2, 1, 4. Yes. And B minus 2, 1, 4 ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് is same. അതായത് ഈ പോയിന്റും എയും തമ്മിലുള്ള ഡിസ്റ്റൻസും പോയിന്റും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. സോ എന്താണ്? ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ആദ്യം പി എ കണ്ടുപിടിക്കുക. പി എ എന്തായിരിക്കും? is equal to root of x minus 3 the whole square plus y minus 4 the whole square plus z plus 5, z minus 5, z plus 5 the whole square. അത് എന്തായിരിക്കും? Equal to the distance PB. PB യുടെ ഡിസ്റ്റൻസ് എത്രയാ? root of x plus 2 the whole square plus y minus 1 the whole square plus z minus 4 the whole square. അപ്പം ഇത് രണ്ടും ഈ രണ്ട് ഇക്വേഷൻസും ഈക്വൽ ആയിരിക്കും. രണ്ടിനെ സ്ക്വയർ റൂട്ട് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സ്ക്വയർ ചെയ്യാം. സോ സ്ക്വയർ റൂട്ട് പോകും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്ത് ചെയ്യണം? ax സ്ക്വയർ പ്ലസ് by സ്ക്വയർ പ്ലസ് cz സ്ക്വയർ പ്ലസ് d is equal to 0 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. സ്ക്വയർ റൂട്ട് കളയുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഐഡന്റിറ്റി യൂസ് ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വൃത്തിയാക്കി എഴുതുക, ഫൈനൽ ആൻസർ എഴുതുക, ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്യുക. സോ അതായിരുന്നു 12th ചാപ്റ്ററിൽ ഉണ്ടായിരുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്. Now we are moving to the 13th chapter, which is limits and derivatives. ഈ ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? ലിമിറ്റ്. So as x tends to a, f of x tends to L, then L is called the limit of the function f of x. f of x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തരും. അതിന്റെ ലിമിറ്റ് എഴുതണം. ലിമിറ്റ് എഴുതുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് x tends to a, f of x is equal to L. സർ എന്തോ ഒരു L എന്ന് പറഞ്ഞൊരു
limit x tends to a f of x is equal to L. അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ് കിട്ടുന്നതാണ് is the limit value of a function. So right hand limit ഉണ്ട് left hand limit ഉണ്ട്. Left hand limit എന്താ? limit x tends to a minus f of x ആണെങ്കിൽ നമ്മൾ എങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് limit h tends to 0 f of a minus h എന്ന് എടുക്കും. So x left hand limit ആണെങ്കിൽ limit h tends to 0 f of a minus h. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണെങ്കിലോ ലിമിറ്റ് h tends to 0 f of a plus h. x ന്റെ സ്ഥാനത്ത് a minus h ഉം a plus h ഉം സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടും. ഇനി if the left hand limit is equal to right hand limit, then the limit of the function exists. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് at that particular point and limit value will be equal to limit x tends to a f of x. അതായത് f of x ൽ a യുടെ വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x ന്റെ സ്ഥാനത്ത് a യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി algebra of limits, രണ്ട് ലിമിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുവാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ് എടുക്കാം. സോറി, രണ്ട് ഫംഗ്ഷന്റെ ലിമിറ്റ് പ്രോഡക്റ്റ് ആണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ് എടുക്കാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് ലിമിറ്റ് എടുക്കുക. ആൻഡ് രണ്ട് ഫംഗ്ഷൻ ലൈക്ക് ഡിവിഷൻ ആണെങ്കിൽ രണ്ട് ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്തിട്ട് ലിമിറ്റ് എടുക്കാനാണെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് ന്യൂമറേറ്ററിന്റെയും ഡിനോമിനേറ്ററിന്റെയും ലിമിറ്റ് വാല്യൂ എടുക്കാം. ദാറ്റ്സ് algebra of limits. നെക്സ്റ്റ് ഈസ് ലിമിറ്റ്സ് ഓഫ് പോളിനോമിയൽസ് ആൻഡ് റാഷണൽ ഫംഗ്ഷൻ. സോ പോളിനോമിയലിന്റെ ലിമിറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. എക്സിന്റെ സ്ഥാനത്ത് a at x is equal to 2 ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ ഇക്വേഷനിൽ പോളിനോമിയൽ ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതേപോലെ തന്നെ റാഷണൽ ഫംഗ്ഷൻ. പക്ഷെ റാഷണൽ ഫംഗ്ഷൻ കുറച്ചുകൂടെ പ്രത്യേകതകളുണ്ട്. എന്താ ഉള്ളത്? ഫസ്റ്റ് ഈസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, ദെൻ ഈസ് ഫാക്ടറൈസേഷൻ മെത്തേഡ്, ദെൻ യൂസിങ് സം സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ്. കാര്യമായിട്ടൊന്നുമില്ല, ആദ്യം കൊണ്ടേ ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0/0 ഫോം വന്നു കഴിഞ്ഞാൽ വി യൂസ് ഫാക്ടറൈസേഷൻ മെത്തേഡ്. അതായത് 0/0 ഫോം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ കോമൺ ഫാക്ടർ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും എടുത്ത് ക്യാൻസൽ ചെയ്യാനുണ്ട്. സോ ഫാക്ടറൈസ് ചെയ്യുക, എന്നിട്ട് ഉണ്ട് ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ്, സ്റ്റാൻഡേർഡ് ലിമിറ്റിന്റെ ഇക്വേഷൻ ആണ് for any positive value. ഇതാണ് സ്റ്റാൻഡേർഡ് ലിമിറ്റിന്റെ ഇക്വേഷൻ. ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a is equal to n into a raised to n minus 1. സോ ലിമിറ്റ് ചോദിക്കുകയാണ്, ഇതുപോലെ ഒരു റാഷണൽ ഫംഗ്ഷൻ തന്നിട്ട് ഈ ഒരു ഫോം ആയിരിക്കും x raised to n minus a raised to n by x minus a ഒരു ഫോമിലാണെങ്കിൽ n into a raised to n minus 1 ആയിരിക്കും അതിന്റെ ഇക്വേഷൻ. പിന്നെ നമ്മൾ കണ്ടു ലിമിറ്റ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ലിമിറ്റ്സ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കണ്ടു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിമിറ്റ് x tends to 0 sin x divided by x is equal to 1. ലിമിറ്റ് x tends to 0 1 minus cos x divided by x is equal to 0. ലിമിറ്റ് x tends to 0 tan x divided by x is equal to 1. സൈനിന്റെ ടാനിന്റെ സെയിം ഫോർമാറ്റ് ആണ്. sin x by x ഉം 1 ആണ്, tan x by x ഉം 1 ആണ്. കോസിന്റെ മാത്രമാണ് 1 minus cos x by x is equal to 0. സോ സൈനിന്റെ പലയിടത്തും നമുക്ക് ആവശ്യം വരുന്നുണ്ട്, അത് നമ്മൾ കണ്ടതാണ്. ദെൻ ഡെറിവേറ്റീവ്സിന്റെ ഈ ഒരു ഇക്വേഷൻ ഉള്ളൂ. ഇതെന്താണ്? ഡെറിവേറ്റീവ് using first principle ആണ് limit h tends to 0 f of a plus h minus f of a divided by h എന്ന് പറയുന്നത്. The derivative of f of x which is denoted by f dash of x is equal to limit h tends to 0 f of x plus h minus f of x divided by h. ഇനി ഡെറിവേറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ at a ആണെങ്കിൽ എന്ത് വരും? x ന്റെ സ്ഥാനത്ത് a കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിന്റെ പല നൊട്ടേഷൻസ് ആണ് ഇത്. Then algebra. So algebra of derivatives. Algebra addition subtraction വിഷയമില്ല. രണ്ട് ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ട് ഡെറിവേറ്റീവ് എടുക്കുന്നതും ഇൻഡിവിജ്വൽ ആയിട്ട് ഡെറിവേറ്റീവ് എടുത്ത് ആഡ് ചെയ്യുന്നതും ഈക്വൽ ആണ്. ബട്ട് ദ തേർഡ് വൺ ആൻഡ് ദ ഫോർത്ത് വൺ, പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതും quotientന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നതും is really important. We have to study the product rule and the quotient rule. So product rule എന്താ? രണ്ട് ഫംഗ്ഷൻ വന്നിട്ട് u and v എന്ന f of x and g of x നെ ഡിനോട്ട് ചെയ്തു. u v the whole dash derivative of u into v is equal to u dash v plus u v dash, അല്ലെങ്കിൽ first into derivative of second plus second into derivative of first u v dash plus u dash v. Then quotient rule. So this is Leibniz rule. ഞാൻ പറഞ്ഞത് product rule അല്ലെങ്കിൽ Leibniz rule എന്ന് നമ്മൾ അതിനെ വിളിക്കും. So Leibniz rule ആണ് ഇത്. Next is quotient rule. Quotient rule എന്താ? First function divided by second function. So division വരുവാണെങ്കിൽ the whole derivative of the whole function is equal to second into derivative of first minus first into derivative of second divided by second square. നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയന്റ് ആയിട്ടുള്ള ആ രീതിയിൽ തന്നെ പഠിക്കാം. This to the product rule and the quotient rule is really important. അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ എക്സാമിന് പോകണ്ട. ഓക്കെ, സിമ്പിൾ ആണ്. ആ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് ഒരു റാക്ക് വേണം. സോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ കിട്ടത്തുള്ളൂ. സോ പ്രാക്ടീസ് വെൽ.
ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ. സോ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ഫോർ ഇൻ പോസിറ്റീവ് ഇൻറ്റീജർ എൻ. വലിയ കാര്യമൊന്നുമില്ല. 100 എക്സ് റേസ് ടു 10 ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 100 ഈസ് എ കോൺസ്റ്റന്റ്, വെളിയിലെടുത്തു. പിന്നെന്താണ്? എക്സ് റേസ് ടു 10ന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ആ പവർ എഴുതി, പിന്നെ എക്സ് റേസ് ടു ഒരു പവർ കുറച്ച് എഴുതി. ഇതാണ് ഇതിന്റെ ബേസിക് റൂൾ. ആദ്യം പവർ എഴുതി, പിന്നെ ഒരു പവർ കുറച്ച് എഴുതി. സോ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് ഈസ് 0. കാര്യം എന്താണ്? ഡെറിവേറ്റീവ് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച്, ഡിഫറൻസ് ഇസ് ദ ഡെറിവേറ്റീവ്. സോ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഡിഫറൻസ് കണ്ടുപിടിക്കുക, ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും ഫൈനൽ പൊസിഷനിലേക്കുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. സോ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ വേരിയേഷൻ ഒന്നും ഇല്ലാത്ത, ഡിഫറൻസ് ഒന്നും ഇല്ലാത്ത, തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ അതേപോലെ അവസാനവും. എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിർത്തിയേട്ടി. സോ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന് ഡിഫറൻസ് ഉണ്ടോ? വേരിയേഷൻ ഉണ്ടോ? സോ കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്, അതിന് എത്രത്തോളം വേരി ചെയ്തു, എത്രത്തോളം ഡിഫറൻഷിയേറ്റ് ചെയ്തു എന്നുള്ളത് will be equal to 0. Now the derivative of x with respect to x is equal to 1. Derivative of x with respect to x is equal to 1. So എത്രത്തോളം വേരി ചെയ്തു എന്നുള്ളത് 1 ആയിരിക്കും. Now derivative of polynomials and trigonometric functions. So polynomial ഡെറിവേറ്റീവ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഈ കണ്ട ഇക്വേഷൻ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. എന്താണ്? 5x raised to 4 plus 2x raised to 10. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ പറഞ്ഞാൽ എന്താ? ഒന്നുമില്ല. 5 is a constant, അവിടെ ഇരിക്കട്ടെ. Into what is the power of x raised to 4? 4. പിന്നെ x raised to ഒരെണ്ണം കുറച്ചു, 4ൽ നിന്ന് 1 കുറച്ചു 3. പിന്നെ എന്ത് വരും? പ്ലസ് 2 into x raised to 10. What is the power of x? 10 into x raised to 10 minus 1, 9. So this is ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 20x³ plus 20x raised to 9 എന്ന് വരും ഫൈനൽ ആൻസർ. കോൺസ്റ്റന്റ് ആണെങ്കിൽ വെളിയിൽ എഴുതുക. ഇങ്ങനെ ഇക്വേഷന്റെ കൂടെ ചേർന്ന് കോൺസ്റ്റന്റ് വരുവാണെങ്കിൽ വെളിയിൽ എഴുതുക. ഇല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് alone is 0. Now which are the derivative of trigonometric functions? sin x ന്റെ ഡെറിവേറ്റീവ് cos x, cos x ന്റെ ഡെറിവേറ്റീവ് minus sin x. ഇതും പഠിച്ചപ്പോൾ ഞാൻ കുറച്ച് ഹിന്റ് പറഞ്ഞായിരുന്നു. കോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാത്രമേ മൈനസ് ഉള്ളൂ. കോസ്, കൊസീക്, കോട്ട്. കോ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാത്രമേ ഡെറിവേറ്റീവിന് മൈനസ് ഉള്ളൂ. പിന്നെന്താണ്? യെസ്, tan x ആണെങ്കിൽ ടാനും സീക്കും ആണ് കണക്റ്റഡ്. tan x ആണെങ്കിൽ sec square x, sec x ആണെങ്കിൽ sec x tan x. സീക്കിന്റെ ഡെറിവേറ്റീവിൽ ടാൻ ഉണ്ട്, ടാനിന്റെ ഡെറിവേറ്റീവിൽ സീക്ക് ഉണ്ട്. അതേപോലെ കൊസീക്കും കോട്ടും നമ്മൾ, സൈനും കോസും നമ്മൾ ആദ്യമേ ഉപേക്ഷിച്ചു. സൈനും കോസും അവരുടെ വഴിക്ക് പോയി. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ. ഇനി നോക്കിയാൽ ടാനും സീക്കും കൊസീക്കും കോട്ടും. സോ കൊസീക്കിന്റെ ഡെറിവേറ്റീവിൽ കോട്ടുണ്ട്, കോട്ടിന്റെ ഡെറിവേറ്റീവിൽ കൊസീക്ക് ഉണ്ട്. ഒരെണ്ണം സ്ക്വയർ, ഒരെണ്ണം ഇൻറ്റു പ്രോഡക്റ്റ്. ഓക്കെ, സോ ഇത് നമ്മൾ കണ്ടാണ്. Consider the function f of x is equal to x³. So ഇതാണ് ഫംഗ്ഷൻ. Find the limit of this function at x is equal to 1. So ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് മെയിൻ അല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്കിന് f of x is equal to x³ എന്ന് തന്നിട്ടുണ്ട്. ലിമിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ലിമിറ്റ് x tends to 1 x³ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. just 1³ which is equal to 1. ഇത് നിങ്ങൾ എഴുതേണ്ടത് ഒരു മാർക്കിന് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ എഴുതേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നിൽ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ you will go for limit h tends to 0 f of a minus h left hand ലിമിറ്റും limit h tends to 0 f of a plus h. this is the right hand limit. left hand ലിമിറ്റും right hand ലിമിറ്റും എടുത്ത് എന്ത് ചെയ്യും? equal to limit left hand limit എന്ത് വരും? h tends to 0 a minus h. what is a? a is 1 minus h the whole cube. 1 minus h the whole cube. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നിൽക്കണോ? വേണ്ട, h ഡയറക്റ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. what is h? 0. h ന് 0 കൊടുത്തു and you get 1. now right hand limit h tends to 0 1 plus h the whole cube. a plus h the whole cube. okay, so 1 plus h ന്റെ സ്ഥാനത്ത് 0 കൊടുത്തു, എന്ത് വന്നു? 1³ which is again equal to 1. left hand limit is equal to right hand limit, so the limit exists at x is equal to 1. therefore the limit value is 3 എഴുതിയിട്ടേ നിങ്ങൾ എഴുതാവുള്ളൂ. x tends to a f of x is equal to limit x tends to 1 x³ which is equal to 1. ഒരു മാർക്കിന് കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ, 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിച്ചു കഴിഞ്ഞാൽ you have to write the left hand limit, you have to write the right hand limit, then say that the left hand limit is equal to right hand limit, so the limit exists at
at x is equal to 1. x 1 ആയിരിക്കുമ്പോൾ മാത്രം ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യും, അല്ലാത്തവ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദ ലിമിറ്റ് വാല്യൂ ഇസ് ദിസ് എന്നും പറഞ്ഞ് എക്സിനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക. ബേസിക് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫംഗ്ഷൻ ഫൈൻഡ് ലിമിറ്റ് x ടെൻസ് ടു 1 f of x. സോ എന്താ ചെയ്യേണ്ടത്? ലിമിറ്റ് x ടെൻസ് ടു 1 ഡയറക്റ്റ് ആയിട്ട് കൊണ്ടിട്ട് കൊടുക്കുക. അക്കോർഡിംഗ് ടു ദി മാർക്ക് എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണോ വേണമെന്ന് തീരുമാനിക്കുക. സോ ലിമിറ്റ് x ടെൻസ് ടു 1 f of x എന്ത് വരും? ലിമിറ്റ് x ടെൻസ് ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സ്ക്വയർ ലിമിറ്റ് x ടെൻസ് ടു 1 x സ്ക്വയർ പ്ലസ് x വരും. ഇനി എക്സിന്റെ സ്ഥാനത്ത് 1 കൊണ്ടേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2. ആവശ്യത്തിന് കൊണ്ടേ 1 എന്ന് എഴുതി വെക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റ് x ടെൻസ് ടു 0 f of x where f of x is equal to x minus 2 for x less than 0, 0 for x is equal to 0 and x plus 2 for x greater than 0. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ത് വരും? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്, ഇത് ജസ്റ്റ് ഇക്വേഷൻ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കേസേ ഉള്ളൂ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്തായിരിക്കും? h ടെൻസ് ടു 0 f of a minus h. f of a minus h എന്ത് വരും? f of a minus h. a minus h ആണെങ്കിൽ a എന്താ? a is 0, x tends to 0 ആണ് ചോദിച്ചത്. സോ 0 മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ലിമിറ്റ് x tends to a minus f of x അല്ലേ? സോ a minus what is a? x tends to 0 ചോദിച്ചത്. ലിമിറ്റ് x tends to 0 f of x ആ. സോ എയുടെ സ്ഥാനത്ത് we have 0. So 0 minus means less than 0. Less than 0 ആണെങ്കിൽ we use the first equation. First equation ഏതാ? Limit x tends to 0 minus x minus 2. So this is the first equation. First equation x is 0 കൊടുത്തു, you got minus 2. ഇനി right hand limit എടുത്തപ്പോൾ limit x tends to a plus f of x. So a plus എന്ന് പറഞ്ഞാൽ a is 0. 0 plus എന്ന് പറഞ്ഞാൽ ഏത് വരും? Limit x tends to 0 plus f of x. So greater than 0. What is greater than 0? x plus 2 വരും. x plus 2 വന്നു, x ന് 0 കൊടുത്തു and you got 2. Left hand limit is not equal to right hand limit. So the limit does not exist at x is equal to 0. So x is equal to 0 ല് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് എഴുതി അവസാനിപ്പിക്കുക. This one. Find limit x tends to 2 x cube minus 4x square plus 4x divided by x square minus 4. എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു റാഷണൽ ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ we go for direct substitution. Direct substitute ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? is equal to limit value substitute ചെയ്തു. You got 2 cube minus 4 into 2 square plus 4 into 2 divided by 2 square minus 4 and you get 0 by 0 form. 0 by 0 form വന്നു കഴിഞ്ഞാൽ you go for factorization. എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത്? കോമൺ ഫാക്ടർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെളിയിൽ എടുക്കുക. അപ്പോൾ കോമൺ ഫാക്ടർ ഒന്നും ഇല്ലെങ്കിൽ അടുത്ത് എന്ത് പോവാ? നമ്മുടെ ഐഡന്റിറ്റീസ് a plus b whole square, a minus b whole square, a square minus b square, ഇങ്ങനത്തെ ഐഡന്റിറ്റീസ് ഏതെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. സോ നോക്കിക്കേ, ലിമിറ്റ് x tends to 2 എന്തെങ്കിലുമൊക്കെ കോമൺ വെളിയിൽ എടുക്കാൻ പറ്റുന്നുണ്ടോ? x is common അല്ലേ? x tends to 2 x into x square minus 4x plus 4 ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. divided by x square minus 4. ഇനി x square minus 4x plus 4. x square minus 4x plus 4. എന്ത് ചെയ്യാം? a square minus 2ab plus b square, a minus b the whole square ഫോമിൽ എഴുതാം. എന്ത് വരും? ലിമിറ്റ് equal to limit x tends to 2 x into x minus 2 whole square divided by x square minus 4, a square minus b square is equal to a plus b into a minus b, x plus 2 into x minus 2, a square minus b square. So x minus 2 രണ്ട് തവണ ഉണ്ട്, cancel ചെയ്യുക and you get limit x tends to 2 x by x plus 2. x into 2 substitute ചെയ്യുക, 2 by 2 plus 2 which is 2 by 4 and you get the final answer as 1 by 2 എന്ന ഫൈനൽ ആൻസർ കിട്ടും. സോ എന്ത് ചെയ്യുക? ഇങ്ങനെ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ വലിയ ഫംഗ്ഷൻ നോക്കിക്കുക, റാഷണൽ ഫംഗ്ഷൻ വലിയ ഫംഗ്ഷൻ ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡോണ്ട് ഗോ ഫോർ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും? 0 by 0 ഫോം ആണെങ്കിൽ യു ഗോ ഫോർ ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസ് ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ട് ലിമിറ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് വൺ ലിമിറ്റ് x tends to 1 x raised to 15 minus 1 by x raised to 10 minus 1. കാണുമ്പോഴേ അറിയാം ലിമിറ്റ് x tends to a x raised to n minus a raised to n by x minus a. ഈ ഒരു ഫോമിലാക്കാൻ ചാൻസ് പറ്റിയ ഒരു സാധനമാണ്.
അല്ലേ? പക്ഷെ നമുക്ക് എക്സ് ബൈ എ എന്ന് പറഞ്ഞ സംഭവമില്ല. സോ വാട്ട് ഡു വി ഡു? We divide both the numerator and denominator with x minus 1. Numerator name, denominator name individual ആയിട്ട് x minus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? is equal to n into a raised to n minus 1. ഈ n ന്റെ സ്ഥാനത്ത് you have 15, a യുടെ സ്ഥാനത്ത് you have 1. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഐ തിങ്ക് യു ഗെറ്റ് 15 into 1 raised to anything. 15 by 10, 3 by 2 എന്ന ആൻസർ കിട്ടും. ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻ ആണ്. എക്സ് മൈനസ് 1 കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക. ബൈ ഈ ഒരു ഫോമിലേക്ക് ആക്കി എടുക്കാൻ നമുക്ക് പറ്റും എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. നെക്സ്റ്റ് വൺ, നമ്മൾ പഠിച്ച ഫോംസ് ഏതൊക്കെയായിരുന്നു? ജസ്റ്റ് ഒന്ന് നോക്കിയേ. നമ്മൾ പഠിച്ച ഫോംസ് എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ, വാല്യൂസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന ഫോമാണ് പഠിച്ചത്. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി ഗോ ഫോർ ഫാക്ടറൈസേഷൻ. ഫാക്ടറൈസേഷനും പറ്റാത്ത കേസിലാണ് സ്പെഷ്യൽ കേസ്. ഏതാണ് സ്പെഷ്യൽ കേസ്? ലിമിറ്റിൽ ആകെ ഇതുപോലെ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ 3 കേസാണ് ഉള്ളത്. ഏതൊക്കെയാ? യെസ്, ആ സ്ലൈഡ് കാണുന്നില്ല. യെസ്, മെത്തേഡ്സ് ടു ഫൈൻഡ് ലിമിറ്റ്സ്. ഇതാണ് നമ്മുടെ 3 കേസ്. ഒന്നെങ്കിൽ വി ഗോ ഫോർ ഡിറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഡിറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ പറ്റത്തുള്ളൂ. ഡിറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റിയില്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യും. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യും. when we get 0 by 0 form. ന്യൂമറേറ്ററും 0 ഡിനോമിനേറ്ററും 0 ആണെങ്കിൽ മാത്രം. ഇനി അതല്ലെങ്കിൽ വി യൂസ് സം സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ്. സോ ആ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ് ഇത്. അപ്പൊ ഒരു ഫ്രാക്ഷൻ, ഒരു ഇത് തന്നു കഴിഞ്ഞാൽ, റാഷണൽ ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ, ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ ഡിറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തു, ആൻസർ കിട്ടിയില്ല. 0/2 is 0, not 0/0 form. 0/2 എന്നാണ് കിട്ടിയെങ്കിൽ ഇത് ആൻസർ is 0. അല്ലെങ്കിൽ 2/0 കിട്ടിയാൽ the final answer is infinity. But ന്യൂമറേറ്ററും 0 ഡിനോമിനേറ്ററും 0 ആണെങ്കിൽ we go for factorization method. ഫാക്ടറൈസേഷൻ മെത്തേഡിലേക്കും പോകാൻ പറ്റാതെ ഇതുപോലെ 2 ഇക്വേഷൻ പോലെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ ഒരു ഫോമിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ just try to connect it with this equation. Okay, അപ്പൊ ഈ 3 കേസസ് ആണുള്ളത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ 0/0 ഫോം, അല്ലെങ്കിൽ ഈ ഒരു ഫോം. ഈ ഒരു ഫോമും അല്ലാതെ നമ്മളെ ചതിക്കുന്ന കേസാണ് ഏത്? ഒന്നിലും പെടാതെ നടക്കുന്ന ഒരു സാധനമാണ് ആര്? ലിമിറ്റ് ചോദിക്കുമ്പോഴാണ് ലിമിറ്റിൽ 3 കേസേ ഉള്ളൂ. യെസ്, ദിസ് വൺ. ഇവിടെ റൂട്ടിനകത്ത് 1 + x, അല്ലെങ്കിൽ x + 5 the whole raised to 5. ഇങ്ങനെ ഓരോ സാധനങ്ങൾ whole raised to 5 നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. x + a the whole raised to 2 ഒക്കെ ആണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പക്ഷെ whole raised to 5 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൂട്ടിനകത്ത് √x എന്നോ √y എന്നൊന്നും അല്ല, √of 1 + x എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് വി ഗോ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ കൊടുക്കുന്നത്? പുട്ട് y is equal to 1 + x, y ഓ z ഓ x ഓ t ഓ എന്തെങ്കിലും കൊടുക്കുക, is equal to 1 + x എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. റൂട്ടിനകത്ത് കിടക്കുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാധനത്തിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അല്ലെങ്കിൽ വേറെ എപ്പോഴാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് പറഞ്ഞേ? ഡിനോമിനേറ്ററിലെ x, h ഇങ്ങനെ ഒരു ലെറ്റർ അല്ലാതെ x - 3, x - 4, x - 5 എന്നൊക്കെ പറഞ്ഞ് ഡിനോമിനേറ്ററിൽ എന്തെങ്കിലും 2 സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ എപ്പോഴൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? റൂട്ടിനകത്തോ പവറിനകത്തോ ഒക്കെ 2 സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ 2 സാധനം. ന്യൂമറേറ്റർ വലിയ പ്രശ്നമില്ല. ഡിനോമിനേറ്ററിൽ x - a എന്നോ x - 3 എന്നോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വി ഗോ ഫോർ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ കേസിലൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. സോ പുട്ട് y is equal to 1 + x. അപ്പൊ എന്തൊക്കെ കാര്യം ചെയ്യണം? x നെ റീപ്ലേസ് ചെയ്യണം. x will become y - 1. പിന്നെന്താണ്? പിന്നെ ഒരിക്കലും വിട്ടുപോകരുതാത്തൊരു കാര്യം, ചേഞ്ച് ദ ലിമിറ്റ് വാല്യൂ. x tends to 0 ആണെങ്കിൽ what will be the value of y? x 0 ആയി കഴിഞ്ഞാൽ y ക്ക് എന്ത് സംഭവിക്കും? y will be equal to 1. So as x tends to 0, x ന് 0 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y എന്താവും? y is equal to 1. So as x tends to 0, y will tend to 1. ഈ ഒരു കാര്യം വിട്ടുപോകരുത്. ലിമിറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യണം. So the entire limit becomes limit y tends to 1 root of what is 1 + x? y minus 1 divided by what is x? x is y minus 1. ഇനി ഇവിടെ x ന്റെ ഒരു തരി പോലും കാണരുത്. We replaced 1 + x with y. സോ ഇനി അവിടെ x കാണരുത്. എല്ലാ x നെ നമ്മൾ y ലേക്ക് കൺവേർട്ട് ചെയ്തു. ലിമിറ്റ് വാല്യൂ ഓഫ് x നെ y ലേക്ക് കൺവേർട്ട് ചെയ്തു. ഡിനോമിനേറ്ററിലുള്ള x നെ y ലേക്ക് കൺവേർട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂഷൻ 1 + x നെ y ലേക്ക് ആക്കി. സോ ഒരു ലിമിറ്റ് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കൺവേർട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനെയും കൺവേർട്ട് ചെയ്യണം. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാറ്റിയിട്ട് ലിമിറ്റ് വാല്യൂ എക്സിലിട്ട് ചെയ്യരുത്. ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ either it should be in x or it should be in y. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ലിമിറ്റ് ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ മാത്രമേ കാണാവുള്ളൂ, 2 വേരിയബിൾ കാണരുത്. സോ എക്സിന് 1 + x ന് y കൊടുത്തിട്ടുണ്ടെങ്കിൽ റീപ്ലേസ് എവറി x, ഈച്ച് ആൻഡ് എവറി x with y.
സോ ലിമിറ്റ് വാല്യൂ മാറ്റാൻ മറക്കരുത്. ഇത് പലരും മറക്കുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ y will tend to 1. അല്ലാതെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 √(5 - 1) എന്ന് എഴുതി വെക്കരുത്. ഇറ്റ്സ് റോങ്. ചേഞ്ച് ഈച്ച് ആൻഡ് എവറി എക്സ് ടു y ടേം. ഓക്കെ, ഇനി നോക്കിയേ y, വാട്ട് ഇസ് √(y)? √(y) is equal to y raised to 1/2. നമുക്കറിയാവുന്ന ഫോമിലേക്കായി ലിമിറ്റ് എക്സ് ടെൻസ് ടു a, x raised to n minus a raised to n divided by x minus a എന്ന ഫോമിലായി ലിമിറ്റ് y tends to 1, y raised to 1/2 minus 1നെ നമുക്ക് എന്തും കാണിക്കാം. 1 can be written as 1 raised to 1, 1 raised to 1/2, 1 raised to minus 1/2. So x raised limit y tends to 1, root y can be written as y raised to 1/2 and 1 can be written as 1 raised to 1/2 divided by y minus 1. Use the equation n into a raised to n minus 1. What is n? In the place of n we have 1/2. In the place of a we have 1. So substitute that and you get the final answer. Okay, next one. Evaluate limit x tends to 0 sin 4x divided by sin 2x. Limit x tends to 0 sin 4x divided by sin 2x. So നമുക്കറിയാവുന്ന ഒരു കാര്യം, ഇങ്ങനെ കാണുമ്പോൾ limit x tends to 0 sin x by x is equal to 1 എന്ന് നമുക്ക് അറിയാമല്ലോ. സോ എന്ത് ചെയ്യണം? sin 4x, ഇവിടെ x ന്റെ സ്ഥാനത്ത് sin 4x ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? ഡിവൈഡിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് 4x. എന്തുകൊണ്ടാണ് 2x എടുക്കാൻ? 2x നോട് പക്ഷപാതം കാണിച്ചത് എന്തുകൊണ്ടാണ്? 4x-നകത്ത് 2x ഉണ്ട്, ബട്ട് 2x-നകത്ത് 4x ഇല്ല. അതാണ് പക്ഷപാതം കാണിച്ചത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. സോ ലിമിറ്റ് x tends to 0 sin 4x, divide the numerator and denominator with 4x, sin 4x divided by 4x divided by sin 2x divided by 2 into 2x. നമുക്ക് ഇവിടെ 2x ആവശ്യമുള്ളൂ അല്ലേ? sin 2x divided by 2x, ഇത് എന്ന് പറയുന്നത് 1 ആണ്. ഇനി ലിമിറ്റ് x tends to 0, ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഇൻഡിവിജ്വൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം in the case of fraction because this is the algebra of rational function. It is allowed. ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് അലൗ ചെയ്യാം. എന്തുകൊണ്ടാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് 4x-നെ 2 into 2x നൽകി? നമുക്ക് sin 2x divided by 2x മാത്രമേ ഉള്ളൂ. So the constant 1/2 will be taken outside and the final answer will be equal to 2. 1/2. The final answer will be equal to 2. The calculation ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. Limit x tends to 0 tan x by x is equal to 1. ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് എഴുതാൻ പറ്റില്ല. ഇവാലുവേറ്റ് എന്ന് ചോദിച്ചാൽ you have to find the value. Limit x tends to 0 tan x by x equal to 1 ആണെന്ന് നമുക്കറിയാം. അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. What is tan x? Limit x tends to 0 sin x divided by cos x into x. So what is? ഇതിനെന്ത് ചെയ്യാം? പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇൻഡിവിജ്വൽ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് x tends to 0 sin x divided by x into limit x tends to 0 1 by cos x. എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്? sin x divided by x ന്റെ ലിമിറ്റ് നമുക്കറിയാം, which is 1. പിന്നുള്ളത് എന്താ മിച്ചം? y cos x, 1 by cos x മാത്രമേ ഉള്ളൂ. So this is 1 and limit x tends to 0 1 by cos x. Apply the value. ഇത് നമുക്കൊരു ഇക്വേഷൻ ഇല്ല. So x ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 by cos 0. What is cos 0? Cos 0 is 1. So 1 into 1 is 1 is the final answer. We have proved that. Tan വന്നാൽ sin by cos എന്ന് ഇപ്പോഴും എഴുതുക. Next question. Find limit x tends to 0 f of x if it exists. നോക്കിക്കേ, മോഡുലസ് ഫംഗ്ഷൻ ആണ്. ഞാൻ പറഞ്ഞു മോഡുലസ് ഫംഗ്ഷന്റെ പ്രത്യേകത നിങ്ങൾ സെക്കൻഡ് ചാപ്റ്റർ, 13 ചാപ്റ്റർ, ആദ്യത്തെ ചാപ്റ്ററിലെല്ലാം ഉണ്ട്. സോ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിലെ ഫംഗ്ഷൻസും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും തമ്മിൽ അമേദ്യമായ ബന്ധമുണ്ട്. ഈ രണ്ട് ചാപ്റ്റേഴ്സും മിക്സ് ചെയ്ത് പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് 2-3 സോ ക്വസ്റ്റ്യൻസ് നമ്മൾ നാളെയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. So limit x tends to 0 f of x if it exists. Exist ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണ്ടേ? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യുന്നേ? We have to find the left hand limit and the right hand limit. If the left hand limit is equal to right hand limit, then the limit exists. So left hand limit LHL is equal to limit x tends to 0 minus f of x. 0 minus f of x. അല്ലെങ്കിൽ എന്താണ്? ലിമിറ്റ് h tends to 0 f of a minus h.
What is a? Limit x tends to 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the value of a is 0, which is equal to limit h tends to 0. x ന്റെ സ്ഥാനത്ത് a minus h. 0 minus h, modulus of 0 minus h divided by h. Okay. Yes, divided by 0 minus h, not h. x ന്റെ സ്ഥാനത്ത് a minus h. Left hand limit, for left hand limit, f of x ന്റെ സ്ഥാനത്ത് a minus h. Limit h tends to 0, f of a minus h. So modulus of 0 minus h divided by 0 minus h. What is the modulus of minus h? Modulus of minus h is plus h and divided by minus h. You get the answer as minus 1. So the left hand limit is minus 1. Now what about the right hand limit? Left hand limit minus 1 എന്ന് കിട്ടി. Right hand limit will be limit h tends to 0, f of a plus h. Left hand limit minus, right hand limit plus. So എന്ത് വരും? Modulus of f of a plus h divided by a plus h. Modulus of h is h and divided by h. 0 plus h is h, and you get the right hand limit as, you get the right hand limit as 1. H divided by h is equal to 1. So the left hand limit you got as minus 1 and right hand limit you got as plus 1, which means the limit does not exist, so we cannot find the limit value. Okay. Next question. Find limit x tends to x square minus 2. ഒരു ചടങ്ങുമില്ല. കൊണ്ട് substitute ചെയ്യുക. Put the value of x is equal to 2 in the equation. 2 square minus 2, 4 minus 2, which is equal to 2. Simple question. Limit value substitute ചെയ്യുക. Find the derivative. Derivative at x is equal to 2 for the function f of x is equal to 3x. So derivative of 3x, either you can go for simple one ഉണ്ട് 1 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ d by dx, derivative of 3x. Take the constant outside, constant outside, constant പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ d by dx of x. We know that the derivative of x is 1, so 3 into 1, which is equal to 3. Either you can go for this one or 3 into 1 into x raised to 0. What? Why? X raised to n into derivative എന്ന് പറയുന്നത് n into x raised to n minus 1. So x raised to 1, 3 is a constant taken outside. x in the power 1, 1 into x raised to 1 minus 1. ഇങ്ങനെ ചെയ്യാം, x raised to 0. ഇങ്ങനെ ചെയ്യാം. Or at x is equal to 2. അല്ലെങ്കിൽ derivative f dash of x is equal to limit h tends to 0, f of a plus h minus f of x plus h. Last one is substitute here. Yes, x plus h minus f of x divided by h. Alle limit h tends to 0, 3 into x plus h minus 3 into x divided by h. x ന്റെ സ്ഥാനത്ത് x plus h ഉം x ന്റെ സ്ഥാനത്ത് x ഉം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 3x equal to limit വന്നവരെ ഒന്നും കൂടെ കൊണ്ടാ മറക്കരുത്. h tends to 0, 3x plus 3h minus 3x divided by h. 3x minus 3x is 0, so limit h tends to 0, 3h divided by h. h cancel ചെയ്തു. Limit h tends to 0, 3, which is equal to 3. Okay, ഇങ്ങനെ വേണേലും ചെയ്യാം. There are many methods to find the answer. Depending upon the mark, you have to solve the question. Next one. Find the derivative of f of x is equal to 3 at x is equal to 0 and at x is equal to 3. We know that the derivative of a constant is 0. f of x is equal to 3 എന്ന് പറയുന്നത് is a constant. So the derivative is 0 at x is equal to 0 or at x is equal to 3. എന്തെടുത്താലും the derivative is 0. ഇനി എഴുതി പിടിപ്പിക്കാനാണെങ്കിൽ f dash of x is equal to limit h tends to 0, f of x plus h minus f of x divided by h. Substitute limit h tends to 0, 3 into what? x ന്റെ സ്ഥാനത്താണ് x plus h കൊടുക്കേണ്ടത്. You have anything for x plus h? x എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ ഇല്ല. So it is 0 h by h. Not h by h actually. x ന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല and you get 0. Not limit h tends to 0. ഇങ്ങനെ എഴുതാനും പറ്റില്ല. You can directly write
3 into 0 equal to 0. Because എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, ഇവിടെ എക്സ് ഇല്ല. സോ എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എച്ച് കൊടുക്കാൻ പറ്റില്ല. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 or at x is equal to 3. എക്സ് എന്ന് പറഞ്ഞൊരു ടേം ഇവിടെ ഇല്ല. 3 is a constant, so we cannot substitute for x, and the value or the derivative of a constant is 0. Next one, find the derivative of f of x is equal to x plus 1 divided by x. ചോദിച്ചിരിക്കുന്ന ഡിവിഷൻ ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ, ഔട്ട്സൈഡ് നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഡിവിഷൻ. ഗോ ഫോർ quotient rule. U by v, the whole dash is equal to second into derivative of first minus first into derivative of second divided by second square. In the place of u we have x plus 1, in the place of v we have x. Values substitute ചെയ്യുക. ഇവിടെ മിസ്റ്റേക്ക് വരുത്താതിരിക്കുക. ക്ലിയർ ആയിട്ട് ഡെറിവേറ്റീവ് എടുക്കുക. We know that the derivative of x is 1. ഇത് സോൾവ് ചെയ്യാൻ അറിയാലോ? Okay, second into derivative of first. ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ന്യൂമറേറ്ററിനെയും സെക്കൻഡ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററാണ്. മൈനസ് ഫസ്റ്റ് ഇൻറ്റു ബ്രാക്കറ്റ് ഒന്നും ഇടാൻ മറക്കരുത്. ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് 1. Derivative of constant, derivative of 1 is 0. Minus of x plus 1 into what is the derivative of x? D by dx of x. Derivative of x is 1 whole divided by x square. ബാക്കി ഞാൻ അറിയാലോ, ഇനി പറഞ്ഞു തരണ്ടല്ലോ. x minus x bracket ഒക്കെ സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യുക. minus 1 by x square. So the derivative is minus 1 by x square. ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് കണ്ടു ഓപ്പൺ ചെയ്യുക. മൈനസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇടുക, ബ്രാക്കറ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ട് ഇടുക. Compute the derivative of tan x. Derivative of tan x. Limit tan x and sin x. First sin x, cos x and tan x. First principle you see the. It's really important. Limit s tends to 0. Sorry, ഇങ്ങനെ സാധനം കൂടെ എഴുതണേ. Dash of x is equal to limit x tends to 0. F of a plus h. ഇപ്പൊ എത്രാമത്തെ തവണ ഇക്വേഷൻ എഴുതുന്നത്? Derivative f of x plus h minus f of x divided by h. Task of India. ഇത് വലിയ പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് അറിയാം. ലിമിറ്റ് എസ് ടെൻസ് ടു 0 ടാൻ ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് ടാൻ ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച്. സോ എച്ചിനെ നമ്മൾ താൽക്കാലികമായിട്ട് പുറത്തെടുത്തിരിക്കുകയാണ്. എന്തിനാ? 1 by h ഇൻറ്റു ലിമിറ്റ് എസ് ടെൻസ് ടു 0. ടാനിനെ എങ്ങനെ എഴുതാം? സൈൻ ഓഫ് എക്സ് പ്ലസ് എച്ച് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് മൈനസ് sin x divided by cos x. ഇനി എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ എന്ത് വരും? sin of x plus h into cos x minus sin x into cos of x plus h divided by cos x into cos of x plus h. ഇങ്ങനെ വരും. sin a cos b minus cos a sin b. sin of a minus b അപ്ലൈ ചെയ്യുക. divided by cos x into cos of x plus h. x ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്ത് കാണിക്കണോ? ഇത് ഓൾറെഡി ക്ലാസ് ചെയ്യിപ്പിച്ചു. യെസ്, ഓൾറെഡി ക്ലാസ്, ദൈവമേ എൻ്റെ കർത്താവേ. ഓക്കെ, ഓൾറെഡി ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. ഓക്കെ, ഈ സ്റ്റെപ്പ് മായ്ക്കുകയാണ്. ഇത്രയും ക്ലിയർ ആയല്ലോ. വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടാൻ ആണെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണ് ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, സൈൻ ഡിവൈഡഡ് ബൈ കോസ് ആണ് ടാൻ എന്ന് പറയുന്നത്. സോ ഫോർ ദ ടൈം ബീങ് നമ്മൾ 1 by h പുറത്തെടുത്താണ്. ഈക്വൽ ടു 1 by h ഇൻറ്റു എന്ത് വരും? ലിമിറ്റ് h ടെൻസ് ടു 0. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സൈൻ ഇൻറ്റു എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ഇൻറ്റു കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഡിവൈഡഡ് ബൈ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ്. എൽസിഎം എടുത്തു, മൾട്ടിപ്ലൈ ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെന്ത് സംഭവിച്ചു? ഇതെന്താ? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. വോട്ട് ഈസ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി? സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി ഇസ് ഈക്വൽ ടു സൈൻ ഓഫ് എ മൈനസ് ബി. സൈൻ ഓഫ് എ മൈനസ് ബി. സൈൻ എ is x plus h, cos b x minus cos a. This is cos a. Cos a sin b. Sin a cos b minus cos a sin b.
സൈൻ ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പ്രത്യേകിച്ച് ഒന്നുമില്ല അവർ അതേപോലെ ഇരുന്നോട്ടെ കോസ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇൻറ്റു കോസ് എക്സ് x plus h minus x. X and minus x will get cancelled. So we have so we have 1 by h into h in limit h tends to 0 sin x sin h divided by cos of x plus h into cos x. ഇനി പറഞ്ഞുതരാം ഈ എച്ചിനെ പുറത്തോട്ട് അകത്തോട്ട് എടുക്കുക 1 by h ഉണ്ടല്ലോ 1 by h അകത്തോട്ട് എടുത്തു എന്ത് സംഭവിച്ചു ലിമിറ്റ് h ടെൻസ് ടു 0 sin h ഡിവൈഡഡ് ബൈ h വരും ലിമിറ്റ് h ടെൻസ് ടു 0 sin h ഡിവൈഡഡ് ബൈ h 1 ആണ് ബാക്കി എന്തുണ്ട് 1 by cos of x plus h into cos x സോ h ന്റെ വാല്യൂ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 by cos square x വരും 1 by cos square x is 6 square x the derivative of tan x is 6 square x ബാക്കി അങ്ങോട്ട് എളുപ്പമാണ് sin h by h ലിമിറ്റ് h ടെൻസ് ടു 0 sin h by h is equal to 1 പിന്നുള്ളത് ലിമിറ്റ് h ടെൻസ് ടു 0 1 by cos of x plus h into cos x h ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1 by cos x into cos x വരും 1 by cos square x വരും what is 1 by cos square x it is 6 square x 1 by cos x is 6x അതുപോലെ 1 by cos square x is 6 square x so the derivative of tan x is 6 square x compute the derivative of sin square x ഇതും സെയിം മെത്തേഡ് തന്നെയാണ് either you can go for എന്താണ് ലിമിറ്റ് h tends to 0 sin square x plus h minus sin square x divided by h a square minus b square is equal to a plus b into a minus b ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ you can take d by dx of sin square x ഇത് നോക്കിക്കേ d by dx of sin square x what is sin square x sin square x നെ sin x into sin x എന്ന് എഴുതാം sin x into sin x use product rule first into derivative of second plus second into derivative of first ഇങ്ങനെ ചെയ്യാം sin x into sin x അല്ലെങ്കിൽ you go for chain rule അതെന്താണ് chain rule എന്താണ് x raised to n ആണെങ്കിൽ n വേണ്ട ഇത് ചെയ്യാൻ നമ്മൾ നിന്നതിരിക്കും chain rule ആണ് ലാസ്റ്റ് പഠിപ്പിച്ചത് sin square x ന്റെ പവർ എത്രയാ 2 into sin raised to 1 x പവർ എഴുതി sin raised to 1 n into x raised to n minus 1 ഒരു പവർ കുറച്ച് എഴുതി into chain rule എന്ന് പറയുമ്പോൾ sin x ന്റെ ഡെറിവേറ്റീവ് cos x 2 sin x cos is equal to sin 2x ഇങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്താലും you get the same answer next question derivative of the previous year question ആണ് derivative of f of x is equal to previous year question ആണ് പഠിക്കണ്ട 1 plus x plus x square plus etc to x raised to 50 at x is equal to 1 so നമുക്കറിയാം derivative of a constant is equal to derivative of 1 0 plus d by dx of x is 1 plus x square എന്ന് പറഞ്ഞാൽ x ന്റെ പവർ 2 into x raised to 1 plus അപ്പോൾ അടുത്ത് എന്ത് വരും x cube ആണെങ്കിൽ next term is x cube ആണെങ്കിൽ 3 into ഒരു പവർ കുറച്ച് x raised to 3 എന്നൊരു പവർ കുറച്ചത് 2 plus etc plus what's the last term x raised to 50 ആണെങ്കിലോ 50 into x ൽ നിന്നും ഒന്ന് കുറച്ചത് x raised to 49 ഇതാണ് എന്ത് 1 plus 2x plus 3x square plus etc plus 50 x raised to 49 ആണ് at x is equal to 1 at x is equal to 1 x ന് 1 കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും 1 plus 2 plus 3 plus etc up to 50 sum of first 50 natural numbers 1 plus 2 plus n into n plus 1 by 2 I think 1275 is the final answer sum of first natural numbers first 50 natural numbers n into n plus 1 by 2 so this 1275 is the final answer next question find the derivative of x square plus 2 using first principle നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു x ന്റെ സ്ഥാനത്ത് ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by x ആണ് അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിളിന്റെ ഇക്വേഷൻ ആണ് ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h സോ x ന്റെ സ്ഥാനത്ത് x plus h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യുക ആൻഡ് യു ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 2x എന്ന് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും ചെയ്തിട്ടുള്ളതാണ് ക്ലാസ്സിൽ derivative of cos x from first principle ഇത് ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h
derivative of sin x using first principle, derivative of cos x using first principle, derivative of tan x using first principle. മൂന്ന് ക്ലാസ് ചെയ്യിപ്പിച്ചാണ്. ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. cos c minus cos t യുടെ ഇക്വേഷൻ യൂസ് ചെയ്യുക, sin c minus sin t യുടെ ഇക്വേഷൻ sin യൂസ് ചെയ്യുക, ട്രിഗ്നോമെട്രിയിലെ ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. Then derivative of sin x minus cos x by sin x plus cos x എന്താണ്? ഓൾമോസ്റ്റ് പുറത്ത് നോക്കുമ്പോൾ ഔട്ടർമോസ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ എന്താ കാണുന്നത്? വി സി ഡിവിഷൻ, ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. സോ ഗോ ഫോർ കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ എന്താണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ ആണ്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ ഹോൾ ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് മൈനസ് ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഹോൾ ഡിവൈഡഡ് ബൈ സെക്കൻഡ് സ്ക്വയർ. അത് അപ്ലൈ ചെയ്യുക. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് is equal to x into sin x with respect to x. X into sin x എന്ന് പറഞ്ഞാൽ we go for product rule. First into derivative of second plus second into derivative of plus second into derivative of first. First into derivative of second plus second into derivative of first. Sin x into 1. ചെയ്യിപ്പിച്ചാൽ derivative of the function y is equal to root x with respect to x by using first principle. So first principle ആണെങ്കിൽ again we go for limit h tends to 0 f of a plus h, f of a plus h minus f of x divided by x. Go for substitution. Yes, root of x plus h എന്ന് കണ്ടു കഴിഞ്ഞാൽ go for substitution because we cannot move further. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ go for substitution. Substitute y is equal to x plus h and replace every h. h ലാണ് ലിമിറ്റ് h tends to 0 എന്നാണ്. ലിമിറ്റ് h tends to 0 എന്നാണ്. സോ h നെയാണ് മാറ്റേണ്ടത്. ഇക്വേഷനിൽ എവിടെയൊക്കെ h ഉണ്ടോ h നെല്ലാം റീപ്ലേസ് ചെയ്യുക. This one, find dy by dx. Again quotient rule. Second into derivative of first. ഇവിടെ x ന്റെ പവർ നോക്കണ്ട. ലിമിറ്റ് എടുക്കുമ്പോഴാണ് x ന്റെ പവർ നോക്കേണ്ടത്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡയറക്ട്ലി ഗോ ഫോർ ദ കോഷ്യൻ റൂൾ. ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ആണെങ്കിൽ ഗോ ഫോർ ദ കോഷ്യൻ റൂൾ. ഓക്കെ, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് 1 by x ഫ്രം ദി ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇത് ക്ലാസ് ചെയ്യിപ്പിച്ചാണ്. ഫസ്റ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഡെറിവേറ്റീവ് എടുക്കാൻ പല തവണ ചോദിച്ചിട്ടുണ്ട്. What is first principle? Limit h tends to 0 f of a plus h അല്ലെങ്കിൽ f of x plus h minus f of x divided by h is the equation for first principle. So x ന്റെ സ്ഥാനത്ത് x plus h substitute ചെയ്യുക. Take the LCM അല്ലെങ്കിൽ എന്താ പറയുക ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. At the last substitute the value of h to be 0 and you get the final answer minus 1 by x square കിട്ടും. Okay, and these were the main things in the chapter limits and derivatives. Then we had the chapter statistics. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ തന്നെ കുറെ ഇക്വേഷൻ ഉണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് സ്ഥിരം കൺഫ്യൂഷൻ വരുന്നതാണ് എല്ലാ ഇക്വേഷനോടെ എങ്ങനെയാണ് പഠിക്കുന്നത് എന്നൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സ്ഥിരം ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളാണ് അതില്. ഇതാണ് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഗ്രൂപ്പ് ഡാറ്റ ഉണ്ട്. അൺഗ്രൂപ്പ് ഡാറ്റയിൽ കുറെ റാൻഡം വാല്യൂസ് തരും. ഗ്രൂപ്പിലാണെങ്കിൽ അതിലുണ്ട് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. സോ ഇതുപോലെ കണ്ടിന്യൂസ് ഡാറ്റ തന്നിട്ട് ഈ ഒരു മോഡലാണ് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. നോക്കിക്കേ, ഇതുപോലെ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ട് ഫൈൻഡ് ദ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഫുൾ ഇക്വേഷൻ ഒന്നും പഠിക്കാൻ പറ്റാത്തവര് ഈ ഒരു മോഡലിന് മാത്രം ഇക്വേഷൻ പഠിച്ചിട്ട് പോകാം. ഏതാണ്? നോക്കിക്കേ, ഫോർ അൺഗ്രൂപ്ഡ് അല്ല, for grouped data, mean deviation about mean. Continuous frequency distribution de mean deviation about mean about median. 1 by n into sigma I is equal to 1 to n fi into modulus of xi minus m for median and mean ആണെങ്കിലോ x bar വരും. So x bar കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്? sigma xi fi divided by sigma fi. So ഈ ഇക്വേഷൻ പഠിക്കുക. മീഡിയൻ ആണെങ്കിൽ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ make sure that the given data is in ascending order. ഓക്കെ, ഡിസ്ക്രീറ്റ് ഇങ്ങനെ കുറച്ച് ഡേറ്റാസ് മാത്രമാണ്, റാൻഡം ആയിട്ട് കുറച്ച് വാല്യൂസ് ആണ് തരുന്നതെങ്കിൽ മീഡിയം കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അറേഞ്ച് ചെയ്തതിന് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, നോട്ട് ആൻഡ് അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡർ. പിന്നെ എന്ത് ചെയ്യുക? ഞാൻ ഇക്വേഷൻ 2 തവണ എഴുതിച്ചിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട ഇത്ര ഇക്വേഷൻ ഒന്നും ഇല്ല. ഇനി നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഓഡ് ആണെങ്കിൽ n+1/2 ഒബ്സർവേഷൻ, സെന്ററിലെ ഒബ്സർവേഷൻ ആണ്. ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ ആക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. ഈവൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ
നടുക്ക് കിടക്കുന്ന രണ്ട് ടേമിന്റെ ആവറേജ് എടുക്കാം. നടുക്ക് കിടക്കുന്ന രണ്ട്, ഇതാണ് ഇക്വേഷൻ കണ്ടിട്ടുണ്ട. ഇപ്പൊ ഒരു 8 ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നാലാമത്തെ അഞ്ചാമത്തെ നടുക്ക് കിടക്കുന്ന രണ്ടെണ്ണത്തിന്റെ ആവറേജ് ആയിരിക്കും, ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും, വിൽ ബി ദ മീഡിയൻ. മേക്ക് ഷുവർ ദാറ്റ് യു റൈറ്റ് ദ സീക്വൻസ് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. ഇനി കണ്ടിന്യൂസ് ആണെങ്കിലോ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ വേരിയൻസിന്റെ ഇക്വേഷൻ മാത്രം പഠിക്കുക, എല്ലാം ഒന്നും പഠിക്കണ്ട. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കണ്ടുപിടിക്കാനും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, ഈ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇത് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇത് ഇൻ ദ സെൻസ് ലൈക്ക് ഇങ്ങനെ എന്താണ് അൺഗ്രൂപ്പ് ഡേറ്റ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡേറ്റ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെങ്കിൽ ഇത് 2 തവണ ചോദിച്ചിട്ടുണ്ട്, ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇതിൽ നമ്മളൊരു കാര്യം കണ്ടുപിടിക്കണം, എന്താണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ ഒരു സാധനം ഉള്ളതാണ്, എന്താണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അല്ല, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. അപ്പൊ നമ്മൾ ടേബിൾ വരയ്ക്കുമ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ടേബിൾ വരയ്ക്കണം, ഫ്രീക്വൻസീസ് തമ്മിൽ ആഡ് ചെയ്ത്. സോ ഇതിന്റെ അപ്പം ടേബിൾ വരയ്ക്കുമ്പോൾ എങ്ങനെ വരും, xi fi വേണ്ട, ഫോർ ഫൈൻഡിങ് മീഡിയൻ വി ഡോണ്ട് വാണ്ട് xi fi. Sigma I 1/n into sigma I is equal to 1 to n fi into modulus of xi minus m divided by n already പുറത്തെടുത്തല്ലോ. Okay, fine. So this is the equation for mean deviation about median. Okay, അപ്പോൾ xi minus m ന്റെ മോഡുലസ് വേണം, മോഡുലസ് കണ്ടുപിടിക്കാൻ വേണം. ആൻഡ് സിഗ്മ fi ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതാണ്. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ എഴുതുന്നത്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പോൾ ഫ്രീക്വൻസി 6, 7, 15, 16, 4, 2 ആണെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ക്യുമുലേറ്റ് ആഡ് ചെയ്യുക. First one is 6 itself, second one will be 13, this one will be 28. cumulative frequency add ചെയ്ത് പോവുക. You should learn the equation. അപ്പോൾ ഏതാ പഠിക്കണ്ടേ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ഇങ്ങനെ റേഞ്ച് തന്നിട്ട് നോക്കിയേ, 0 to 10, 10 to 20, 20 to 30 ഇങ്ങനെ കണ്ടിന്യൂസ് റേഞ്ച് തരുമ്പോഴുള്ള ആ ഇക്വേഷന്റെ ഇത് പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ചാപ്റ്റർ ഫുള്ള് പഠിക്കാൻ പറ്റാത്തവര് ഈ ഒരു പോയിന്റ് മാത്രം നോക്കിയിട്ട് പോകും. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അങ്ങനെ ചോദിക്കുന്നത്. കാൽക്കുലേറ്റ് ദ മീൻ അല്ലെങ്കിൽ മീനോ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ രണ്ടുകൂടെ ചോദിക്കില്ല. ഒന്നെങ്കിൽ ഇത് ചോദിക്കും മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ദ മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് പല തവണ തന്നിട്ടുള്ളത്. സോ ഇത് രണ്ടും മെയിൻ ആയിട്ട് പഠിക്കുക. അപ്പൊ ആകെ 3 ഇക്വേഷൻ ഉള്ളൂ. മീഡിയൻ കണ്ടുപിടിക്കുക ഇക്വേഷൻ പോലും ഇല്ല. മീനിന്റെ ഇക്വേഷൻ അറിയാം, സിഗ്മ xi fi ഡിവൈഡഡ് ബൈ സിഗ്മ fi. ഇതായിരിക്കും എന്ത് മീനിന്റെ ഇക്വേഷൻ, ആവറേജ് മീൻ വാല്യൂ. പിന്നുള്ളത് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ. സോ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ഇതെങ്കിലും പഠിച്ചിട്ട് പോവുക. അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇതുപോലെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ തന്നിട്ട് ഈ ഒരു ഡാറ്റയുടെ മാത്രം ചോദിക്കും. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ട് ഇത്രേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. ഈ കണ്ട ഇക്വേഷൻ എല്ലാം പഠിക്കേണ്ട. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇക്വേഷൻസ് ഒക്കെ തമ്മിൽ സിമിലാരിറ്റി ഉണ്ട്, നല്ല സിമിലാരിറ്റി ഉണ്ടല്ലേ, കാണുന്ന മുഴുപ്പോഴും നല്ല സിമിലാരിറ്റി ഉണ്ട്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് വഴി ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് വഴി നമ്മൾ ഓർക്കുന്നില്ലേ, ഈ ഇക്വേഷൻ തന്നെ സിമ്പിൾ മെത്തേഡ്, ഈസി മെത്തേഡ് ടു ഫൈൻഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് നമ്മൾ പഠിപ്പിച്ചായിരുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഫൈൻഡിങ് ഇല്ല, അതിനടുത്ത് കളഞ്ഞു. കാരണം ബിക്കോസ് സ്റ്റെപ്പ് ഡീവിയേഷൻ വഴി ചെയ്യാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ ആ ഇക്വേഷൻ പഠിക്കണം എന്നതിൽ നിർബന്ധമൊന്നുമില്ല. ബട്ട് യു ഷുഡ് ലേൺ ഹൗ ടു ഫൈൻഡ് ദ വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആൻഡ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണ് ചോദിക്കുന്നത്, ഇങ്ങനെയുള്ള റേഞ്ച് തന്നിട്ടുള്ളതാണ് ചോദിക്കുന്നത്. സോ ഈ ഒരു പ്രോബ്ലം ഒറ്റയ്ക്ക് പഠിക്കാം. ദെൻ വി ഗോ ഫോർ ദ ലാസ്റ്റ് ചാപ്റ്റർ, പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയിൽ എന്തൊക്കെ കണ്ടു, ഓൾജിബ്ര കണ്ടു, കോംപ്ലിമെന്ററി ഇവന്റ്, നമ്മള് സെറ്റ്സിൽ എന്തൊക്കെ കണ്ടോ അതേ സാധനങ്ങൾ തന്നെയാണ്. സോ കോംപ്ലിമെന്ററി ഇവന്റ്, നോട്ട് എ, നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോംപ്ലിമെന്റ്, കോംപ്ലിമെന്ററി ഇവന്റ് ആണ്. നോട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്ലിമെന്റ്. പിന്നെ കണ്ടത് ഓർ ഫോർ യൂണിയൻ ആൻഡ് ഫോർ ഇന്റർസെക്ഷൻ. ദെൻ എ ബട്ട് നോട്ട് ബി, ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ഫസ്റ്റ് ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ എ ബട്ട് നോട്ട് ബി, എയിലുണ്ട് ബിയിലില്ല, ഇറ്റ് ഈസ് എ മൈനസ് ബി. എ ബട്ട് നോട്ട് ബി ഈസ് എ മൈനസ് ബി. പിന്നെ കണ്ടത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്. ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിക്കും എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് എന്താ, ഇഫ് എ ആൻഡ് ബി ആർ 2 events and their intersection is 5, then they are mutually exclusive events. അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ആണെങ്കിൽ, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുമ്പോൾ മ്യൂച്വൽ എന്ന് പറയുകയാണെങ്കിൽ ആകെ 2 പേരെ കാണത്തുള്ളൂ. സോ 2 പേര് തമ്മിലുള്ള ഇന്റർസെക്ഷൻ എടുക്കണ്ടേ. യു ആർ ഗെറ്റിംഗ് 3 സെറ്റ് തന്നിട്ടുണ്ട്, എ ബി സി 3 സെറ്റ് തന്നിട്ടുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നറിയാം, 3ന്റെ കൂടെ ഇന്റർസെക്ഷൻ എടുത്ത് വെക്കരുത്. മ്യൂച്വൽ ഇസ് ഓൾവേസ് ഫോർ 2 സെറ്റ്സ്. എ ഇന്റർസെക്ഷൻ ബി 5 ആണോ എന്ന് നോക്കണം, എ ഇന്റർസെക്ഷൻ സി 5 ആണോ നോക്കണം.
ബി ഇന്റർസെക്ഷൻ സി 5 ആണോ എന്ന് നോക്കണം. ഈ രണ്ട് സെറ്റ് വെച്ചിട്ട് 5 ആണോ നോക്കണം. ദാറ്റ് ഈസ് വാട്ട് വി ഫൈൻഡ് ഫോർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. നൗ ഫോർ എക്സോസ്റ്റീവ് ഇവന്റ്സ് എല്ലാത്തിനെയും യൂണിയൻ. എക്സോസ്റ്റീവ് ആണെങ്കിൽ എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു ദ സാമ്പിൾ സ്പേസ് എസ് ആണോ എന്ന് നോക്കണം. സാമ്പിൾ സ്പേസ് എസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ പോസിബിൾ റിസൾട്ടൂടെ എഴുതുന്നതാണ് സാമ്പിൾ സ്പേസ്. അതാണ് എക്സോസ്റ്റീവ്. Now axiomatic approach to probability. Sum of probabilities is 1. പിന്നെ mutually exclusive events ആണെങ്കിൽ P of E union F is equal to P of E plus P of F. നമുക്കറിയാം P of E union F is equal to P of E plus P of F minus P of E intersection F ആണ്. So E mutually exclusive ആണെങ്കിൽ E intersection F is equal to 5. So P of E union F is equal to P of E plus P of F ആയിരിക്കും. Now sample space ആണെങ്കിൽ അതിന്റെ probabilities add ചെയ്യുമ്പോൾ 1 and maximum probability is 1. So the probability value stands between 0 and 1. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും 1-നേക്കാട്ടിലും കൂടുതൽ പ്രോബബിലിറ്റി ആവില്ല. മാക്സിമം വാല്യൂ ഓഫ് പ്രോബബിലിറ്റി is 1. It will be either equal to or less than 1. Okay, then probability of an event. ഇതാണ് probability of an event. P of A union B is equal to P of A plus P of B minus P of A intersection B. Okay, so appo idana equation. Mutually exclusive ആണെങ്കിൽ A intersection B is equal to 5. So P of A intersection B is equal to 0. So for mutually exclusive event, P of A union B is equal to P of A plus P of B. Now, if they are exhaustive, P of A plus P of B is equal to P of S. What is the probability of sample space? Probability is equal to number of favorable outcomes divided by total number of outcomes. Total number of outcomes is the number of outcomes in the sample space. So probability of sample space is 1. Okay, so mutually exclusive and exhaustive event anengil probability is equal to 1. Now, probability of event not A. A യുടെ complement, not A is A complement. So, not A എന്ന് പറഞ്ഞാൽ 1 minus P of A ആയിരിക്കും അതിന്റെ probability. ഇത് നമ്മൾ കണ്ടാണ്. So, these are the basic equations. Union, intersection and not and A minus B. So, problem നോക്കിക്കേ. ഇത് simple problem ആണ്. Consider the experiment of rolling a die. ഒരു die roll ചെയ്യുന്ന problem ആണ്. Let A be the event of getting a prime number. So die roll ചെയ്താൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? 1, 2, 3, 4, 5 or 6 ഇത്രയും ഔട്ട്കംസ് ആണുള്ളത്. ഇനി പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2, 3 and 5. B be the event of getting an odd number. Which are the odd numbers? 1, 3 and 5. Write the sets representing the events. ചെയ്യാലോ? A union B. A or B. A intersection B is A and B. A but not B. What is A but not B? A intersection B complement അല്ലെങ്കിൽ A minus B. Not A is A complement. ഇത് ചെയ്യാലോ? സിമ്പിൾ അല്ലേ? Yes. 2 dice are thrown. 2 dice throw ചെയ്തു. Some of the numbers which come upon the dice is noted. So 2 random ആയിട്ട് throw ചെയ്തു. എന്തൊക്കെ വരാം? 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4 till 6 6 വരെ വന്നു. Now some of the numbers നോക്കിയ some of the numbers which come upon the dice noted. So 1 1 ആഡ് ചെയ്ത 2 കിട്ടും. അങ്ങനെ. Let us consider the following events. Some is even, some is a multiple of 3, some is less than 4, some is greater than 11. ചെയ്യാലോ? Greater than 11 ആയിട്ട് ആകെ 6 6 മാത്രമേ വരത്തുള്ളൂ. 6 plus 6 is equal to 12. Which pairs are mutually exclusive? Mutually exclusive എന്ന് വെച്ചാൽ intersection, their intersection equal to 5. Yes, intersection equal to 5 ആണെങ്കിൽ രണ്ടെണ്ണം മാത്രം വെച്ചിട്ട് ചെയ്യാവുള്ളൂ for mutually exclusive. Intersection 5 ആണെങ്കിൽ then those pairs are mutually exclusive. Now, one card is drawn from a well shuffled deck of 52 cards. So 52 cardsൽ നിന്നും ഒരു കാർഡ് എടുത്തു. Okay. If each card അതിൽ നിന്നും പിന്നെ ഒന്നും എടുത്തിട്ടില്ല. 52 കാർഡ് ഉണ്ടായിരുന്നു, ഒരു കാർഡ് എടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ആ കാർഡിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സെലക്ഷനിൽ പിന്നെ സെലക്ഷൻ വരുമ്പോഴാണ് നമ്മൾ കോമ്പിനേഷൻ യൂസ് ചെയ്യുന്നത്. ഇത് വെറുതെ ഒരു കാർഡ് എടുത്തു. Now, if each outcome is equally likely, calculate the probability that card will be a diamond. How many diamonds? Out of 52 cards, how many diamonds? Diamond, hearts, ace, spades. Sorry, not ace, clubs and spades. 13. 13 by 52, which is equal to 1 by 4. Now, not an ace. Not an ace എന്ന് പറയുമ്പോൾ നമ്മൾ ace അല്ലാത്തത് എണ്ണാൻ പോകരുത്. How many ace cards are there? 4 ace cards are there. Out of 52, there are 4 ace cards. So this is the probability of ace card. അപ്പം not an ace. For not an ace, we use this equation. Not an ace എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we use 1 minus number of ace. Same answer കിട്ടും. Ace അല്ലാത്ത എത്ര എണ്ണം ഉണ്ട്? Out of 52, 48 cards are not ace. This ചെയ്താലും എന്ത് ചെയ്യും? 48 എന്ന് തന്നെ ആൻസർ കിട്ടും. You get the same answer, but you should use this equation. Not എന്ന് കണ്ടു കഴിഞ്ഞാൽ you should use 1 minus. Now, black card എത്ര ഉണ്ട്? 26 black cards and 26 red cards. So, 26 by 52, which is 1 by 2.
നോട്ട് എ ഡയമണ്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് ഡയമണ്ട്. What's the probability of diamond? 1/4. 1 minus 1/4 will be 3/4. Not a black card. Again, not a black card എന്ന് പറഞ്ഞാൽ don't write red card. 1 minus number of probability of black card. Okay, 1 minus how many black cards are there? 26 black cards are there. 1 minus 1/2 which is 1/2. We'll get the answer as 1/2. വെറുതെ കുറെ കാർഡ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു കാർഡ് എടുത്തു. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇനി ഈ പ്രോബ്ലം നോക്കിക്കേ. തൊട്ടടുത്ത് വന്നത് നന്നായി. കമ്മിറ്റി ഓഫ് 2 persons is selected from 2 men and 2 women. അപ്പം 2 ആണുങ്ങളും 2 പെണ്ണുങ്ങളും, മൊത്തം 4 പേരുണ്ട്. അതിൽ നിന്നും 2 പേരെ എടുത്തു. 2 പേരെ എടുത്തിട്ട് ഈ 2 പേരിൽ നോ മാൻ, 1 man, 2 man പ്രോബിലിറ്റി. അപ്പോൾ ഓൾറെഡി ഒരു സെലക്ഷൻ കഴിഞ്ഞു. 4 പേരിൽ നിന്നും 2 പേരെ എടുത്തു. ഇനി ആ 2 പേരിൽ എത്ര ആണുങ്ങളുണ്ട്, എത്ര പെണ്ണുങ്ങളുണ്ട്, ഇങ്ങനെ ഒരു സെലക്ഷനിൽ പിന്നെ സെലക്ഷൻ വന്നാൽ വി ഗോ ഫോർ കോമ്പിനേഷൻ. യെസ്, ഡയറക്റ്റ് ആയിട്ട് ഒരെണ്ണം എടുത്തു കഴിഞ്ഞ പ്രോബബിലിറ്റി ചോദിച്ചാൽ ജസ്റ്റ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. ബട്ട് ഒരു തവണ സെലക്ട് ചെയ്തതിൽ നിന്നും പിന്നെ ഒരു സെലക്ഷനെ കുറിച്ചോ പിന്നെ ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ വി ഗോ ഫോർ കോമ്പിനേഷൻ. നൗ എത്ര പേരാ ഉള്ളേ? 2 are selected from 2 men and 2 women. 2 men and 2 women. ടോട്ടൽ എത്ര പേരാ? 4 പേര്. 4 പേരിൽ നിന്നും 2 പേരെ സെലക്ട് ചെയ്തു. 4 പേരിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്തു. ഇനിയാണ് പ്രോബബിലിറ്റി. നോ മാൻ. നോ മാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മിറ്റിയിൽ ആരൊക്കെയുള്ളേ? ആണുങ്ങൾ ആരുമില്ല, 2 പേരുള്ള കമ്മിറ്റിയാ. 2 പേരിൽ ആരൊക്കെയുള്ളേ? 2 women. സോ ഔട്ട് ഓഫ് 2 women, ഇവിടെ നമ്മുടെ വിഷയം കമ്മിറ്റിയാ, നമ്മുടെ കമ്മിറ്റിയിലെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സോ കമ്മിറ്റിയിൽ ആരൊക്കെയുള്ളേ? നോ മാൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 2 women 2 are there. ഔട്ട് ഓഫ് what? ഔട്ട് ഓഫ് ദ ടോട്ടൽ 4C2, ടോട്ടൽ 4C2 ഈ സെലക്ഷനിലെ ടോട്ടൽ ദ സാമ്പിൾ സ്പേസ് 4C2 2 വുമണിൽ 2 വുമണും എവിടെ ഉണ്ട്? കമ്മിറ്റിയിലുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് 1 man. 1 man എന്ന് പറയുമ്പോൾ എന്താ? 1 man എന്ന് പറയുമ്പോൾ ഒരാൾ ആണ്. ഔട്ട് ഓഫ് 2 man 1 man is selected. ടോട്ടൽ ബൈ 4C2. ഔട്ട് ഓഫ് 2 man 1 man is selected. പിന്നെ ഒരാൾ ആരാ? പെണ്ണാ. നമ്മുടെ കമ്മിറ്റിയിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഒരാൾ ആണും ഒരാൾ പെണ്ണും. മസ്റ്റാ, ആണ് ആൻഡ് പെണ്ണ്. 1 man എന്ന് പറഞ്ഞാൽ for sure 1 is a man. Out of 2 men 1 is there. And who else is there? Out of 2 women 1 more woman is there. 1 woman is there. Okay, so 1 and 1. 1 man and 1 woman. So y into y multiplication. 1 man is there for sure and 1 woman is there for sure. ആണും വേണം പെണ്ണും വേണം. ആണ് ഒരാണ് and ഒരു പെണ്ണ്. So we did multiplication here. Third one, easy. 2 men. 2 men എന്ന് പറഞ്ഞാൽ out of 2 men 2 are men. 4C2. Out of 2 men 2 are men. 2 selected out of 2. Out of the total 4 from 2. Clear? ഒരു സെലക്ഷനിൽ പിന്നെ ഒരു സെലക്ഷൻ വന്നു കഴിഞ്ഞാൽ it is combination. ഡയറക്റ്റ് ആയിട്ട് ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ it is permutation. Okay. Now A and B be 2 events such that P of A. Simple question. P of A is equal to 1/4. P of B is equal to 1/2. P of A and B. A and means intersection. P of A and B is 1/8. Find P of A or B. What is A or B? P of A union B. P of A union B is equal to P of A plus P of B minus P of A intersection B. Direct substitution. P of not A and not B. Okay? Not A. What is not A? A complement. And not B. A complement intersection B complement. As per De Morgan's law, what is A complement intersection B complement? P of A union B whole complement. Now, what is P of A union B whole complement? Yes. P of A union B whole complement എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus P of A union B. A complement is 1 minus P of A. Yes. Not A എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? A complement. അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1 minus P of A ആയിരുന്നു. P of A complement എന്ന് പറഞ്ഞാൽ 1 minus yes. Yes. Probability of A complement അല്ലെങ്കിൽ P of not A എന്ന് പറഞ്ഞാൽ 1 minus P of A ആണ്. അങ്ങനെയാണെങ്കിൽ P of A യുടെ സ്ഥാനത്ത് എന്ത് വന്നു? A union B വന്നു. P of A union B whole complement എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 minus P of A union B ആയിരിക്കും. P of A union B whole complement എന്ന് പറയുന്നത് 1 minus P of A union B. ഇവിടെ A യുടെ സ്ഥാനത്ത് A union B വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം?
P of 1 minus P of A union B. P of A union B already calculate ചെയ്തു. So 1 minus, that will be the final answer. Make sure that you won't get an answer above 1. Probability is always less than 1. ചെയ്തു വരുമ്പോൾ 1-നേക്കാട്ടിലും കൂടുതൽ ലൈക്ക് 3/2 എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ it is wrong. What is 3/2? 3/2 is 1.5. It's greater than 1. So probability greater than 1 കിട്ടിക്കഴിഞ്ഞാൽ the answer is wrong. Do the question once more. Write in the correct values. This question. 2 dice are thrown at random. At random, 2 dice are thrown. Find the probability of getting a doublet. What do you mean by doublet? 1 1, 2 2, 3 3, etc. to 6 6. 1 1, 2 2, 3 3, 4 4, 5 5, 6 6 is doublet. And the probability കണ്ടുപിടിക്കുക. എന്ത് വരും? 6/36. There will be 36 outcomes. Out of 36, 6 outcomes. Getting sum of numbers on the dice 8. അറിയാലോ ഏതൊക്കെയായിരിക്കും? Sum of dice 8. Yes, 2 6 വരും, 3 5 വരും, 4 4 വരും, 5 3 വരും, 6 2 വരും. Yes. So this is the probability chapter. സിമ്പിൾ ആണ്. സെറ്റ്സ് പഠിച്ചവർക്ക് പ്രോബിലിറ്റി ചാപ്റ്റർ എളുപ്പമാണ് ആൻഡ് കോമ്പിനേഷൻസ് ആസ് വെൽ. യെസ്. സോ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് 7 ചാപ്റ്റേഴ്സിന്റെ റിവിഷൻ. സോ സെക്കൻഡ് പോർഷൻ ഇച്ചിരി ടഫ് അല്ല ആക്ച്വലി. നമ്മൾ അത് പലതവണ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലതവണ എക്സാം എഴുതി റിവിഷന് പോയത്. സെക്കൻഡ് ഹാഫ് നമ്മൾ അത്ര റിവിഷൻ പോയിട്ടില്ല. സോ അതിൽ തന്നെ നമ്മുടെ 3D ഇൻട്രൊഡക്ഷൻ ടു 3D എളുപ്പമാണ്. ബട്ട് 3 മാർക്സ് മാത്രമേ ഉള്ളൂ അതിന്. സ്റ്റിൽ ആകെ ഡിസ്റ്റൻസ് ഫോർമുല മാത്രം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി സ്കോർ ദ മാർക്സ്. പ്രോബബിലിറ്റി എളുപ്പമാണ്. ലാസ്റ്റ് പാർട്ട് പ്രോബബിലിറ്റി ഭയങ്കര എളുപ്പമാണ്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ ആൻഡ് വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതിന്റെ ആ ഒരു ഇക്വേഷൻ തറവായിട്ട് പഠിച്ചിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് ആ പ്രോബ്ലം ഒന്ന് വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. മോസ്റ്റ് ഓഫ് ദ ടൈം ചോദിക്കുന്ന ആ ഒരു പ്രോബ്ലം ഒന്ന് വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. From the chapter statistics. പിന്നെ അതിന് മുൻപ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. യെസ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഞാൻ പറഞ്ഞായിരുന്നു എക്സാമിന്റെ തലേദിവസം പഠിക്കാൻ വെക്കാൻ കൊള്ളാവുന്ന ചാപ്റ്റർ അല്ലാതെ. സോ നിങ്ങളോട് പക്ഷേ എന്തായാലും നിങ്ങൾക്ക് പഠിക്കേണ്ട, കാരണം ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് +2 ഉള്ളത്. സോ അത് പഠിക്കാതെ +2 എഴുതാൻ പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ടഫ്. സോ അറ്റ്ലീസ്റ്റ് ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആഫ്റ്റർ ദി എക്സാം യു ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ചാപ്റ്റർ. ഏതായാലും ആ ചാപ്റ്റർ പഠിക്കാതെ +2 നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അത് പഠിക്കണം, പക്ഷെ പരീക്ഷയുടെ തലേദിവസം പഠിക്കാൻ എടുക്കാൻ കൊള്ളില്ല. ഓക്കെ, സോ ബേസിക് ആയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക. ഓൾറെഡി ആ ചാപ്റ്റർ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്നുകൂടെ നന്നായിട്ട് നോക്കുക. നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിനെ കമ്പൈൻ ചെയ്ത് ചോദിക്കാറുണ്ട്. സോ ആ മോഡൽ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യുന്നത്. റാൻഡം ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. പിന്നെ ഏത് ചാപ്റ്റർ ആയിരുന്നു? യെസ്, കോണിക് സെക്ഷൻ. കോണിക് സെക്ഷനിലാണെങ്കിൽ ഇതുപോലെ വലിയ ചടങ്ങൊന്നുമില്ല. 4 കേസസ് ഉണ്ട്, 4 കോണിക്സ് ഉണ്ട്. സർക്കിൾ, പരാബോള, എലിപ്സ്, ഹൈപ്പർബോള. ഇത് 4 എന്ത് ചെയ്യുക? ഇതിന്റെ 4ന്റെ ഇക്വേഷൻസ് വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. സോ ഒന്ന് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ സെറ്റായി. പിന്നെ സ്ട്രെയിറ്റ് ലൈനില് രണ്ടേ കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ഇക്വേഷൻ ഓഫ് എ ലൈൻ. ഇക്വേഷൻ ഓഫ് എ ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ 4 കേസസ്. പോയിന്റ്സ് ലോ, 2.4. പിന്നുള്ളത് ഇന്റർസെപ്റ്റ് ഫോം. യെസ്, കഴിഞ്ഞു ഇന്റർസെപ്റ്റ് ഫോം. പിന്നെന്താ ഉള്ളത്? ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ആൻഡ് എ ലൈൻ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ് ആൻഡ് ദി സ്ലോപ്പ് is equal to tan theta. സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതാണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ളത്. അതിന് മുൻപത്തെ ചാപ്റ്റർ ആയിരുന്നു സീക്വൻസസ് ആൻഡ് സീരീസ്. അതിനകത്ത് ആകെ GP മാത്രമേ ഉള്ളൂ. nth ടേം ഓഫ് എ GP, സം ടു n ടേംസ് ഓഫ് എ GP, പിന്നെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കുന്നത്. b is equal to a into r raised to n+1 എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷനൂടെ. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹാഫിലെ 7 ചാപ്റ്റേഴ്സ്. സോ ഈ ചാപ്റ്റേഴ്സ് തറവായിട്ട് പഠിക്കുക. ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് മാത്രമേ ഇപ്പൊ നോക്കിയിട്ടുള്ളൂ. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയ നോട്ട്സിൽ കൂടെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്താണ്. സോ നോട്ട്സിൽ കൂടെ ഒന്ന് പോവുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ +1 ഫോണിലേക്ക് ചോദിക്കാം. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ കുറച്ച് പ്രോബ്ലംസ് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യും. റാൻഡം ആയിട്ട് ഇപ്പൊ നമ്മൾ ചാപ്റ്റർ വൈസ് അല്ലേ പോയത്. സോ റാൻഡം ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഉണ്ട്, നിങ്ങളെടുത്ത് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഐദർ യു ക്യാൻ കമന്റ് ഇൻ യൂട്യൂബ് ഇറ്റ്സെൽഫ്. യൂട്യൂബിൽ തന്നെ നിങ്ങൾ കമന്റ് ചെയ്താലും റിപ്ലൈ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ +1 ഫോണിലേക്ക് അയക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നന്നായിട്ട് ഫുഡ് ഞാൻ കണ്ടായിരുന്നു, ചിലർക്കൊക്കെ വാരി കൊടുക്കുന്ന കണ്ടായിരുന്നു അതിന്റെ ഇടയ്ക്ക്. ഓക്കെ, കുഴപ്പമില്ല, അവസ്ഥ ഇതൊക്കെയാ, കാര്യമില്ല. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഫുഡ് കഴിക്കുക, നന്നായിട്ട് കിടന്നുറങ്ങുക. നാളെ ഒരു ദിവസവും, നാളെ കഴിഞ്ഞുണ്ട്, നമുക്ക് 2 ദിവസമുണ്ട്. സോ ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർ പ്ലീസ് go through the chapters sets, linear inequalities, binomial theorem, 12th chapter ഏതായിരുന്നു, introduction to 3-dimensional geometry and probability. ഈ 5 ചാപ്റ്റേഴ്സ് ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്ക് പഠിക്കാൻ പറ്റിയ ചാപ്റ്റേഴ്സ് ആണ്. സെറ്റ്സ്, linear inequalities, introduction to 3-dimensional geometry,
ബൈനോമിയൽ തിയറം ആൻഡ് പ്രോബബിലിറ്റി. ഈ 5 ചാപ്റ്റർ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇതുവരെ ഒന്നും പഠിക്കാത്തവർക്കാണ്, ബാക്കിയുള്ളവരെല്ലാം പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റേഴ്സ് പഠിക്കുക. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ റിലേഷൻസ് നന്നായിട്ട് പഠിക്കുക. ഫംഗ്ഷൻസും വലിയ ചടങ്ങൊന്നും ഇല്ല, റിലേഷൻസും എളുപ്പമാണ്. അത്ര ഒരു പോർഷൻ അങ്ങോട്ട് എളുപ്പമാണ്. ഓർഡേഡ് പെയർ വിട്ടുപോയി, കോംപ്ലക്സ് നമ്പർ അപ്പൊ പറഞ്ഞൊരു വലിയ ചാപ്റ്റർ എളുപ്പമായി. കോംപ്ലക്സ് നമ്പർ ഒക്കെ നല്ല എളുപ്പമുള്ള ചാപ്റ്ററാണ്. സ്റ്റാറ്റിസ്റ്റിക്സിലെ ഞാൻ പറഞ്ഞു 2 ടൈപ്പ് പ്രോബ്ലം ഉണ്ട്. സ്ഥിരം ചോദിക്കുന്ന സാധനമാണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി റേഞ്ച് എന്നിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്നതാണ്. സോ ആ ഒരു ഇക്വേഷൻ, ആ ഒരു ടൈപ്പ് പ്രോബ്ലം വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് വഴി ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ, ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ ആ ഇക്വേഷൻ നിങ്ങളങ്ങ് വേണ്ട, ആ ഇക്വേഷനോട് പഠിച്ചോ. യെസ്, ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എങ്ങാനും കയറി ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. സ്റ്റെപ്പ് ഡിവിഷൻ മെത്തേഡ് വഴി ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ ജസ്റ്റ് ആ മീൻ ഡിവിഷൻ അബൌട്ട് മീഡിയൻ, പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, ഇത് ആ ഒരു സാധനം വൃത്തിക്ക് പഠിച്ചിട്ട് പോവാം. ഓക്കെ, പിന്നെ യെസ്, ബാക്കി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ. ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് ഫുൾ മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. നമ്മുടെ ക്ലാസ്സസ് മിസ്സാകാതെ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചവർക്ക് ഫുൾ മാർക്ക് സുഖം. അറ്റ്ലീസ്റ്റ് ഞാൻ തുറക്കുന്നിട്ട് പറഞ്ഞിരുന്നു നോട്ട്സ് കൃത്യമായിട്ട് എഴുതണമെന്ന് പറഞ്ഞായിരുന്നു. ക്ലാസ് മിസ്സായവർക്ക് റെക്കോർഡ് ക്ലാസ് മേടിച്ച് നോട്ട്സ് എഴുതുവാണെങ്കിൽ സുഖമായിട്ട് നമുക്ക് പാസ്സാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പാസ്സാകും സുഖമായിട്ട് ഫുൾ മാർക്ക് മേടിക്കാവുന്നേ ഉള്ളൂ. സോ ഓൾമോസ്റ്റ് എല്ലാ കൈൻഡ് ഓഫ് പ്രോബ്ലംസ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മോഡൽ പ്രോബ്ലംസ് തന്നെ, ഈ മോഡൽ ഇൻ ദ സെൻസ് നമ്മൾ ചെയ്ത കുറച്ച് പ്രോബ്ലംസ് തന്നെ നമ്മൾ റാൻഡം ആയിട്ട് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും. കാരണം നമുക്ക് ഇപ്പൊ ചാപ്റ്റർ വൈസ് പോയതുകൊണ്ട് നമുക്കറിയാം ഈ ചാപ്റ്ററിൽ നാളെ ഈ ഇക്വേഷൻ ആണെന്നറിയാം. സോ നാളെ നമ്മൾ റാൻഡം ആയിട്ട് ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ നമ്മൾ റാൻഡം ആയിട്ട് നാളെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും പോയി സുഖമായിട്ട് കിടന്നുറങ്ങിക്കോ, ഫുഡൊക്കെ കഴിച്ചോ. ഓക്കെ, അപ്പോൾ ഹാവ് എ നൈസ് ഡേ, ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് പഠിക്കാനിരിക്കുക. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.